Okay, good evening, everyone. So basically, this is the first session of Secret Mountain. Audible ആണല്ലോ അല്ലേ എല്ലാവർക്കും? Okay. Right, fine. So this is the first section of Secret Mountain. അപ്പൊ നമ്മൾ സീക്രട്ട് മൗണ്ടൈൻ എന്താണ് എന്നുള്ളത് ബേസിക്കലി ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ അറിയിക്കും. ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അറിയുന്ന ഒരു സാധനമാണ് എലിമിനേഷൻ എന്ന് പറയുന്നത്. UPSC ആസ്പിറൻസ് അല്ലെങ്കിൽ UPSCയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ എലിമിനേഷൻ പറ്റി പഠിക്കുകയും അല്ലെങ്കിൽ എലിമിനേഷനിലൂടെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രിപ്പറേഷൻ തുടങ്ങുന്ന അന്ന് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു സാധനമായിരിക്കാം എലിമിനേഷൻ എന്താന്നുള്ളത് അല്ലെ. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിമിനേഷൻ ഒരു സ്ട്രിക്റ്റ് ഹാർഡ് റൂൾ ഉണ്ടാക്കിയതിനു ശേഷം ആ റൂളിലൂടെ നമ്മൾ ഫിറ്റും ചെയ്ത് ഒരാൾ നമ്മളത് കാണിച്ചു തരുന്നു, നമ്മളത് കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, നമുക്ക് ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അത് ഓക്കെ റിലേറ്റബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റ് ഓക്കെ ഇത് ഓക്കെ ആണ് ഇങ്ങനെയും ചെയ്യാം എന്നുള്ളൊരു തോട്ട് നമുക്ക് വരാം. പക്ഷേ നമ്മൾ ചിലപ്പോൾ നമ്മളുടേതായുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് സീരീസിലേക്ക് പോകുമ്പോൾ അതിനകത്ത് നമുക്ക് അത് അത്ര നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം നേരിടാം. അതല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സ്വയം എലിമിനേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കിത് എലിമിനേറ്റ് ചെയ്യേണ്ട പോയിന്റ് എവിടെയാണ്, എങ്ങനെയാണ് ഇത് എലിമിനേറ്റ് ചെയ്യുന്നത്. ചിലപ്പം പലരും പറയുന്നു ഓൾ എന്ന് കാണുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാം, അങ്ങനെ പല രീതിയിലുള്ള ടെക്നിക്സുകൾ പറയാറുണ്ട്. അപ്പൊ പക്ഷേ നമ്മളത് എടുക്കുമ്പം നമ്മളൊരു ഓൾ എടുത്തു കഴിഞ്ഞാൽ അതെന്തായാലും സ്വാഭാവികമായിട്ടും അതെന്തായിരിക്കും തെറ്റായിരിക്കും, അല്ലെങ്കിൽ അത് ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. കാരണം നമ്മൾ പരിപാടി അവതരിപ്പിച്ച അതാണല്ലോ പ്രശ്നം. അപ്പം നമുക്കത് വർക്ക് ആവുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലി നിങ്ങൾക്ക് അതൊരു എന്ത് ചെയ്യുന്നില്ല, അത് വർക്ക് ആവുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ സീക്രട്ട് മൗണ്ടൈൻ എന്ന് പറയുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എലിമിനേഷൻ ടെക്നിക്സ് ജസ്റ്റ് ഷോക്കേസ് ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങൾ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുക അതിനകത്ത് എൻഗേജ്ഡ് ആയിട്ട് നിങ്ങൾക്ക് സ്വയം എങ്ങനെ എലിമിനേഷൻ ടെക്നിക്കിലേക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കൂടുതലായിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് അത് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും എലിമിനേറ്റ് ചെയ്യുന്നതിൽ പല മെത്തേഡുകൾ ഉണ്ടാവാം. ഡിഫറെന്റ് മെത്തേഡിലൂടെ ആയിരിക്കും പല ആളുകളും എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡിഫറെന്റ് മെത്തേഡിലൂടെ നിങ്ങൾക്കും എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ ഒരു ഡിസ്കഷൻ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മെത്തേഡ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു എന്നുള്ളത് നിങ്ങൾക്കും പറയാം. അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഹാർഡ് ആൻഡ് ഫസ്റ്റ് റൂൾ ഇതുപോലെ തന്നെ എലിമിനേറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, ആ മെത്തേഡ് റൂൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റൂൾ മൾട്ടിപ്പിൾ സ്ഥലത്ത് ആപ്ലിക്കബിൾ ആയിരിക്കണം. അത് ഈ ക്വസ്റ്റ്യന് മാത്രം എന്ത് ചെയ്യാൻ പാടില്ല, ആപ്ലിക്കബിൾ ആവാൻ പാടില്ല. അതായത് വേറെ സ്ഥലത്ത് വേറൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഇതേ മെത്തേഡിലൂടെ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ക്വസ്റ്റ്യനും എലിമിനേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് മാത്രം. അപ്പോഴാണ് അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആവുകയും പിന്നീട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം ഇതാണ് ടോട്ടലി ഒരു സീക്രട്ട് മൗണ്ടൈനെ പറ്റി കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് വഴിയെ ഒരു 10 days പ്രോഗ്രാം ആണ്. ഈ 10 days പ്രോഗ്രാമിൽ അവർ ഐഡിയ ഈസ് ടു ഇൻകൾക്കേറ്റ് ദി എലിമിനേഷൻ ടെക്നിക്സ്, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാം എന്നുള്ള ടെക്നിക്സ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, നിങ്ങളത് ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നവർ മാത്രം ചെയ്ത് എന്ത് ചെയ്യുക, അത് അതേപോലെ തന്നെ ഞങ്ങൾ കാണിച്ചു തരിക, ഓക്കെ വാവ് അടിപൊളി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഒരു മാജിഷ്യൻ പോലെ മാറുക എന്നുള്ളതല്ല. ബേസിക്കലി നിങ്ങൾ എംപവർ ചെയ്യുക എന്നുള്ളതാണ് സീക്രട്ട് മൗണ്ടൈന്റെ ഉദ്ദേശം. അപ്പം ബേസിക് ആയിട്ട് എലിമിനേഷന്റെ ഒരു ഗ്രൗണ്ട് റൂൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്. ഓക്കെ, എലിമിനേഷന്റെ ഗ്രൗണ്ട് റൂൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എലിമിനേഷൻ പഠിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ നോളജ് വേണ്ട എന്നുള്ളതല്ല. ഫൗണ്ടേഷൻ നോളജിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല എലിമിനേഷൻ എന്ന് പറയുന്നത്. എലിമിനേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫൗണ്ടേഷൻ നോളജ് ഉള്ള ഒരാൾക്ക് മാത്രമേ, അതായത് നിങ്ങൾക്കുള്ള നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആംപ്ലിഫൈ ചെയ്യും. അതായത് നിങ്ങൾക്ക് NCERT ബുക്സ് കൃത്യമായി നിങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എലിമിനേഷൻ അതിന്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ഒരു അഡീഷൻ ആയിട്ട് വർക്ക് ചെയ്യും. അതല്ലാതെ ഒരു ഫൗണ്ടേഷൻ നോളജ് ഇല്ല, NCERT നോളജ് ഇല്ല, നിങ്ങൾ ബേസിക് ബുക്സുകൾ വായിച്ചിട്ടില്ല എന്നിട്ട് എലിമിനേഷൻ പഠിച്ച് ഞാൻ പാസ് ആവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും എന്നുള്ളതേ പറയാനുള്ളൂ. നടക്കില്ല, ആ ഒരു പരിപാടി എന്ത് ചെയ്യില്ല, വർക്ക് ആവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എലിമിനേഷൻ എന്ന് പറയുന്നത് ഒരു വാല്യൂ അഡീഷൻ മാത്രമാണ്. ഒരിക്കലും എലിമിനേഷൻ ഈസ് ദ സിംഗിൾ ടൂൾ ടു എലിമിനേറ്റ് ഓൾ ദി, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഇനി ഒന്നും നാളത്തോട്ട് പഠിക്കേണ്ട, ഞാൻ എലിമിനേറ്റ് ചെയ്ത് പഠിച്ചോളാം എന്നുള്ളതല്ല. കാരണം നമ്മളിവിടെ എലിമിനേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ എല്ലാ ആളുകളും എലിമിനേറ്റ് ചെയ്യുന്നതിൽ ഒരു ബേസിക് ഫൗണ്ടേഷൻ നോളജ് റിക്വയർഡ് ആണ്. ഒരുപാട് നോളജ് വേണമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു ബേസിക് ഫൗണ്ടേഷണൽ നോളജ് എന്താണ് റിക്വയർഡ് ആണ്. ആ ഫൗണ്ടേഷൻ നോളജിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എലിമിനേഷനെ. അത് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ആണ്, ഇത് ഒരിക്കലും സാധ്യമല്ല. അപ്പം ബേസിക് നോളജ് ഒഴിവാക്കി ഞാൻ ഈ മൊത്തം എലിമിനേഷനിലൂടെ പഠിക്കാം എന്ന് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. എങ്ങനെ തന്നെ ചെയ്യണം, നമ്മൾ ഈ എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് തന്നെ ഫൗണ്ടേഷൻ നോളജ് എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എലിമിനേഷനോട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു 15+ എന്താണ് എലിമിനേഷൻ ടെക്നിക്സുകളിലൂടെ ആയിരിക്കും നമ്മൾ പോവുക. ഈ ടെക്നിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ പല ക്വസ്റ്റ്യനിലും ഒരു ടെക്നിക്കിലോട് കൂടി തന്നെ കംപ്ലീറ്റ് കിട്ടുക എന്നുള്ളതല്ല.
അതിന്റെ ആപ്ലിക്കേഷൻ ഓഫ് പല ടെക്നിക്കൽസ് ആയിരിക്കും. അപ്പൊ ചിലപ്പോൾ ഒരു ക്വസ്റ്റിന് 2-3 ടെക്നിക്സ് എന്ത് ചെയ്യേണ്ടി വരും, അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ ഏത് ടെക്നിക്സ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ആ നേച്ചർ ഓഫ് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. അപ്പൊ ബേസിക് ആയിട്ട് ഓരോ ടെക്നിക്സ് എന്താണെന്നുള്ളത് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇപ്പം, കാരണം നമ്മൾ ഓരോ ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ടെക്നിക്സ് വെച്ച് പഠിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ എക്സ്ട്രീമിറ്റി ട്രാപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്, ക്ലാഷ് ആൻഡ് ക്രാഷ്, വേർഡ് ഡീകൺസ്ട്രക്ഷൻ, കപ്ലിംഗ് റൂൾ, അങ്ങനെ നമ്മൾ ഡിഫറെന്റ് ഫാൾസ് ഐഡന്റിറ്റി, ചെയിൻ റിയാക്ഷൻസ്, ഡിഫറെന്റ് റൂൾസ് ആണ് ബേസിക്കലി വെച്ചിട്ടുള്ളത്. ഈ റൂൾസിന്റെ അർത്ഥം ഒരു ക്വസ്റ്റ്യൻ ഒരു റൂൾസ് എന്നുള്ളതല്ല. നമ്മൾ ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ റൂൾസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ ഒരു റൂൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, എലിമിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അടുത്ത റൂളിലേക്ക് പോവാം. ഇനി 100 ക്വസ്റ്റ്യനും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും 100 ക്വസ്റ്റ്യനും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. UPSC 100 ക്വസ്റ്റ്യൻ എലിമിനേഷൻ ടെക്നിക്കിലൂടെ മാത്രം. പക്ഷെ കോമ്പിനേഷൻസ് വർക്ക് ചെയ്യും. നിങ്ങളെ നോളജ് പ്ലസ് എലിമിനേഷൻ കൂടി വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റോ 2 സ്റ്റേറ്റ്മെന്റോ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. അപ്പൊ നിങ്ങളുടെ പ്രോബബിലിറ്റി ടു ഗെറ്റ് ഇൻ ടു റൈറ്റ് ആൻസർ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് വാല്യൂ അഡിഷൻ. അതല്ലാതെ 100 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റില്ല, എലിമിനേഷൻ ടെക്നിക്സ് മാത്രം ഉപയോഗിച്ച് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പ്രോബബിലിറ്റി എന്താവും, ബെറ്റർ ആവും, 1/3 ആവും. ഇപ്പൊ 1/4 നിന്ന് 1/3 പ്രോബിലിറ്റിയിലേക്ക് വരും. 2 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 50-50 ചാൻസിലേക്ക് എത്തി. സോ ഇങ്ങനെ പ്രോബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് എലിമിനേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഈ ടെക്നിക്സിന്റെ 100 ക്വസ്റ്റ്യൻ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ തെറ്റുമോ, സ്വാഭാവികമായിട്ടും ശരിയാവുന്നത് പോലെ തന്നെ തെറ്റാനുള്ള ചാൻസസും ഉണ്ട്. ചില സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് റൈറ്റ് ആവണമെന്നില്ല. ഇനി എങ്ങനെ എലിമിനേറ്റ് ചെയ്താലും ചില സമയത്ത് UPSC ചില ക്വസ്റ്റ്യൻസ് നമ്മൾ എലിമിനേഷൻ ടെക്നിക്കിലൂടെ നോക്കുമ്പോൾ അത് കോമൺ സെൻസ് വെച്ച് നോക്കുമ്പോൾ വളരെ റോങ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, പക്ഷെ അത് ശരിയായിരിക്കും. ചിലപ്പോൾ UPSC ആൻസർ കീ മാറിപ്പോവാം. ഫോർ എക്സാമ്പിൾ ബജറ്റിന്റെ ക്വസ്റ്റ്യനകത്ത് ബജറ്റ് ആരാണ് റെസ്പോൺസിബിൾ എന്ന് ചോദിക്കുമ്പോൾ പ്രസിഡന്റിന് പകരം UPSC പ്രൈം മിനിസ്റ്റർ എന്നാണ് എടുത്തിട്ടുള്ളത്. അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. അവിടെ ഒന്നും ചെയ്യാനില്ലെന്ന് വെച്ചാൽ അത് ഫാക്ച്വലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു തെറ്റായ ഒരു ആൻസർ കീ ആണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാനില്ല. അതേപോലെ തന്നെ എക്സ്ട്രീം ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തും ചില സമയങ്ങളൊന്നും ചെയ്യാനില്ല, നമ്മൾ എലിമിനേറ്റ് ചെയ്താൽ തെറ്റായി പോകും. പക്ഷെ എലിമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ കോമൺ സെൻസിലൂടെ ആയതുകൊണ്ട് ഒരു കോമൺ സെൻഷ്യൽ ക്വസ്റ്റ്യൻ തെറ്റി പോകുന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും UPSC നിന്ന് ഔട്ട് ആവില്ല. യു അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻറ്റ്. അതായത് നമ്മളൊരു കോമൺ സെൻസിലൂടെ ഒരു ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്ത് നമ്മളിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് റൈറ്റ് സ്ട്രാറ്റജിയിലുള്ള എലിമിനേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ UPSC പ്രിലിംസ് ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കൊണ്ട് ഒരിക്കലും ക്ലിയർ ആവാതിരിക്കില്ല. കാരണം ബാക്കി ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ഐഡന്റിറ്റി ആ ഒരു പർട്ടിക്കുലർ മെത്തേഡിലൂടെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ സ്ട്രാറ്റജി. ടോട്ടൽ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏത് കിട്ടും എന്നുള്ളതാണ് നോക്കേണ്ടത്. വൺ ഓഫ് ദ കോർ പ്രിൻസിപ്പിൾ ഓഫ് എലിമിനേഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുന്നതിന്റെ ഒരു കോർ പ്രിൻസിപ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് കാര്യം നിങ്ങൾ മനസ്സിലായി, ഈ റൂൾസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, പല സമയത്തും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യും. പക്ഷേ ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾവേസ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൈ UPSC ഈസ് ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ. UPSC നിങ്ങളിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എന്തായിരിക്കും ആക്ച്വലി ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ചില സമയത്ത് വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് UPSC ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ടെക്നിക്കലായ നോളജ് ഞാൻ അറിയണമെന്ന് UPSC വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ടെക്നിക്കൽ നോളജിനായിരുന്നെങ്കിൽ ഒരു ജനറലിസ്റ്റ് എക്സാം ആക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ വേറെ എന്തോ UPSC അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ റിയലൈസേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ആങ്സൈറ്റി, വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ, നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ, ടെക്നിക്കൽ ടേംസ് കാണുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ആങ്സൈറ്റി ഒഴിവാക്കാൻ പറ്റും. കാരണം ഒരിക്കലും അത് വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഇത് ഫാക്ച്വലി ഭയങ്കര ക്രാക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ വെൻ വി ആസ്ക് വൈ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ബീൻ ആസ്ക്ഡ് ഇൻ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും UPSC എന്ത് ചെയ്യാൻ പറ്റില്ലായിരിക്കും, നമ്മളടുത്തൊരു ടെക്നിക്കലോ ഭയങ്കര ഹൈ ലെവൽ നോളജ് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ പിന്നെ എന്തിനാ UPSC ചോദിച്ചു? സോ ദർ വിൽ ബി സംതിങ് എൽസ് ഇൻ ദി ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ യുവർ മൈൻഡ് സെറ്റ് ബിക്കം എ ഗെയിം മോഡിലേക്ക് മാറും. ആ ഗെയിം മോഡാണ് കുറച്ചുകൂടി എന്ത് ചെയ്യുക, എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും പല ആളുകളും ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു വിൽ റീഡ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന്, കംപ്ലീറ്റ്ലി ശരിയാണെന്ന് തോന്നും, തെറ്റാണെന്നും തോന്നും, ആൻഡ് യു വിൽ ജംപ് ടു ദ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ തന്നെ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ വായിക്കുന്നു, ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണെന്ന് അപ്പൊ തന്നെ മനസ്സിലായി, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഓപ്ഷനിൽ പോകുന്നു, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നു, വെട്ടിക്കളയുന്നു. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസറും കിട്ടുമായിരിക്കും. ചിലപ്പം 2 and 3 എന്ന് പറഞ്ഞൊരു ആൻസർ ഉണ്ടാവും, ബട്ട് മോസ്റ്റ് ലൈക്ലി ആൻസർ തെറ്റാവാനായിരിക്കും ചാൻസ്. ഡോണ്ട് ജംപ് ഇൻ ടു കൺക്ലൂഷൻ ബിഫോർ കംപ്ലീറ്റ്ലി റീഡിംഗ് ദി ക്വസ്റ്റ്യൻ. അത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് റൂൾ ആണ്. എലിമിനേഷൻ ഓൺലി വർക്ക്സ് ടു ദി കോൺഷ്യസ് ആയ ഒരു റീഡറിന് മാത്രമേ പ്രോപ്പറായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബിറ്റ്വീൻ ദ ലൈൻസ് നമ്മൾ വായിക്കണം, അതിനെ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം, ആ സ്റ്റേറ്റ്മെന്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റണം. അപ്പം ഒരു വളരെ തറോ ആയിട്ട് റീഡറിന് മാത്രമേ നല്ല രീതിയിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാം എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും, പക്ഷെ ഉത്തരം തെറ്റായിരിക്കും.
അപ്പം മോസ്റ്റ് ലൈക്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് റൗണ്ട് എങ്കിലും പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റൻ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ റീഡിംഗ് എൻറ്റയർ ക്വസ്റ്റ്യൻ, then you start to eliminate. Otherwise what will happen, your chance of eliminating എന്ത് ചെയ്യും, കുറഞ്ഞു പോകും. കാരണം നിങ്ങൾ ഓൾറെഡി അതിനകത്ത് റൈറ്റ് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. ഓൾറെഡി നിങ്ങൾ റൈറ്റ് ഓപ്ഷൻ അതിനകത്ത് കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. അങ്ങനെ റൈറ്റ് ഓപ്ഷൻസ് നിങ്ങൾ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്തിലേക്ക് വരാൻ പറ്റില്ല, റൈറ്റ് ആൻസറിലേക്ക് വരാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ ബയാസ്ഡ് ആയതുകൊണ്ടാണ്. ആദ്യത്തെ തന്നെ നിങ്ങൾ എവിടെയോ വായിച്ചൊരു ഓർമ്മ നിങ്ങൾക്ക് വന്നു, അതിൽ നിങ്ങൾ കുത്തി. അങ്ങനെ സാധനം നിങ്ങൾ ചെയ്യാതിരിക്കുക. ദാറ്റ് ഈസ് സെക്കൻഡ് റൂൾ ഓഫ് എലിമിനേഷൻ. ആൻഡ് തേർഡ് റൂൾ എന്ന് പറയുന്നത് ക്ലൂ എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്ഷൻസ് ആണ്. അതായത് ഓപ്ഷൻസിനെ വെറുതെ കൊടുത്തതല്ല, യഥാർത്ഥത്തിൽ എക്സാമിന് നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാനുള്ള ക്ലൂസ് എന്താണ്, ഓപ്ഷൻസ് ആണ്. ഓരോ സ്റ്റേറ്റ്മെന്റും വായിച്ച് അത് പ്രോപ്പറായി വരുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഓപ്ഷൻസിലേക്ക് പോകണം. ഇപ്പം only one statement correct, only two statement correct, അങ്ങനെയുള്ളതിന് ഓപ്ഷൻസിലേക്ക് കൂടുതൽ പോയിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. പക്ഷെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് എന്ത് ചെയ്യണം, ഓപ്ഷൻസ് എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓരോ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ ആ ഓപ്ഷൻസിൽ നിന്ന് എങ്ങനെയാണ് അത് എലിമിനേറ്റ് ആയി പോകുന്നത്, സോ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരങ്ങൾ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഇതെന്തിന്റെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്, കംപ്ലീറ്റ് എലിമിനേഷൻ അല്ല, നോളജ് എന്ന് പറയുന്നത് ഇതിന്റെ ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ചില സമയത്ത് ജനറൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ചിലപ്പം അത് ട്രൂ ആയിരിക്കാം. പക്ഷെ ആ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കുന്നത് ബേസിക്കലി കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ആണ്. ആ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ അതൊരു എക്സ്ട്രീം ആണോ എന്നുള്ളതാണ്. ചില കോണ്ടെക്സ്റ്റിൽ ചില എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റുകൾ ശരിയാവും. അപ്പം ഓരോ സമയം വെറുതെ ഓള് കണ്ടതുകൊണ്ടോ വെറുതെ നോട്ട് കണ്ടതുകൊണ്ടോ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ ആ കോണ്ടെക്സ്റ്റിൽ എന്ത് ചെയ്യണം, അത് മാച്ചിങ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അനദർ പ്രിൻസിപ്പിൾ ഓഫ് എലിമിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അനദർ ആസ്പെക്ട് ഇസ് ട്രൂത്ത് ഇസ് ഡിഫോൾട്ടഡ്. ഫോർ എക്സാമ്പിൾ ചില ആളുകൾ ചില സ്റ്റേറ്റ്മെന്റുകൾ എന്ത് ചെയ്യുന്നു, തെറ്റായി വെറുതെ അങ്ങ് മാർക്ക് ചെയ്യും. എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു റീസണും ഇല്ല, പക്ഷെ എന്ത് ചെയ്യുന്നു, വെറുതെ തെറ്റായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് അടിച്ച് ചില സമയത്ത് ഓപ്ഷൻസ് കൃത്യമായിട്ട് തോന്നാം. ഇപ്പൊ എ ആണ് ഉത്തരം, അല്ലെങ്കിൽ അത് പൊതുവേ ഇൻഡ്യൂഷൻസ് മാത്രം വർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ABCD എന്ന് കാണിക്കുന്ന ഫസ്റ്റ് വൺ വേർഡ് ആൻസറിൽ പെട്ടെന്ന് ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യും. ഒരു കോംപ്ലക്സ് ഓപ്ഷൻ ക്വസ്റ്റ്യൻസിൽ ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾ എന്ത് ചില സമയത്ത് ആളുകൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസ് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും, ബേസിക്കലി ഒരു റീസണും ഇല്ലാതെ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യും. നിങ്ങൾക്കൊരു റീസൺ കിട്ടിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ വെൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ ഇതിനകത്ത് 100 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഈ 100 സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്നുള്ളതാണ് ബൈ ഡിഫോൾട്ട് ഇതിന്റെ അർത്ഥം. നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു റീസൺ അവിടെ ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കരുത്, അതിനെ ഫാൾസിഫൈ ചെയ്യരുത്. ഓരോ സ്റ്റേറ്റ്മെന്റിനെയും ഫാൾസിഫൈ ചെയ്ത് നോക്കുക. അതായത് ഇത് തെറ്റാനുള്ള ചാൻസ് ഉണ്ടോ. സയൻസിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സാധനം ശരിയാണെന്ന് നോക്കുക, വി വിൽ ഫാൾസിഫൈ അല്ലെ. നമ്മളത് തെറ്റാനുള്ള ചാൻസ്, ശരിയാണെന്ന് മാത്രമല്ല നമ്മൾ തെറ്റാവാനുള്ള ചാൻസസ് കൂടി എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പൊ തെറ്റാവാനുള്ള ചാൻസസ് അതിനകത്തുണ്ടോ, ആ ചാൻസസ് അതിനകത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പിന്നെ വെറുതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റാക്കി എടുക്കരുത്. ആൻഡ് ദ ഫൈനൽ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റൂൾ ഓഫ് എലിമിനേഷൻ ഈസ് ദാറ്റ് ലാംഗ്വേജ്. UPSCയുടെ ലാംഗ്വേജ് ആണ് എലിമിനേഷന്റെ ഏറ്റവും, ഈ ലാംഗ്വേജിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും കൃത്യമായിട്ട് നോക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് റീഡ് ചെയ്യുക, മൾട്ടിപ്പിൾ റീഡിങ് ചെയ്യുക, ഒരുപാട് തവണ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ റീഡ് ചെയ്ത് അതിൽ നിന്ന് ഒബ്സർവ് ചെയ്ത് കീവേഡ്സ് എന്ത് ചെയ്യുക, നമ്മൾ എടുത്തു കളയുക എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി വൈ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് റൂൾസ്. ബിക്കോസ് ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് കാര്യത്തിന് പോകുമ്പോഴും അല്ലെ, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നീന്താൻ പഠിക്കാൻ പോവാണ്, എടുത്ത് ആദ്യം തന്നെ വെള്ളത്തിൽ ചാടിച്ചിട്ടല്ല ട്രെയിനർ എന്ത് ചെയ്യുക, നീന്തിപ്പിക്കുക. നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം സ്വിമ്മിംഗ് പഠിക്കുന്നതിന് മുന്നേ സ്വിമ്മിങ്ങിന്റെ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ അതിനെക്കാട്ട് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകാന്ന് വിചാരിക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ നേരെ പോയിട്ട് അച്ചെടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കില്ല. ആദ്യം നിങ്ങൾ കൊണ്ട് ലേണേഴ്സ് എഴുതിപ്പിക്കും. ലേണേഴ്സ് എഴുതിയതുകൊണ്ട് അല്ലെങ്കിൽ ലേണേഴ്സ് പാസ് ആയതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നല്ല ഡ്രൈവർ ആവില്ല. ലേണേഴ്സ് എന്ന് പറയുന്നത് ആകെ സിമ്പിൾസ് കണ്ടാൽ മനസ്സിലായി, എന്താണ് സ്റ്റിയറിംഗ്, ഇതെന്താന്ന് മനസ്സിലായി. പക്ഷെ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ലേണേഴ്സ് പാസ്സായ ഒരാൾക്ക് അറിയില്ല. ലേണേഴ്സ് എടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ തന്നെയാണ് എലിമിനേഷൻ ടെക്നിക്സും. യു ആർ ഓൺലി അണ്ടർസ്റ്റാൻഡിങ് റൂൾസ് നൗ ബൈ പ്രാക്ടീസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിത് പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനിയുള്ള അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഓരോ ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്ത് പോവാം. സോ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഫസ്റ്റ് ഡേ ബേസിക്കലി എല്ലാവർക്കും കുറച്ചുകൂടി കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു മെത്തേഡ്സിലേക്ക് പോവാം. സോ കഴിഞ്ഞ വർഷത്തെ ഇനി അനദർ ഹൗ ദ പ്രോഗ്രാം ഗോസ്. പ്രോഗ്രാം പോകുന്നത് ബേസിക്കലി 10 ഡേയ്സിലേക്കാണ് പ്രോഗ്രാം. ആക്ച്വലി വി പ്ലാൻ ഫോർ 10 days. സോ പക്ഷേ 10 days ഒക്കെ നിൽക്കുമോ എന്നുള്ള ചെറിയ സംശയം എനിക്കുണ്ട്. ചിലപ്പോൾ 1-2 days കൂടിയേക്കാം. പക്ഷെ ഹവർ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ഓരോ ദിവസവും ഓരോ ടെക്നിക്സ് ആയി പഠിപ്പിക്കുക. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ടെക്നിക്കുകൾ ചിലപ്പം ഇതിനകത്ത് നമ്മൾ ഇടയിൽ ആഡ് ചെയ്ത് പഠിച്ച് പോകേണ്ടി വരും. കാരണം ചില ക്വസ്റ്റ്യൻസ് ചെയ്യാൻ മറ്റ് ടെക്നിക്സുകളോട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്.
ആൻഡ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻസ് PYQs ആണ് നമ്മൾ ഇനിഷ്യലി നോക്കുന്നത്. ആൻഡ് മോസ്റ്റ്ലി PYQന്റെ ആൻസർ എല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും. ആൻസറിന് നമുക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. നെവർ ടോക്ക് അബൌട്ട് ആൻസർ. നമ്മൾ ഇവിടെ ഓപ്ഷൻ A ആണോ B ആണോ നിങ്ങൾ ആരും വിളിച്ചു പറയണ്ട. അതിനെ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല, അതിനെ പറ്റിയുള്ള ഒരു ഇത് പ്രോഗ്രാം അല്ല ഇത്. നിങ്ങൾക്ക് ആൻസർ അറിയാമായിരിക്കും, പക്ഷെ നിങ്ങൾ പറയേണ്ടത് എങ്ങനെ ആൻസറിലേക്ക് എത്തി എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. ദാറ്റ് മെത്തേഡാണ് മാറ്റർ ചെയ്യുന്നത്. ആൻസർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി കീ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി അതിന് പുറമെ വി ഓൾസോ ഹാവ് സം അതർ ക്വസ്റ്റ്യൻസ് വിച്ച് വി ഹാവ് ടേക്കൺ ഫ്രം മൾട്ടിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇറ്റ്സ് നോട്ട് ഫ്രം റൈസപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാത്രം ക്വസ്റ്റ്യൻസ് അല്ല, പല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും പല ടെസ്റ്റ് സീരീസിൽ നിന്നും എടുത്തുള്ള ക്വസ്റ്റ്യൻസ്, സോ ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വൽ ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സോ ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ വി വിൽ ഓൾസോ ട്രൈ ടു ഡു സം ക്വസ്റ്റ്യൻ ഫ്രം ദ ക്ലാസ് ഇറ്റ് സെൽഫ്. അതിനുശേഷം വി വിൽ ബി ഗിവിംഗ് യു ദാറ്റ് പർട്ടിക്കുലർ വർക്ക്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രാത്രി അത് കഴിഞ്ഞതിന് ശേഷം ട്രൈ ടു അപ്ലൈ ഇറ്റ്. നിങ്ങൾ ഇത് ചെയ്ത മെത്തേഡ് വെറുതെ നിങ്ങൾ ആൻസറിലേക്ക് എത്തരുത്. ഇവിടെ എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് ഇപ്പോൾ ഫാക്ച്വലി നോളജ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫാക്ച്വലി നോളജിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടി, ആ നോളജ് അങ്ങ് മാറ്റി വെക്കുക. നിങ്ങൾക്ക് ഇനി അത് അറിയില്ല, ഇനി ആ നോളജ് ഉപയോഗിക്കാതെ ആ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റി എപ്പോഴും ആലോചിക്കുക. നമ്മൾ നോളജ് കിട്ടുമ്പോൾ നമ്മൾ ബ്ലൈൻഡ് ആവും, അപ്പൊ നമ്മൾ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് പോകും. പക്ഷെ എന്ത് ചെയ്യും, പുതിയൊരു സാധനം വരുമ്പോൾ നമുക്ക് അത് ട്രെയിൻഡ് ആവില്ല. സോ ടു ട്രെയിൻ യുവർ മൈൻഡ് സെറ്റ്, എല്ലാ സമയത്തും ഒരു നോളജ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ നോളജിനെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഉത്തരത്തിലേക്ക് പോവുക. അപ്പൊ ടെസ്റ്റ്, ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഡെയിലി എന്ത് ചെയ്യുന്ന ടെസ്റ്റ് തരുന്ന ആ ടെസ്റ്റിലും ബേസിക്കലി നിങ്ങൾ വീട്ടിൽ പോയതിനു ശേഷം എന്താ ചെയ്യേണ്ടത്, നിങ്ങളെ നോളജിൽ ഉത്തരം അറിയെങ്കിൽ എല്ലാം ഗുഡ്, വെരി ഗുഡ്. നമുക്ക് ആൻസർ അങ്ങനെ അറിയുന്ന ഒരു 10 ക്വസ്റ്റ്യൻ UPSC കിട്ടും, അത് നമുക്ക് ആഡ് ഓൺ ആണ്, അതായിക്കോട്ടെ. പക്ഷെ ഇപ്പം നിങ്ങൾ ആൻസർ എന്ത് ചെയ്യരുത്, നോളജ് ബേസ്ഡിൽ പോകരുത്. ലെറ്റ്സ് ഡു ഇറ്റ് ഫ്രം ദി ടെക്നിക്കൽ വീൽ, എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട് എന്നുള്ളത് ആലോചിക്കാം. ഓക്കെ, ഇനി വഴിയെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന എന്തെങ്കിലും ക്ലാസ്സിന്റെ ഇടയിൽ നമുക്ക് പറഞ്ഞു പോവാം. ഇനി ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് നമ്മൾ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് പർട്ടിക്കുലർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിറ്റി ട്രാപ്പ് ആണ്. എക്സ്ട്രീമിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റുകൾ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാം, കുറെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കാം. UPSC പൊതുവെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഓൾവേസ്, നെവർ, ഓൺലി, കംപ്ലീറ്റ്ലി, ഓൾ, നൺ, ഇങ്ങനെയൊക്കെ പറയുന്നത് ബേസിക്കലി ഒരു എക്സ്ട്രീം ആണ് അല്ലെ. എക്സ്ട്രീം എന്ന് പറയുന്നത് എന്താണ്, UPSC പൊതുവെ ബാലൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ബാലൻസ് സ്റ്റേറ്റ്മെന്റുകളായിരിക്കും പൊതുവെ ഉത്തരങ്ങൾ ശരിയാവുക. വളരെ അറ്റത്ത് വളരെ എക്സ്ട്രീം ആയിട്ട് നിൽക്കുന്നത്, ഒരു പോസിബിലിറ്റി ഭയങ്കരമായിട്ട് നാരോ പോസിബിലിറ്റി ആക്കുന്നത് എപ്പോഴും തെറ്റാവാനായിരിക്കും ചാൻസസ്. കാരണം എക്സ്ട്രീം എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ അറ്റത്താണ്, അത് തെറ്റാവാൻ വേണ്ടി ഒരു ഐറ്റമോ 2 ഐറ്റമോ കണ്ടെത്തി കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകും. അപ്പൊ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പൊതുവെ ഒഴിവാക്കാം. അതിനർത്ഥം ഈ വേർഡ്സ് ഉള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എന്തല്ല, തെറ്റാണ് എന്നുള്ളതല്ല. ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, സബ്ജക്ട് എന്താണ്, അതിന്റെ PYQ പാറ്റേൺ എന്താ, ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം വേണം നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ ത്രൂ ഔട്ട് ദ ട്രെയിനിങ് നമ്മൾ അതും എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു പാറ്റേൺ നിങ്ങൾക്കും നമ്മൾ എന്ത് പതുക്കെ പറഞ്ഞു തരുന്നുണ്ടാവും. സോ ഒരു 1 ഡേ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതിനകത്ത് നാളെ തൊട്ട് നിങ്ങൾ എലിമിനേറ്റർ ആവും എന്നുള്ള സാധനം വിചാരിക്കുന്നത്. ബട്ട് ബൈ ദി എൻഡ് ഓഫ് ദി ക്ലാസ്, അതായത് ഒരു 10 days കൊണ്ട് എന്ത് ചെയ്യും, യു വിൽ സ്റ്റാർട്ട് ഇംപ്ലിമെന്റിങ്. നിങ്ങൾ സ്വയം അത് ചെയ്തു തുടങ്ങാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് ഡേ തൊട്ട് എന്ത് ചെയ്യരുത്, നാളെ തൊട്ട് നിങ്ങൾ വലിയൊരു എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഓൾറെഡി നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. സോ വിൽ സ്റ്റാർട്ട് ഫ്രം ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക, വളരെ കെയർഫുൾ ആയിട്ട് വായിച്ചു പോവുക. അതിൽ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ എന്തുകൊണ്ട് ആ പർട്ടിക്കുലർ ആൻസറിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, അസർഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇങ്ങനത്തെ അസർഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻസിനെ ചെയ്യാൻ എല്ലാവർക്കും അറിയും. ഇതിനകത്ത് ഈ ഒരു ടെക്നിക് ബേസിക്കലി എന്താണ് ഇവിടെ നോക്കേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് ആൻഡ് 1 കറക്റ്റ് എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ് 1 അല്ലെങ്കിൽ 2 എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് എക്സ്പ്ലെയിൻ 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ റിലേഷൻ മനസ്സിലാക്കുന്നത്? പൊതുവെ ചില ആളുകൾക്ക് അത് ടഫ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവോ? ഓക്കെ, ഒരാൾക്ക് അറിയാത്തുള്ളൂ അല്ലെ, ഒരാൾ കൈ താത്താൻ കാത്തിരിക്കുകയായിരുന്നു. ഓക്കെ ഫൈൻ. സോ ബേസിക്കലി ഓക്കെ ഞാൻ ജസ്റ്റ് പറയാം. ഇപ്പൊ ഇതിനകത്ത് ബേസിക്കലി നമുക്ക് മനസ്സിലായി, ഇതിനകത്ത് ഈ ഒരു പർട്ടിക്കുലർ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉത്തരം കിട്ടും. കാരണം 2 സ്റ്റേറ്റ്മെന്റും റോങ് ആണ് അല്ലെ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്തില്ല. ഒന്നുകിൽ 2 ഓപ്ഷനും റൈറ്റ് ആവണം, അതേപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷന്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻസും എന്ത് ചെയ്യണം, കറക്റ്റ് ആയിരിക്കണം. എക്സ്പ്ലനേഷൻ ആവാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ 2 ഇൻഡിപെൻഡന്റ്ലി എന്താവാം, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ ഓപ്ഷൻ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് പക്ഷെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്.
നാലാമത്തെ ഓപ്ഷൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, രണ്ടാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഉത്തരം തെറ്റാന്ന് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ ഓപ്ഷൻ ഒന്നുമില്ല, 100% നിങ്ങൾക്ക് ഷുവർ ആയിട്ട് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് പോവാം. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇൻഡിപെൻഡന്റ്ലി കറക്റ്റ് ആണ്, പക്ഷെ അതിന് എക്സ്പ്ലനേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ബി ആയിരിക്കും. രണ്ടും ഇൻഡിപെൻഡന്റ്ലി കറക്റ്റുമാണ്, അതേപോലെ ബി എന്ത് ചെയ്യുന്നുണ്ട്, എന്റെ റീസൺ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും, എ ആയിരിക്കും ഉത്തരം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്റ്റേറ്റ്മെന്റ് തരാം. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ബേസിക്കലി ഫോർ എക്സാമ്പിൾ എനിക്ക് രാവിലെ ബേസിക്കലി എനിക്ക് മീൻസ് രാവിലെ വിശന്നു എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയത്. എനിക്ക് രാവിലെ നല്ല വിശന്നു. ഓക്കെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ രാവിലെ പുട്ട് കഴിച്ചു. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാധനം അല്ലെ, രാവിലെ പുട്ട് കഴിച്ചു. ബേസിക്കലി പുട്ടാണ് ഞാൻ രാവിലെ കഴിച്ചതെന്ന് വിചാരിക്കുക. രണ്ടാം സ്റ്റേറ്റ്മെന്റ് ഞാൻ രാവിലെ പുട്ട് കഴിച്ചു. ഓക്കെ, ഇതിനകത്ത് ഏതായിരിക്കും ഇതിന്റെ ആൻസർ, എ ആണോ ബി ആണോ? ഇത് രണ്ടും ശരിയാണെന്ന് വിചാരിക്കുക. എനിക്ക് നല്ല വിശന്നോട്ടുണ്ട്, ഞാൻ രാവിലെ ഫുഡും കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സിയും ഡിയും അല്ല, ഇതിൽ എ ആണോ ബി ആണോ ആൻസർ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എനിക്ക് രാവിലെ വിശന്നു, രണ്ടാം സ്റ്റേറ്റ്മെന്റ് രാവിലെ ഞാൻ പുട്ട് കഴിച്ചു. രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. എ ആണ് ആൻസർ എന്ന് പറയുന്നു, ബി ആണെന്ന് ആൻസർ എന്ന്. എ ആണ് ആൻസർ പറഞ്ഞവർ എന്തുകൊണ്ടാണ് എ എന്ന ആൻസർ പറഞ്ഞതെന്നൊന്ന് പറയാമോ? ബി പറയുന്നുണ്ട്, എ പറയുന്നുണ്ട്, കൺഫ്യൂസ്ഡ് ആണ് അപ്പൊ എല്ലാവരും അല്ലെ. ചില ആളുകൾക്ക് അത് എ ആണ്, ചില ആളുകൾക്ക് അത് ബി ആണ്. കുറെ പേര് ബി പറയുന്നുണ്ട്, ഇപ്പൊ ഇടയിൽ എയും വരുന്നുണ്ട്. ബോത്ത് കറക്റ്റ് ആണ്, പക്ഷെ അതിൽ രണ്ട് കറക്റ്റ് ആണ്. എ എക്സ്പ്ലെയിൻസ് ബി, എ ബി ഇസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് എ ആണെന്ന് പറയുന്നു. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് രാവിലെ വിശന്നു എന്നുള്ളതാണ്. ബി എക്സ്പ്ലെയിൻസ് എ എന്നാണ് പറയുന്നത്. ഞാൻ രാവിലെ പുട്ട് കഴിച്ചത് കൊണ്ടാണോ എനിക്ക് വിശന്നിട്ടുള്ളത്, അതോ വിശന്നത് കൊണ്ടാണോ ഞാൻ രാവിലെ പുട്ട് കഴിച്ചത്? ഒന്നാലോചിച്ച് നോക്കിയേ. അതായത് ഇത് പ്രകാരം എന്താ പറയുന്നത്, ബി എക്സ്പ്ലെയിൻസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ഞാൻ രാവിലെ പുട്ട് കഴിച്ചു, അതുകൊണ്ട് എനിക്ക് രാവിലെ വിശന്നു എന്നാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. അതോ തിരിച്ചല്ലേ, എനിക്ക് രാവിലെ വിശന്നത് കൊണ്ടല്ലേ ഞാൻ ആക്ച്വലി പുട്ട് കഴിച്ചത്? ഓക്കെ, മനസ്സിലായോ? നമ്മൾ കണ്ടെത്തേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കാരണമാണോ എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്കിവിടെ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്, ഞാൻ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഇൻഡിപെൻഡന്റ്ലി കറക്റ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ പുട്ട് കഴിച്ചു, പക്ഷെ അതുകൊണ്ട് എനിക്ക് വിശന്നു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ബി ഒരിക്കലും എനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇനി സ്റ്റേറ്റ്മെന്റ് നേരെ മാറ്റുവാണ്. ബേസിക്കലി സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ രാവിലെ പുട്ട് കഴിച്ചു എന്നാക്കി. സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ വിശന്നു എന്നുള്ളതാക്കി. ഇനി നോക്കിക്കേ, എ ആയിലെ ആൻസർ, എനിക്ക് രാവിലെ വിശന്നു, അതുകൊണ്ട് ഞാൻ രാവിലെ പുട്ട് കഴിച്ചു. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? യെസ്. ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ടത് എന്നാണ് ഈ ചോദ്യം. നമുക്ക് മനസ്സിലാവേണ്ടത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നടക്കാനുള്ളതിന്റെ കാരണം, ദാറ്റ് മീൻസ് കോസ് എന്താണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണോ അല്ല എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കോസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നടക്കാനുള്ള കാരണം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് നോക്കണം. ഒരിക്കലും എന്ത് നോക്കണ്ട, എഫക്റ്റ് ആണോ നോക്കരുത്. ചില സമയത്ത് വേറൊരു സാധനത്തിന്റെ എഫക്റ്റ് ആയിരിക്കും ഇത്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എഫക്റ്റ് ആയിരിക്കും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുക. അപ്പം ഉത്തരം എന്തായിരിക്കും, ബി എ വരുള്ളൂ. പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കാരണമാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം എ ആയിരിക്കും. ഓക്കെ, എഫക്റ്റ് നോക്കരുത്, കോസ് നോക്കണം. കോസ് എന്ന് പറയുന്നത് എന്താണ്, സംഭവിക്കാനുള്ള കാരണം. സംഭവിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് എഫക്റ്റ് അല്ലെ. ആ എഫക്റ്റ് അല്ല നമുക്ക് ഇവിടെ നോക്കേണ്ടത്, നമുക്കിവിടെ കോസ് ആണ് നോക്കേണ്ടത്. അപ്പൊ കോസ് ആണോ, ബി എന്ന സ്റ്റേറ്റ്മെന്റിന്റെ കോസ് ആണോ എ എന്ന് പറയുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അത് ഒരു ഓളത്തിൽ നിങ്ങൾക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും പോയി. ഇനി ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ വായിക്കുമ്പോൾ ഒരിക്കലും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യം വായിക്കരുത്, ഫസ്റ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുക. ഫസ്റ്റ് റീഡ് ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ 26 നവംബർ 1949 ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന് പറഞ്ഞ് പ്രിപ്പയർ എ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു വേർഡ് ആഡ് ചെയ്ത് നോക്കുക, ബിക്കോസ് ഓഫ് ദാറ്റ്, ഈ പർട്ടിക്കുലർ സാധനം കൊണ്ട്, ബിക്കോസ് ഓഫ് ദാറ്റ്, ദെൻ യു റീഡ് എക്സ്പ്ലനേഷൻ എ. സ്റ്റേറ്റ്മെന്റ് എ വായിക്കുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കുക, ഐ മീൻ സ്റ്റേറ്റ്മെന്റ് 1 വായിക്കുക. സോ സ്റ്റേറ്റ്മെന്റ് 1 വായിച്ചു കഴിയുമ്പോൾ
നിങ്ങൾക്ക് ലിങ്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആൻസർ എ ആയിരിക്കും, ലിങ്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ആൻസർ ബി ആയിരിക്കും. സോ ഫസ്റ്റ് ചെക്ക് ദി സ്റ്റേറ്റ്മെന്റ് ഇൻഡിപെൻഡന്റ്ലി, രണ്ടും കറക്റ്റ് ആണോ നോക്കുക. കറക്റ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയേണ്ടത് എ ആണോ ബി ആണോ എന്നുള്ളതാണ്. അപ്പൊ ആദ്യം എന്ത് വായിക്കണം? ആദ്യം സംഭവിക്കുന്നത് ബി ആയിരിക്കണം. ഓക്കെ, ഇവിടെ ആദ്യം സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് വിശന്നു എന്നുള്ളതായിരിക്കണം ആദ്യം സംഭവിക്കേണ്ടത്. അപ്പൊ അത് ബി ആയിരിക്കണം. അപ്പൊ ബി സ്റ്റേറ്റ്മെന്റ് ആദ്യം വായിക്കുക, എന്നിട്ട് ബിക്കോസ് ഓഫ് ദാറ്റ് എ സംഭവിച്ചോ എന്നുള്ളത് നോക്കുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെങ്കിൽ തംസ് അപ്പ് തരുമോ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിട്ടാ. ഇല്ലാന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇനി ഫൈൻ, ജിഷ്ണു പറഞ്ഞോ. ആ തംസ് അപ്പ് അല്ലേ അത്? ഓക്കെ ഫൈൻ. ഇനി ഫോർ എക്സാമ്പിൾ ഇനി ഇതിന്റെ ഉത്തരം നോക്കി, ഇതിന്റെ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ഇതിന്റെ ഉത്തരം എന്തായിരിക്കും എന്ന് നോക്കി, വായിച്ചു നോക്കിക്കൊന്ന്. The Constitution Day is celebrated on 26th number every year to promote a constitutional values among citizens. സി ആണെന്ന് പറയുന്നു. ആൻസർ പറയണ്ട, റീസൺ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ആൻസർ ആദ്യം തന്നെ പെട്ടെന്ന് ചാടിക്കറി നിങ്ങൾ പറയണേ, ഞാൻ ചോദിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി. കാരണം അപ്പൊ ബാക്കിയുള്ളവർ പിന്നെ തിങ്ക് ചെയ്യില്ല. അതാണ് ഒറ്റ പ്രോസസ്സ്. നിങ്ങൾക്ക് ആൻസർ അറിയാമായിരിക്കും, അത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ അറിയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് 26 നവംബർ 94. അത് ബേസിക്കലി ഇനി നിങ്ങൾക്ക് നോളജ് അറിയാലോ, ഇനി നിങ്ങൾ നോളജ് ഒന്ന് മാറ്റിച്ച് 26 നവംബർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണെന്ന് നിങ്ങൾക്ക് അറിയില്ല, എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല, അത് മാറ്റി വെച്ചു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓൺ 26 നവംബർ 1949 the Constitutional Assembly set up the chairmanship of Dr. B.R. Ambedkar to prepare a draft constitution of India. ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്ത പുള്ളിയാണെന്നൊക്കെ എനിക്കറിയാം ബേസിക്കലി. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് നോളജ് ഇല്ല, എനിക്ക് നോളജ് ഇല്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നോക്കാൻ വേണ്ടി ഇവിടെ എന്തെങ്കിലും ഫാക്ടർ നിങ്ങൾക്ക് ഉണ്ടോ? ഒരു ഫാക്ടറും ഇല്ല അല്ലെ, കാരണം നമുക്ക് നോളജ് ഇല്ലല്ലോ. 26 നവംബറിലാണ് ഇത് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും അറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ ശരിയാണോ നോക്കാൻ നിങ്ങൾക്ക് നോളജ് പ്രകാരം ഉണ്ടായിരിക്കും, ലോജിക്ക് പ്രകാരം നിങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചോളം ഇത് വെറുതെ ഭയങ്കര ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഐ കീപ് ഇറ്റ് ദയർ. ശരിയാണെന്ന് ഞാൻ വെറുതെ വിചാരിക്കുന്നു, എനിക്ക് അറിയില്ല, അവിടെ കിടക്കട്ടെ. രണ്ടാം സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ 26 നവംബർ 1949 a Constitutional Assembly of India set up a draft committee under the chairmanship of Dr. B.R. Ambedkar to prepare a draft constitution of India. ഇവിടുത്തെ പ്രശ്നം എന്താ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇവിടെ? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. ഡ്രാഫ്റ്റ് ചെയ്ത ദിവസം തന്നെയാണോ സെലിബ്രേഷൻ നടക്കുമല്ലോ എന്നുള്ളത് അല്ലെ? ഡ്രാഫ്റ്റ് ചെയ്ത് തന്നെയാണോ നടക്കുമോ എന്നുള്ളതാണ് വേറെ ചോദ്യം. പക്ഷെ എനിക്ക് അറിയില്ലല്ലോ എന്നാ ഡ്രാഫ്റ്റ് ചെയ്ത് എന്നുള്ളത്, അതിന്റെ ഒരു പ്രശ്നമല്ലേ? എക്സാക്ട് ഡേറ്റും അതൊരു പ്രശ്നമല്ലേ? ശരിക്കും ആലോചിച്ച് നോക്കി, എക്സാക്ട് ഡേറ്റ് തന്നാൽ ഇപ്പൊ എന്താ പ്രശ്നം? ഡ്രാഫ്റ്റ് ചെയ്തൊരു ഡേറ്റ് അങ്ങ് കൊടുത്തു. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഒന്നുകൂടി ക്ലോസ് ആയി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, എന്നാണ് റിപ്പബ്ലിക് ഡേ? 1949 26 നവംബർ 1949 റിപ്പബ്ലിക് ഡേ. 1950 26 ജാനുവരി ആണ് നമ്മൾ റിപ്പബ്ലിക് ഡേ. 26 നവംബർ 1949 നമ്മൾ ഡ്രാഫ്റ്റ് കമ്മിറ്റി ഉണ്ടാക്കി, അതായത് എഴുതാനുള്ള കമ്മിറ്റി രൂപീകരിച്ചു. 2 മാസം കൊണ്ട് അംബേദ്കർ എന്ത് ചെയ്തു? രാത്രിയും പകലും ഇരുന്നിട്ട് 350 ആർട്ടിക്കിൾ ഇരുന്ന് എഴുതി തീർത്തു 2 മാസം കൊണ്ട്. അതായത് 1950 എന്ന് പറയുന്നത് 26 ജനുവരി ആണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നം അപ്പോയിന്റ് ചെയ്ത ഡേറ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല അല്ലേ? ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? We can't understand that because എനിക്ക് നോളജ് ഇല്ല. ഞാൻ പറഞ്ഞു we do not have any knowledge, but I know that writing a constitution, one of the borrowing constitution which is a large constitution, 2 മാസം കൊണ്ട് അംബേദ്കർ 26 നവംബർ 1949 തുടങ്ങിയിട്ട് ജനുവരി 26 ആകുമ്പോൾ ഒന്ന് എന്ത് ചെയ്യണം, എഴുതി ഇതൊരു ബുക്കാക്കി പ്രിന്റെങ്കിലും എടുക്കണ്ടേ? അതിനുള്ള സമയമൊക്കെ ഈ 2 മാസം കൊണ്ട് അംബേദ്കറിനോട് പറ്റുമോ? ഒരാൾ കൊണ്ട് പറ്റുമോ? 2 വർഷം എടുക്കൂല എഴുതാൻ, 2.5 വർഷം എടുത്തില്ലേ? സോ ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം എന്ന് പറയുന്നത് UPSC എന്ത് മണ്ട ക്വസ്റ്റിനാ ചോദിച്ചോക്കെ. ഒന്ന് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം, അല്ലെ മ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അൺമ്യൂട്ട് ചെയ്തോട്ടോ, എന്നിട്ട് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. സോ എക്സാക്ട്ലി എന്ത് ചെയ്യാം, നമുക്ക് പറയാം 2 മാസം കൊണ്ട് ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തീരില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, കാരണം 26 നവംബർ നമുക്ക് ശരിക്കും നമുക്ക് അറിയാം 26 നവംബറിന് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ആണ്. ശരിക്കും നിങ്ങൾ പ്രിലിംസിൽ അറിഞ്ഞിരിക്കണം, പ്രയാമ്പിൾ വായിക്കുമ്പോൾ ഓൺ ദിസ് 26th day of November 1949 we adopted and enacted our constitution എന്നാണ് പ്രയാമ്പിൾ എൻഡ് ചെയ്യുന്നത്. സോ ഒരു UPSC ആസ്പിറന്റ് അറിഞ്ഞിരിക്കണം. ഇനി അറിയില്ല എങ്കിലും UPSC വിചാരിക്കുകയാണ്, UPSC വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ അറിയില്ലെങ്കിൽ ഈ മണ്ടൻ പാസ്സായിക്കോട്ടെ, കുഴപ്പമില്ല, അങ്ങനെയാണ് UPSC വിചാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് നിങ്ങൾ എന്ത് ചെയ്യാം, 2 മാസം കൊണ്ടുള്ള ഗ്യാപ്പ് എന്ത് ചെയ്യാം, ഒഴിവാക്കാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഓക്കെ, ഉത്തരത്തിന്റെ ഓപ്ഷൻ പറയണ്ട കേട്ടോ, നിങ്ങൾ ഉള്ളിലുള്ളത് നിങ്ങൾ വിചാരിച്ചാൽ മതിയേ. അതാണ് ബേസിക്കലി അതിന്റെ ഒരു കാര്യം. ഇവിടെ നമ്മൾ അറിയേണ്ടത് ബേസിക്കലി ഇതിലൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. 2 മാസം. എന്തുകൊണ്ടാണ് ഇത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്? 2 മാസം കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി എന്നാണ് ഇവർ പറയുന്നത്, വിച്ച് ഈസ് വെരി എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ടാണ് ഞാൻ എലിമിനേറ്റ് ചെയ്തത്. ഓക്കെ, അല്ലാതെ എനിക്ക് ഗസ് അല്ല, മറ്റേ നമുക്ക് തോന്നലുകൾ മാത്രമാണ്, ഗസ് അല്ല. എനിക്ക് തോന്നുന്നു അത് ഉറപ്പാണ് 2 മാസം കൊണ്ട് പറ്റില്ല. ക്ലിയർ. രണ്ടാമത്തെ ദിവസം നോക്കിയേ, with reference to the Constitution of India, if an area is a state, is declared as a scheduled area under 5th schedule. Okay, state government loses its executive power in such area and a local body assumes total administration. Union government can take over the total administration of such area under certain circumstances on the recommendation of the governor. ആൻസർ പറയണ്ട, ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ അതിന്റെ റീസൺ പറഞ്ഞാൽ മതിയേ. ഒന്ന് വായിച്ചു നോക്കിക്കോ, ആൻസർ ഒന്ന് ആലോചിക്കാം. കൃത്യമായിട്ട് ആ സ്റ്റേറ്റ്മെന്റിലൂടെ വായിച്ചു നോക്കുക. ഫസ്റ്റ് റൂൾ എന്താണ്? ആസ്ക് വൈ UPSC ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ. ശരിക്കും ഞാനൊരു ജേർണലിസ്റ്റായി, എനിക്ക് എന്തായിരിക്കും അറിയേണ്ടി വരിക UPSCന്റെ ഭാഗത്ത് നിന്ന്? UPSC ഞാൻ എന്തറിയണം എന്നാണ് UPSC എക്സ്പെക്ട് ചെയ്യുന്നത് എന്നിൽ നിന്ന്? ഓക്കെ, വായിച്ചല്ലോ. ഡിക്ലെയർഡ് ആസ് ഫസ്റ്റ് ഷെഡ്യൂൾ എന്താ നമ്മൾ വായിച്ചു, 5th ഷെഡ്യൂൾ ആണെന്ന് പറഞ്ഞു, മനസ്സിലായി. 5th ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം ഷെഡ്യൂൾഡ് അല്ലെ ഏരിയാസിനെ പറ്റിയാണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ട്രൈബൽ ഷെഡ്യൂൾഡ് ഏരിയ എന്ന് നമുക്ക് മനസ്സിലായി. 5th ഷെഡ്യൂൾ ആൻഡ് 6th ഷെഡ്യൂൾ അത് എന്തായാലും പഠിച്ചിട്ട് പോകണം. എല്ലാ വർഷവും ഇതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ മേജർ സാധനങ്ങളും പറഞ്ഞുതരാം. എല്ലാ വർഷവും 5th ഷെഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, അത് തെറ്റിക്കരുത്. അത് തെറ്റിച്ചാൽ പ്രിലിംസ് ആണ് ഔട്ട് ആവും. ഇതാണ് പ്രിലിംസ് ഔട്ട് ആവുക. അപ്പൊ 5th ഷെഡ്യൂൾ എവറി ഇയർ 1 ക്വസ്റ്റ്യൻ, എവറി ഇയർ യു ടേക്ക് ലാസ്റ്റ് 25 years there will be 25 questions like that. അത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. സോ സ്റ്റേറ്റ് ഗവൺമെന്റ് ലൂസസ് ഇറ്റ്സ് എക്സിക്യൂട്ടീവ് പവർ ഇൻ സച്ച് ആൻ ഏരിയ, എ ടോട്ടൽ ഏരിയ ലോക്കൽ ബോഡി അസ്യൂംസ് ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ. ബേസിക്കലി ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ, ഇവിടെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയാം. പക്ഷെ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അനദർ ടെക്നിക് വിച്ച് ഇസ് നോൺ ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ കൺസിസ്റ്റൻസി. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു കൺസിസ്റ്റൻസി വേണം. ഓക്കെ, വെറുതെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു തോന്നിയ പോലെ ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കുമ്പം നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായ ഏരിയ എന്ന് പറയുന്നത് ഞാൻ പറയാം ഏതാണ്? ആർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു? സ്റ്റേറ്റ് എമർജൻസി വരുമ്പം ആരാണ് റൂൾ ഏറ്റെടുക്കുന്നത്? സെൻട്രൽ എമർജൻസി അത് യൂണിയൻ ഗവൺമെന്റ് ആണോ, പ്രസിഡന്റ് ആണോ, ഇനി പാർലമെന്റ് ആണോ? ഓരോ സ്ഥലത്തും എങ്ങനെയാണ് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വരാറില്ല. എപ്പോഴും പഠിക്കുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എപ്പോഴും ഇങ്ങനെ മറ്റേ സ്റ്റേറ്റ് എമർജൻസിക്ക് ഇത് ഇങ്ങനെ വരും, അതിനത് വരും എന്നുള്ളതായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ അല്ലേ? ഇവിടെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു കൺസിസ്റ്റൻസി വേണം. അതായത് തോന്നിയ സ്ഥലത്ത് തോന്നിയ പോലെ എന്തായാലും പറയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഇന്നർ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത് മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷന്റെ കൺസിസ്റ്റൻസി നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് 3 ബോഡീസ്: എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റർ, ജുഡീഷ്യറി. എക്സിക്യൂട്ടീവ് വിൽ എന്ത് ചെയ്യുന്നു? ലെജിസ്ലേറ്റർ വിൽ എനാക്ട് ദ ലോ. എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യും? ലെജിസ്ലേറ്റർ എനാക്ട് ചെയ്യും. എക്സിക്യൂട്ടീവ് അത് ഇംപ്ലിമെന്റ് ചെയ്യും. ജുഡീഷ്യറി അത് ഇന്റർപ്രറ്റ് ചെയ്യും. ഈ ഫംഗ്ഷൻസ് തമ്മിൽ കോൺട്രാഡിക്ഷൻസ് വരില്ല. ഫോർ എക്സാമ്പിൾ, ലെജിസ്ലേറ്റർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലെജിസ്ലേറ്റർ ചെയ്യേണ്ട ഫംഗ്ഷൻസ് ലെജിസ്ലേറ്റർ തന്നെയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട ഫംഗ്ഷൻ എക്സിക്യൂട്ടീവ് ആയിരിക്കും ചെയ്യേണ്ടതിരിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, സ്റ്റേറ്റ് എമർജൻസിന്റെ സമയത്ത് ഇഫ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ്സ് കംസ് അണ്ടർ പ്രസിഡന്റ് റൂൾ, ദി ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ ഓഫ് സ്റ്റേറ്റ് ആരായിരിക്കും അസ്യൂം ചെയ്യാം? ഇനി ഒരു കൺസിസ്റ്റൻസി വെച്ച് ആലോചിച്ച് നോക്കിക്കേ. സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ പോയി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ ആരെടുക്കണം? പാർലമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, പ്രസിഡന്റ് ആരായിരിക്കും? ഇഫ് എ സ്റ്റേറ്റ് ഈസ് കംസ് അണ്ടർ സ്റ്റേറ്റ് എമർജൻസി, ഞാൻ പറഞ്ഞു ദർ ഷുഡ് ബി എ കൺസിസ്റ്റൻസി. ലെജിസ്ലേറ്ററിന്റെ ഫംഗ്ഷൻ ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവിന്റെ ഫംഗ്ഷൻ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറിന്റെ ഫംഗ്ഷൻ ജുഡീഷ്യറി. നിഖിൽ പറയുന്നു പാർലമെന്റ്. എനി അതർ ഒപ്പീനിയൻ? പ്രസിഡന്റ് കൺഫ്യൂഷൻ വന്നു അല്ലെ? വേറെ ആളുകൾ? പാർലമെന്റ്. ഇഫ് ദ സ്റ്റേറ്റ് എമർജൻസി പ്രസിഡന്റ് റൂളിൽ വരിക എന്ന് പറയുമ്പം പ്രസിഡന്റ് റൂള് വരുമ്പോഴും ലെജിസ്ലേഷൻ ആരയിലാണ്? ഇറ്റ് ഈസ് കംസ് അണ്ടർ പാർലമെന്റ്. കാരണം എന്താണ്? ലെജിസ്ലേഷൻ ഫംഗ്ഷൻ ചെയ്യേണ്ടത് ലെജിസ്ലേറ്റർ ആണ്. അപ്പൊ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ ഓർക്കണം. ഇങ്ങനെ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ സാധനങ്ങൾ, നിങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്ന സാധനങ്ങൾ ഒരിക്കലും മറന്നുപോകില്ല. ഫോർ എക്സാമ്പിൾ, ജഡ്ജസ് ഓഫ് പാർലമെന്റ്, ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ടിനെ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് ആരാണ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണോ, പ്രസിഡന്റ് ആണോ, പാർലമെന്റ് ആണോ? ഇനി ഒന്ന് പറഞ്ഞേ.
അതായത് സുപ്രീം കോടതിന്റെ ജഡ്ജസിനെ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരാണ് ഇൻക്രീസ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ സുപ്രീം കോടതിന്റെ ജഡ്ജസിന്, അതാണ് നമ്മളിവിടെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. സുപ്രീം കോടതിന്റെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ ജഡ്ജസ് ആക്ടിലാണ് ബേസിക്കലി ജഡ്ജസ് നമ്പർ ഓഫ് ജഡ്ജസ് ആക്ടിലാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. ഒരു ആക്ട് ബേസ്ഡ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അത് എന്ത് ചെയ്യണം? അമെന്റ് ചെയ്യണം. അത് അമെന്റ് ചെയ്യാൻ അപ്പൊ ആർക്ക് മാത്രമേ പവർ ഉള്ളൂ? പാർലമെന്റിന് മാത്രമേ അമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് അത് പാർലമെന്റ് ആയിരിക്കും. ഇനി ഹൈക്കോർട്ടിന് അങ്ങനെ ഒരു ആക്ട് ഇല്ല. സ്വാഭാവികമായിട്ടും അത് ആരാ തീരുമാനിക്കുന്നത്? പ്രസിഡന്റ് ആണ് തീരുമാനിക്കുന്നത്. സോ ആക്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതും പാർലമെന്റ് ആയിരുന്നു തീരുമാനിക്കുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ കൺസിസ്റ്റൻസി ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. നമുക്ക് പല സ്ഥലത്ത് അപ്ലൈ ചെയ്യാം. ഒന്ന് ലിസ്റ്റ്. ഈ ലിസ്റ്റ് എന്താണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിലുള്ള സാധനം ഇതെന്തിനാന്ന് ഞാൻ ഓർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഗവൺമെന്റ് സ്കീംസ് വരുന്നു. ആ ഗവൺമെന്റ് സ്കീംസ് എങ്ങനെ എലിമിനേറ്റ് ചെയ്യണം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഏതിന്റെ സബ്ജക്റ്റ് ആ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായി കോൺട്രാഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാം ആ സ്കീംസിനെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ട് പറ്റും. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾക്ക് അതേപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ സ്ഥാനത്തിൽ ആരാണ് ലോ മേക്കിംഗ്, സ്റ്റേറ്റിന് അതിനകത്ത് അധികാരം ഉണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ ലിസ്റ്റ് അറിയെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അതിനകത്ത് എന്തെങ്കിലും കോമ്പിനേഷനിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അതേപോലെയാണ് ഫെഡറൽ സ്ട്രക്ചർ. യൂണിയൻ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇത് ഫെഡറൽ സ്ട്രക്ചർ. നമുക്ക് എന്തുകൂടി ഉണ്ട്? ലോക്കൽ ബോഡി ഉണ്ട്, പഞ്ചായത്ത് കൂടി ഉണ്ട്. ഈ യൂണിയൻ ഗവൺമെന്റ് സെപ്പറേറ്റ് പവർ ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് സെപ്പറേറ്റ് പവർ ഉണ്ട്. ഇവർക്ക് 3 പേർ കൂടിയുള്ള പവറിനെയാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പഞ്ചായത്തിന് എവിടുന്ന പവർ വരുന്നത്? സ്റ്റേറ്റ് സബ്ജക്റ്റിലുള്ള കുറച്ച് സാധനങ്ങൾ ആർക്ക് കൊടുത്തു? പഞ്ചായത്തിന് കൊടുത്തതാണ് ബേസിക്കലി പഞ്ചായത്തിന് പവർ വരുന്നത്, അല്ലെ? അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ 3 ലിസ്റ്റേ ഉള്ളൂ. യൂണിയൻ ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. പഞ്ചായത്ത് വന്നപ്പോൾ സ്റ്റേറ്റിൽ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് സാധനങ്ങൾ മച്ചാനെ താഴെയുള്ള കൊടുക്കുന്നതാണ് ബേസിക്കലി പഞ്ചായത്ത്. അപ്പൊ പഞ്ചായത്ത് എന്ന് വന്നപ്പോൾ എന്താ ശരിക്കും ചെയ്തത്? സ്റ്റേറ്റിലുള്ള കുറെ ഫംഗ്ഷനുകൾ ആർക്ക് കൊടുത്തു? പഞ്ചായത്തിന് കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റും പഞ്ചായത്തും തമ്മിൽ എന്തുണ്ടാവും? ചെറിയ ബന്ധം ഉണ്ടാവും. കാരണം ലിസ്റ്റിന് ഉള്ള അതേ സാധനങ്ങളാണ് പഞ്ചായത്തിന് കൊടുത്തത്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായി സ്റ്റേറ്റ് സമ്മതിക്കാത്തതുകൊണ്ടാണ് പഞ്ചായത്ത് രാജ് കുറെ ഡിലേ ആയി പോയത്, 1992 ആയത്. കാരണം അധികാരം ആരതാ പോവാ? സ്റ്റേറ്റിന്റെയാണ് പോവാ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പഞ്ചായത്തിന് കിട്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും പഞ്ചായത്തിന്റെ സബ്ജക്റ്റുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും കാര്യം വരുവാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെടുന്നതായിരിക്കും. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് ലൂസസ് ഇറ്റ്സ് എക്സിക്യൂട്ടീവ് പവർ ഇൻ സച്ച് ഏരിയാസ് ആൻഡ് എ ലോക്കൽ ബോഡി അസ്യൂംസ് ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ. അതായത് സ്റ്റേറ്റ് പഞ്ചായത്ത് വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്തെ ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റേറ്റ് എടുക്കുന്നതാണ്, അല്ലെ പഞ്ചായത്ത് എടുക്കുന്നതാണ് പറയുന്നത്. ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ, ദാറ്റ് മീൻസ് ടോട്ടൽ എന്ന് പറയുന്ന വേർഡ് എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് വെറുതെ ലോക്കലായിട്ട് ആലോചിക്കാം എന്തൊക്കെയുണ്ട്. പോലീസ് പഞ്ചായത്തിന്റെ കയ്യിലാണോ? അല്ല. ഇനി ഫോർ എക്സാമ്പിൾ അവിടുത്തെ വില്ലേജ് റവന്യൂ കളക്ഷൻ കംപ്ലീറ്റ്ലി പഞ്ചായത്തിന്റെ കീഴിലല്ല. ഓക്കെ, സോ ആ പർട്ടിക്കുലർ ഒന്ന് ഞാൻ ഇരുട്ടിലായി ഗൈസ്, എല്ലാ സ്ഥലത്തും കയറുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഓഡിയബിൾ ആണ് ഞാൻ പറയുന്നത്? ഓക്കെ, ഒരു മിനിറ്റ്, ഇവിടെ കറണ്ട് പോയി, വൈഫൈ പോയി. ഞാൻ ഒന്ന് ഇതിലേക്ക് കണക്ട് ചെയ്തോട്ടെ. നമ്മൾ ആദ്യത്തെ ഒരു ഓക്കെ, ഓക്കെ, ഓഡിയബിൾ ആണോ ഇപ്പൊ പറയുന്നത്?
ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഓരോ റൂൾസും പറയുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നത്. അടുത്ത പ്രാവശ്യം തൊട്ട് നമുക്ക് ഈ റൂൾസ് പെട്ടെന്ന് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് കുറച്ച് ഡിലേ വരുന്ന ആദ്യത്തെ ക്ലാസ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആവും കേട്ടോ. അതുകൊണ്ട് ഇപ്പം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര കവർ ചെയ്യുന്നു എന്നുള്ളതിന് അധികം ഫോക്കസ് ചെയ്യണ്ട. ഓക്കെ ഫൈൻ. സി, ഞാൻ ഇരുട്ടത്തായിരിക്കും ഉണ്ടാവും ഇനി. ഓക്കെ ഫൈൻ. അപ്പൊ ഇതിനകത്ത് ബേസിക്കലി ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ നോക്കുമ്പോൾ ഇത് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാക്കി എടുത്തൂടെ നിങ്ങൾക്ക്? ഇല്ല, ഇത് ശരിയാക്കി എടുത്ത ആരെങ്കിലും ഉണ്ടോ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. അതിന് റീസൺ പറഞ്ഞാൽ മതി എന്തുകൊണ്ടാന്നുള്ളത്. നിങ്ങൾ ലോജിക് ചിലപ്പോൾ ശരിയായെങ്കിലോ? ഓക്കെ, ഇതെല്ലാം തെറ്റാണെന്നുണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് തരാമോ? ഈ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുണ്ടെങ്കിൽ പറയുന്ന ലോജിക്ക് സെൻസിബിൾ ആണോ? ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കൂ എന്ന് പറയുന്നത് സെൻസിബിൾ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ ഫൈൻ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ യൂണിയൻ ഗവൺമെന്റ് ക്യാൻ ടേക്ക് ഓവർ ദ ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സച്ച് ഏരിയാസ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി ഗവർണർ. ഇത് ശരിയായിരിക്കോ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കോ? ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും അല്ലെ? കാരണം യൂണിയൻ ഗവൺമെന്റ് ക്യാൻ ടേക്ക് ഓവർ ദ ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സച്ച് ഏരിയാസ്. യെസ്, ദർ ഇസ് നോ ഇഷ്യൂ, എസ്പെഷ്യലി ഷെഡ്യൂൾഡ് ഏരിയാസിൽ. അതിന് റീസൺ ഒരാളൊന്ന് പറയാമോ നിങ്ങൾക്ക്? ആ റീസൺ കൂടി എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ചിലപ്പോൾ എന്നെക്കാട്ടും നല്ലോണം ടെക്നിക്സ് നിങ്ങൾക്ക് അറിയുന്നോണ്ടായിരിക്കും ഞാൻ ചോദിക്കുന്നത്. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? മണിപ്പൂർ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയേ കൃത്യമായിട്ട്. ക്യാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ക്യാൻ ടേക്ക് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? പോസിബിലിറ്റി പ്രിൻസിപ്പിൾ ഞാൻ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. പോസിബിലിറ്റി പ്രിൻസിപ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ട. അതാണ് നമ്മൾ ജമ്പ് ചെയ്യരുത് സ്റ്റേറ്റ്മെന്റുകളിലേക്ക്. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷണൽ കൺസിസ്റ്റൻസി ആണ് നമുക്ക് വേണ്ടത് അല്ലെ? സ്റ്റേറ്റിനെ പറ്റി യൂണിയൻ ഗവൺമെന്റ് ക്യാൻ ടേക്ക് എ ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സച്ച് ഏരിയ അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി ഗവർണർ. നോക്കിക്കേ, യൂണിയൻ ഗവൺമെന്റ് ആയിരിക്കും എടുക്കുക. പ്രസിഡന്റ് എന്ന് ഒരാൾ പറയുന്നു, ബാക്കിയുള്ളവര് പ്രസിഡന്റ് എന്ന് പറയുന്നു അല്ലെ? ബേസിക്കലി ഷെഡ്യൂൾഡ് ഏരിയ എന്ന് പറയുന്നത് എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ ഏരിയയിൽ വരുന്നതാണ്. പ്രസിഡന്റ് ആണ് ഷെഡ്യൂൾഡ് ഏരിയ എന്ത് ചെയ്യുന്നത്? ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, പ്രസിഡന്റ് ആണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിലും ഈ യൂണിയൻ ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നില്ല? ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിനകത്ത് യൂണിയൻ ഇപ്പൊ പ്രസിഡന്റ് ചെയ്യുന്നു, യൂണിയൻ ഗവൺമെന്റ് എടുക്കുന്നത് എങ്ങനെയാ? ഒന്നെങ്കിൽ പ്രസിഡന്റ് എടുക്കണം, കൺസിസ്റ്റൻസി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പ്രസിഡന്റ്സിന് എടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ അതിനകത്ത് ലെജിസ്ലേഷൻ നടത്താൻ വേണ്ടി വേണമെങ്കിൽ പാർലമെന്റിന് എടുക്കാം. പക്ഷെ യൂണിയൻ ഗവൺമെന്റിന് എടുക്കുക എന്ന് പറയുമ്പോൾ കറക്റ്റ് എക്സിക്യൂട്ടീവിന്റെ കാര്യത്തല്ലേ വരുന്നത്. അപ്പൊ യൂണിയൻ ഗവൺമെന്റിന് എടുക്കാൻ പറ്റണമെന്നില്ല. ഇപ്പൊ മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞത് മണിപ്പൂർ സ്റ്റേറ്റ് എമർജൻസിന്റെ അണ്ടറിലാണ് വന്നത്, പ്രസിഡന്റ് റൂളാണ് എടുത്തത്. ഇവിടെ എന്തെങ്കിലും ഒരു സാധനം വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കമെൻഡേഷൻ, ഗവൺമെന്റ് റെക്കമെൻഡേഷൻ കാരണം യൂണിയൻ ഗവൺമെന്റ് എടുക്കാന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? തെറ്റായിരിക്കും. യൂണിയൻ ഗവൺമെന്റ് എടുക്കാൻ പറ്റില്ല. ആർക്ക് എടുക്കാൻ പറ്റും? ബേസിക്കലി യൂണിയൻ ഗവൺമെന്റ് എടുക്കാന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ അതിനകത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ ഷെഡ്യൂൾഡ് ഏരിയന്റെ അഡ്മിനിസ്ട്രേഷൻ ഒരിക്കലും ഈവൻ പ്രസിഡന്റിന് പോലും എടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാം? ആ സ്റ്റേറ്റ് മൊത്തം വേണമെങ്കിൽ എടുക്കാം അണ്ടർ സ്റ്റേറ്റ് എമർജൻസി വെച്ചിട്ട്. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ ഇപ്പൊ ഫോർ എക്സാമ്പിൾ മണിപ്പൂരിന്റെ ഒരു പോർഷൻ ഓഫ് സ്റ്റേറ്റ് മാത്രം, ഒരു പഞ്ചായത്ത് മാത്രമായിരിക്കും ഇനിയിപ്പോ ഷെഡ്യൂൾഡ് ഏരിയ എന്ന് വിചാരിക്കാം. എൻറ്റയർ മണിപ്പൂർ ഒരിക്കലും ഷെഡ്യൂൾഡ് ഏരിയ ആയിരിക്കില്ലല്ലോ ചിലപ്പോൾ. അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റിലും എൻറ്റയർ ഇപ്പൊ മധ്യപ്രദേശിലെ എല്ലാ സ്ഥലങ്ങളും ഷെഡ്യൂൾഡ് ഏരിയ ആയിരിക്കില്ല. ചില ട്രൈബൽസിന്റെ പോപ്പുലേഷൻ ഉള്ള സ്ഥലത്ത് മാത്രമായിരിക്കും ഷെഡ്യൂൾഡ് ഏരിയ വരിക. അപ്പം ഇവിടെയുള്ള എല്ലാ സ്ഥലവും എന്ത് ചെയ്യണം? പ്രസിഡന്റ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? യൂണിയൻ ഗവൺമെന്റ് എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? തെറ്റായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു പ്രൊവിഷൻ ഒന്നില്ല. ഒന്നെന്ത് ചെയ്യാം? സ്റ്റേറ്റ് എമർജൻസി പോലെ എന്ത് ചെയ്യാം? യൂണിയൻ എടുക്കാം. ഷെഡ്യൂൾഡ് ഏരിയ എന്ത് ചെയ്യാൻ പറ്റില്ല? എടുക്കാൻ പറ്റില്ല. അത് കോൺസ്റ്റിറ്റ്യൂഷണലി ഇൻകൺസിസ്റ്റന്റ് ആണ്. ഇനി എന്തുകൊണ്ട് ഇൻകൺസിസ്റ്റൻസ് ആണെന്ന് നോക്കിക്കേ. ബേസിക്കലി എന്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇവിടുന്ന്. ഇനി ഒന്നും അറിയില്ലല്ലോ. ഇവിടെ പ്രസിഡന്റ് ആണെങ്കിൽ നിങ്ങൾ ശരിയിട്ടാൽ കുഴപ്പമില്ലായിരുന്നു. ചിലപ്പോൾ ഗവർണർ എന്ത് ചെയ്യാം? പ്രസിഡന്റിലേക്ക് എടുക്കാം. പക്ഷെ യൂണിയൻ ഗവൺമെന്റിന് അവിടെ എടുക്കാൻ പറ്റില്ല. രണ്ടുപേർക്കും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഈസി എന്താണ്? യൂണിയൻ ഗവൺമെന്റ് എന്നുള്ള വേർഡ് കൊടുത്തോണ്ട് അത് പ്രസിഡന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിങ്ങൾ എന്ത് ചെയ്തേനെ? ശരിയാക്കി എടുത്തേനെ, നിങ്ങൾക്ക് ആൻസർ തെറ്റിയേനെ. ഓക്കെ, പക്ഷെ യൂണിയൻ ഗവൺമെന്റ് എന്നാ UPSC കൊടുത്തേക്കുന്നത്. അപ്പൊ യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഗവർണർ പറഞ്ഞിട്ട് പ്രസിഡന്റ് അല്ലേ എടുക്കേണ്ടത്. ഒരിക്കലും ഗവർണർ യൂണിയൻ ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് എടുക്കാൻ പറയാൻ പറ്റുമോ? ഇല്ല.
അതാണ് ഇവിടുത്തെ ഇൻകൺസിസ്റ്റൻസി അല്ലെങ്കിൽ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ്. ഇവിടെ ആൻസർ എന്തായിരിക്കും? ഡി ആണ് ആക്ച്വലി ഇവിടുത്തെ ആൻസർ. ആരെങ്കിലും ശരിയാക്കിയായിരുന്നോ? മായ ശരിയാക്കി, വെരി ഗുഡ്. സമീം, ഓക്കെ, വെരി ഗുഡ്. ഇതൊന്ന് നോക്കിക്കേ, ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞല്ലേ, ഇതിനകത്ത് ഉത്തരം അറിയായിരിക്കും. എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റിയതെന്ന് എന്നോടൊന്ന് പറയണേ. പഞ്ചായത്ത് അറ്റ് ദ ഇന്റർമീഡിയറ്റ് ലെവൽ എക്സിസ്റ്റ് ഇൻ ഓൾ സ്റ്റേറ്റ്. To be eligible to be a member of Panchayat at the intermediate level, a person should attain the age of 30 years. The Chief Minister of a state constitute a commission to review the financial position of Panchayat at the recommended intermediate level and to make intermediations regarding the distribution of net proceeds of taxes and duties leviable by the state between the state and Panchayat at the intermediate level. എപ്പോഴെങ്കിലും UPSC വലിയൊരു സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ നിങ്ങൾ ക്ലോസ് ആയിട്ട് വായിക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നോണ വലുതായി പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തെറ്റാണെന്ന് കണ്ടുപിടിക്കും. ഫോർ എക്സാമ്പിൾ ഇന്ന് നിങ്ങൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും എവിടെയെങ്കിലും പോയി, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ചെയ്തു, നിങ്ങൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ചെയ്തോന്ന് ചോദിക്കാം. നിങ്ങൾ നോ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ശരിയാണോ തെറ്റാണെന്ന് നോക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എവിടെയെങ്കിലും കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റുകൾ വരും, അല്ലെ? അപ്പൊ വലിയ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. ഫസ്റ്റ് റെസ്പോൺസ് വലിയ സ്റ്റേറ്റ്മെന്റിന് പേടിയാവാൻ പാടില്ല. പകരം എന്തായിരിക്കണം, ഇതിനകത്ത് എങ്ങനെ അതിലേക്ക് പോവാം എന്നുള്ളതായിരിക്കണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ സംബന്ധിച്ചോളം നിങ്ങൾ ആലോചിക്കുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കോ? തെറ്റല്ലേ? പഞ്ചായത്ത് അറ്റ് ഇന്റർമീഡിയറ്റ് ലെവൽ, അതായത് പഞ്ചായത്ത് എന്ത് ചെയ്യുന്നു, ഇന്റർമീഡിയറ്റ് ലെവലിൽ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവുന്ന പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നോട്ട് കറക്റ്റ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ബേസിക്കലി എന്തുകൊണ്ടാണ്, ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് വലിയ സ്റ്റേറ്റിൽ മാത്രമല്ല ഇന്റർമീഡിയറ്റ് ലെവൽ ബ്ലോക്ക് പഞ്ചായത്ത് വെക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, സിക്കിമിൽ ഓൾറെഡി ചെറിയ സ്റ്റേറ്റ് ആണ്. അവിടെ പോയി ഇന്റർമീഡിയറ്റ് ലെവൽ വെക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റ് അതിനുള്ള സ്പേസ് അവിടെ ഇല്ല. അപ്പൊ വലിയ സ്റ്റേറ്റ് വരുമ്പോൾ മാത്രം, കുറെ പഞ്ചായത്തുകൾ വേണ്ടി വരുമ്പോൾ മാത്രം നമുക്ക് ഇന്റർമീഡിയറ്റ് വെക്കാൻ പറ്റുള്ളൂ. ഓൾ ലെവൽ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. കുറച്ചൊരു ബേസിക് നോളജ് നമുക്ക് അവിടെ വേണം, അതല്ലാതെ അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, പഞ്ചായത്ത് മെമ്പർ ആവണമെങ്കിൽ 30 വയസ്സാവണം. UPSCക്ക് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ UPSCക്ക് 25 കൊടുത്താൽ പോലും നിങ്ങൾ ചിലപ്പോൾ MLA ആവാൻ 25 ആവണ്ടേ എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ നിങ്ങൾ അത് എലിമിനേറ്റ് ചെയ്യില്ല, അല്ലെ അത് ശരിയാക്കി എടുത്തേനെ. അല്ലെ 18 കൊടുത്താൽ പോലും ചിലപ്പോൾ തെറ്റിച്ചിട്ട് പെട്ടെന്ന് ആളുകൾ എന്ത് ചെയ്യും, 18 വയസ്സ്, ആ പഞ്ചായത്ത് ഇലക്ഷൻ 18 വയസ്സ് മത്സരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വില്ലേജ് കമ്മിറ്റിയിലൊക്കെ മത്സരിക്കാൻ അല്ലെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് 18 വയസ്സ് മതി. അപ്പൊ അതല്ലേ എന്ന് വിചാരിച്ചാൽ ശരിയാക്കാം. പക്ഷെ UPSC കൊടുത്തു നോക്കിയാൽ 30 years 30 വയസ്സെന്നാണ് കൊടുത്തേക്കുന്നത്. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ലേ? തെറ്റാക്കി എടുത്തൂടെ? തെറ്റാക്കി എടുക്കാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള റീസൺ ഒന്ന് പറയാമോ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാക്കി എടുത്തൂടെ? റീസൺ എന്തായിരിക്കും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണല്ലേ? ശരിയാണെന്ന് പറയുന്നത് എത്രയുണ്ട്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി, യഥാർത്ഥ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ചീഫ് മിനിസ്റ്റർ ആണ് അല്ലെ? ഇതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ബേസിക്കലി ഇവിടെ എന്താ പ്രശ്നം? കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻകൺസിസ്റ്റൻസി ആണ്. നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ആ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികളെ പഠിക്കാനുള്ള കമ്മിറ്റി, ഇവിടെ ഫിനാൻസിനെ പറ്റി പഠിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനർത്ഥം എന്താണ്? ഫിനാൻസ് കമ്മീഷൻ ആണ്. ഒരു കമ്മീഷൻ ചെയ്യുമ്പോൾ അത് എക്സിക്യൂട്ടീവ്, അതായത് പെർമനന്റ് എക്സിക്യൂട്ടീവ് ആണോ അപ്പോയിന്റ് ചെയ്യുക, അതോ ലെജിസ്ലേറ്റർ ആണോ, ലെജിസ്ലേറ്ററിന്റെ പാർട്ടായ ഒരാളാണോ അപ്പോയിന്റ് ചെയ്യുക? ഇറ്റ് ഷുഡ് ബി ഫ്രം ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അല്ലെ? ഇവിടെ ഇയാൾ ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് ആണ്. ഇനി എന്തിനാണ്, ഇനി വേറൊരു കാര്യം, അതൊരു റീസൺ. അപ്പൊ ഒരിക്കലും ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ത് ചെയ്യില്ല, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആയിരിക്കും ചെയ്യുക, ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് ആയിരിക്കില്ല ഒരാൾ അപ്പോയിന്റ് ചെയ്യുക. അപ്പൊ ഓൺ ദ നെയിം ഓഫ് ഗവർണർ ആയിരിക്കും അപ്പോയിന്റ്മെന്റ് വരിക. അതൊരു റീസൺ ആയിട്ട് നിങ്ങൾക്ക് തെറ്റിച്ചെടുക്കാം. രണ്ടാമത്തെ കാര്യം, ഇത് ഫിനാൻസ് കമ്മീഷൻ എന്തിനാണ് രൂപീകരിക്കുന്നത്? സ്റ്റേറ്റും പഞ്ചായത്തും തമ്മിൽ എത്ര പൈസ കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള കമ്മിറ്റിയാണ് രൂപീകരിക്കേണ്ടത്. ആ കമ്മിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ രൂപീകരിക്കുമ്പോൾ അവിടെ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടോ? കോൺട്രാഡിക്ഷൻ ഇല്ലേ? ഞാൻ തന്നെ രൂപീകരിക്കുന്നു, എത്ര പൈസ ഞാൻ കൊടുക്കണം എന്ന്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് എനിക്ക് കുറച്ചുകൂടി ഫേവറബിൾ ആയ ഒരു ഇൻഡിപെൻഡന്റ് കമ്മിറ്റിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പൊ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യണം? അത് വേറൊരാളായിരിക്കണം അപ്പോയിന്റ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇതെന്താണ്, ഗവർണർ ആയിരിക്കണം ഇവിടെ നമുക്ക് അപ്പോയിന്റ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, 3 സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റിച്ച് എടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പം ഈ ആൻസർ എന്തായിരിക്കും? ഓൾ ദി 3 ആയിരിക്കും, കാരണം നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ശരിയല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ പോവേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇത് ബേസിക്കലി
വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ടെസ്റ്റ് സീരീസിലെ ക്വസ്റ്റൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു കുക്കിംഗ് ഇൻ മൈക്രോവേവ് ഓവൻ. ലോജിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാവുക തെറ്റാവുന്നു. ഗ്ലാസ് ആൻഡ് സെറാമിക് യൂട്ടിലിറ്റീസ് ആർ നോട്ട് യൂസ്ഡ് ഇൻ മൈക്രോവേവ് കുക്കിംഗ്. ബേസിക്കലി മൈക്രോവേവ് വീട്ടിലുള്ളവർക്ക് പെട്ടെന്ന് കുറച്ചുകൂടി അറിയായിരിക്കും, നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ആളുകളായതുകൊണ്ട്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂട്. ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻസ് ലെസ് വാട്ടർ കണ്ടന്റ് ക്യാൻ ബി കുക്ക്ഡ് മോർ ക്വിക്ലി. മൈക്രോവേവ് ഹീറ്റ്സ് ഓൺലി ദ ഫുഡ് ഐറ്റം നോട്ട് ദി ഹോൾ കമ്പാർട്ട്മെന്റ് ഓഫ് ദി ഓവൻ. ഇതിൽ ഏതാണ് എന്തായാലും റോങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? നോട്ട് കറക്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഏറ്റവും റോങ് ആയി തോന്നുന്ന സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? മൈക്രോവേവ് ഹീറ്റ്സ് ഓൺലി ദ ഫുഡ് ഐറ്റം നോട്ട് ദി ഹോൾ കമ്പാർട്ട്മെന്റ് ഓഫ് ദി ഓവൻ. ബേസിക്കലി അതെന്താ തെറ്റാക്കി എടുക്കാനുള്ള റീസൺ എന്താ തമീമേ? ഫുൾ ആയിട്ട് ഇറ്റാവൂലേ? ഓക്കെ, അറിയില്ല. ഓക്കെ ഫൈൻ. ഫുഡ് ഐറ്റം വിച്ച് കണ്ടെയ്ൻ ലെസ് വാട്ടർ കണ്ടന്റ് ക്യാൻ ബി കുക്ക്ഡ് മോർ ക്വിക്ലി. ശരിയായിരിക്കും തെറ്റായിരിക്കും? ഇതിനകത്ത് ഏറ്റവും എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഏതാ? ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ വായിച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ ആൻസറിലേക്ക് ജമ്പ് ചെയ്യരുത്. 3 സ്റ്റേറ്റ്മെന്റും ഫുൾ ആയിട്ട് വായിക്കുക. ഇവിടെ ഗ്ലാസ് ആൻഡ് സെറാമിക് യൂട്ടിലൻസ് ആർ നോട്ട് യൂസ്ഡ് ഇൻ എ മൈക്രോവേവ് കുക്കിംഗ്. അറിയില്ല, മൈക്രോവേവ് യൂട്ടിലുണ്ടെങ്കിലല്ല നമുക്ക് അറിയാൻ പറ്റുള്ളൂ കുറച്ചുകൂടി. ഇനി ഫുഡ് ഐറ്റം വിത്ത് കണ്ടെയ്ൻ ലെസ് വാട്ടർ കണ്ടന്റ് ക്യാൻ ബി കുക്ക്ഡ് മോർ ക്വിക്ലി. അതായത് ഈ ഫുഡ് ഐറ്റംസിൽ വെള്ളം കുറവാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതും അറിയില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഫുൾ മൈക്രോവേവിൽ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാൻ പറ്റില്ല, ചൂടാവില്ല, ഫുഡ് മാത്രമേ ചൂടാവുള്ളൂ എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ബേസിക്കലി, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഐഡിയ കുറച്ചുകൂടി റിലേറ്റബിൾ, ഇത് രണ്ടും അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ മൈക്രോവേവ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും എന്റെ വീട്ടിൽ അതില്ല. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആകെ എനിക്ക് അറിയുന്ന ഫുഡ് കുക്ക് ചെയ്യാന്നല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫുഡ് കുക്ക് ചെയ്യുമ്പം നിങ്ങൾ എപ്പോഴും വെള്ളം ആഡ് ചെയ്യുന്നത് എന്തിനാ ബേസിക്കലി? ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഡ്രൈ ഫ്രൈ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ബീഫ് വറ്റിച്ചെടുക്കുക എന്ന് വിചാരിക്കുക, എന്തെങ്കിലും വറ്റിച്ചെടുക്കുന്ന സാധനം. ഈ വറ്റിച്ചെടുക്കുന്ന സാധനത്തിലേക്കും നിങ്ങളെ വീട്ടിൽ നിങ്ങൾ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ടാവും. നിങ്ങൾ ആരാണോ ഫുഡ് ഉണ്ടാവും, അച്ഛനാണ് ഉണ്ടാക്കുന്നത്, അച്ഛൻ വെള്ളം ഒഴിക്കുന്നു, ജെൻഡർ ന്യൂട്രൽ ആയിക്കോട്ടെ. അപ്പൊ വെള്ളം ഒഴിക്കുന്നുണ്ടാവും. ഇത് വറ്റിച്ചെടുക്കാനാണെങ്കിൽ ഇവരെന്തിനാണ് ഈ വെള്ളം ഒഴിക്കുന്നത്? അതൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അടി പിടിക്കാതിരിക്കാനാണെങ്കിൽ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയാൽ മതി, അപ്പൊ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. എന്തിനായിരിക്കും ഒരു ഫ്രൈഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വെള്ളം ഒഴിക്കുന്നത്? നമ്മൾ എപ്പോഴും കാണുന്നതാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ അർത്ഥം എന്തായിരിക്കാം? വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വേവുന്നതുകൊണ്ടല്ലേ, പെട്ടെന്ന് കുക്കായി കിട്ടാൻ. എന്തുകൊണ്ടാണ് വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കുക്കാവുന്നത്? കാരണം വാട്ടർ മൊബൈലാണ് അല്ലെ. വാട്ടർ എന്ത് ചെയ്യും? ഹീറ്റ് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യും. സ്വാഭാവികമായിട്ടും വെള്ളം ഒഴിക്കാതെ കുക്ക് ചെയ്യുന്നതിനെക്കാട്ടും ഈസി ആയിട്ട് എന്തിലാണ് കുക്ക് ചെയ്യുക? ഇപ്പൊ വെള്ളം ഒഴിക്കാതെയാണ് ഏറ്റവും പെട്ടെന്ന് ചൂടായി കിട്ടുമെങ്കിൽ ആളുകൾ ആരും വെള്ളം ഒഴിക്കില്ലായിരുന്നു. ഫോർ എക്സാമ്പിൾ ബീഫ് ഡ്രൈ ഫ്രൈ ആയിട്ട്, അല്ലെ ഡ്രൈ ഫ്രൈ അല്ല, ബീഫ് വറ്റിച്ചെടുക്കണം, അല്ലെ ബീഫ് ഫ്രൈ ഉണ്ടാക്കണം, ബീഫ് റോസ്റ്റ് ഉണ്ടാക്കണം. ബീഫ് റോസ്റ്റിൽ കറിയില്ലല്ലോ. അപ്പൊ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വെള്ളം ഒഴിച്ചിട്ട് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. വെള്ളം മൊത്തം എന്ത് ചെയ്താൽ ഒട്ടും വെള്ളം ഇല്ലാത്ത രീതിയിൽ ബീഫിനെ ആക്കി മാറ്റിയിട്ട് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പക്ഷെ കുക്കായി കിട്ടില്ല. കുക്കായി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വാട്ടറിലാണ് പെട്ടെന്ന് എന്ത് ചെയ്യുക? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. സ്വാഭാവികമായിട്ട് ഇത് വളരെ കോമൺ സെൻസ് അല്ലേ, നിങ്ങൾ വീട്ടിൽ ഡെയിലി ചെയ്യുന്ന സാധനമല്ലേ. ഇതിനെ ഒന്ന് ഒഴിവാക്കി നോക്കിക്കേ. രണ്ടിനെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നോട്ട് കറക്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏതൊക്കെയായിരിക്കും ഇതിനകത്ത് നോട്ട് കറക്റ്റ് വരിക? ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ ലെസ് വാട്ടർ കണ്ടന്റ് ക്യാൻ ബി കുക്ക്ഡ് മോർ ക്വിക്ലി. ഓക്കെ, തെറ്റാണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൈക്രോവേവ് ഗ്ലാസ് ആൻഡ് സെറാമിക് യൂട്ടിൽസ് ആർ നോട്ട് യൂസ്ഡ് ഇൻ മൈക്രോവേവ് കുക്കിംഗ്. ശരിയാണോ തെറ്റാണോ? ഗ്ലാസ് ആൻഡ് സെറാമിക് യൂട്ടൻസിൽസ് ആർ നോട്ട് കുക്ക്ഡ് ഇൻ മൈക്രോവേവ് കുക്കിംഗ്. ബേസിക്കലി എന്ത് ചെയ്യാം? മൈക്രോവേവ്സ് ആണ് അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇവിടെ എന്തുകൊണ്ടാണ് ചൂടാക്കുന്നത്? വേവ്സ് കൊണ്ടാണ് ചൂടാക്കുന്നത്, മൈക്രോവേവ്സ്. ഇനി മൈക്രോവേവ് ഹീറ്റ്സ് ഓൺലി ദ ഫുഡ് ഐറ്റം നോട്ട് ദി ഹോൾ കമ്പാർട്ട്മെന്റ് ഓഫ് ദി ഓവൻ. അത് ശരിയായിരിക്കില്ലേ? എങ്ങനെയാണ് മൈക്രോവേവിൽ ചൂടാവുന്നത്? നമുക്ക് തീയില്ല, അപ്പൊ സ്വാഭാവികമായിട്ട് പാത്രം ചൂടാവേണ്ട കാര്യമില്ല. എന്നാൽ ബേസിക്കലി മൈക്രോവേവിന്റെ ഉള്ളിൽ കൈയിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ എവിടെയും ചൂട് നമുക്ക് കാണാനും പറ്റുന്നില്ല. പക്ഷെ ഫുഡിൽ തൊട്ട് കഴിഞ്ഞാൽ ഫുഡ് ചൂടായിട്ടുണ്ടാവും. ഫുഡ് ചൂടായതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പാത്രം ചൂടായിട്ടുണ്ടാവും. പക്ഷെ അല്ലാത്ത രീതിയിൽ പാത്രം ചൂടാവില്ല. കാരണം ഇവിടെ മൈക്രോവേവ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫുഡിനെ എന്തെങ്കിലും പാർട്ടിക്കിൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു കമ്പോണന്റുമായിട്ടുള്ള ഇന്ററാക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഫുഡ് ചൂടായി കിട്ടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്? ഫസ്റ്റത്തെ 2 സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. ആൻസർ എന്തായിരിക്കും? 1 and 2 ആയിരിക്കും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഓൺലി ഫുഡിന്റെ ഭാഗം മാത്രമേ ബേസിക്കലി എന്ത് ചെയ്യുള്ളൂ? മൈക്രോവേവില് ഹോട്ട് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, സോ ഹോട്ട് ആവും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫുഡ് ഹോട്ട് ആയതിനു ശേഷം അതിന്റെ ഹീറ്റ് ട്രാൻസ്ഫർ ആവും.
പക്ഷെ ഡയറക്ട്ലി എന്ത് ചെയ്യില്ല, വേറൊരു കമ്പാർട്ട് ഇപ്പം ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസിനെ ഇത് ഹീറ്റ് ആക്കില്ല, ഫുഡിനെ മാത്രം ഹീറ്റ് ആക്കുള്ളൂ. ഫുഡ് ഹീറ്റ് ആക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഫുഡ് വെച്ച പാത്രം എന്ത് ചെയ്യും, ഹീറ്റ് ആവില്ലേ? അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അത് ഹീറ്റ് ആവുന്നത് കേട്ടോ. ഇനി ബാക്ക് ടു ദ PYQസിലേക്ക് പോവാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ സുപ്രീം കോർട്ട് ഇന്ത്യ ഹാസ് ഹെൽഡ് സം ജഡ്ജ്മെന്റ്സ് ദാറ്റ് റിസർവേഷൻ പോളിസീസ് മെയ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 16 ക്ലോസ് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വുഡ് ബി ലിമിറ്റഡ് ബൈ ആർട്ടിക്കിൾ 335 ഓഫ് ദ മെയിൻ്റെനൻസ് ഓഫ് എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് 335 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻ ദ ടേം എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ്. ഇവിടെ രണ്ട് രീതിയിലും 335 എന്താന്നുള്ളത് എന്തായാലും നമുക്ക് അറിയില്ല, കാരണം നമുക്ക് അത് പഠിച്ചിട്ടല്ല നമ്മൾ പോകുന്നത്. നമ്മൾ 335നെ പറ്റി അറിയില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, രണ്ട് സ്റ്റേറ്റ്മെന്റും ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒന്നിച്ച് തെറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്, അല്ലെ? ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാവണം. രണ്ടിലും 335നെ പറ്റി പറയുന്നുണ്ട് താനും, അല്ലെ? ഇനി ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇതിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയത് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് ഹെൽഡ് ദ സം ജഡ്ജ്മെന്റ്. സം ഇവിടെ എന്താണ്, സം ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു. സോ ഇവിടെ വളരെ ജനറൽ ആയിട്ട് എന്താണെന്ന് പറഞ്ഞില്ല. സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ എന്ത് ചെയ്താൽ മതി, ജഡ്ജ്മെന്റിൽ സം ജഡ്ജ്മെന്റ്സ് held that some judgments that reservation policies made under Article 16 Clause 4 of the Constitution of India would be limited by Article 335 maintenance of efficiency of administration. ഇനി ആർട്ടിക്കിൾ 16 എന്തായിരിക്കും? നമുക്കറിയാം, റിസർവേഷൻ ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ് ബേസിക് കോൺസെപ്റ്റ് ആണ്. ആർട്ടിക്കിൾ ഫണ്ടമെന്റൽ റൈറ്റ് ആയിക്കോട്ടെ, പബ്ലിക് എംപ്ലോയ്മെന്റ്. ഇനി അതും നമുക്ക് അറിയില്ല, അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം, പബ്ലിക് എംപ്ലോയ്മെന്റ്. ഇനി അതും അറിയില്ല, 335 ഒന്നും വായിച്ചു. നമുക്ക് ഒരു കാര്യം അറിയാം, ജനറലി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാറില്ല, ഡിഫൈൻ ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്ത കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്ത് ഡിഫൈൻ ചെയ്തു എന്നാ പറയുന്നത്, എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഡിഫൈൻ ചെയ്തു എന്ന് പറഞ്ഞു. ഇനി നൗ യു ട്രൈ ടു ഡിഫൈൻ എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. എന്തായിരിക്കും നിങ്ങളെ സംബന്ധിച്ചോളം എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളെ സംബന്ധിച്ചോളം ഒരു അഡ്മിനിസ്ട്രേഷൻ എഫിഷ്യന്റ് ആണെന്ന് പറയുന്നത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഒന്ന് കമന്റ് ചെയ്യുക ഓരോരുത്തരും. എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു അഡ്മിനിസ്ട്രേഷൻ എഫിഷ്യന്റ് ആണെന്ന് പറയും? ഒരു 1 ക്രൈറ്റീരിയ നിങ്ങൾ തരുവാണെങ്കിൽ അത് ബേസിക്കലി എംപത്തറ്റിക് ആയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, ഫാസ്റ്റ് ആയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, കറപ്റ്റഡ് ആയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, നോൺ കറപ്റ്റ് ആയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? നിങ്ങളെ ഒന്ന് ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ മല നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് ഗുണമുണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ എലിമിനേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഫാസ്റ്റ് റെസൊല്യൂഷൻ ആണെങ്കിൽ പറയുന്നു, അഖില അങ്ങനെ പറഞ്ഞു. രണ്ടാളൂടി പറയാവോ? നോൺ കറപ്റ്റഡ്, ട്രാൻസ്പെറൻസി, ഫാസ്റ്റ് ആൻഡ് നോൺ കറപ്റ്റഡ്, ഡെവലപ്മെന്റ്. സി ഇതുവരെ ടൈപ്പ് ചെയ്ത എല്ലാവരും എന്താ പറയുന്നത്, പല കാരണങ്ങളാണ് പറയുന്നത്. എഫിഷ്യൻസി എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് അല്ലേ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എഫിഷ്യന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പക്ഷെ നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ അത്ര എഫിഷ്യന്റ് ആയി തോന്നുന്നില്ല. കാരണം എന്താണ്? സബ്ജക്റ്റീവ് ആണ്. അച്ഛനും അമ്മയെ എക്സ്പെക്ട് ചെയ്യുന്ന ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇവന് നേടി വരണം എന്നാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പണിയെടുക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ജയിക്കുന്നില്ല, പാസ്സാവുന്നില്ല. അപ്പൊ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവാ. വളരെ സബ്ജക്റ്റീവായ എഫിഷ്യൻസി എന്ന് പറഞ്ഞ ടേം എങ്ങനെയാ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഇറ്റ് കനോട്ട് ബി ഡിഫൈൻഡ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഡെഫിനിഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തു എന്ന് എപ്പോൾ കണ്ടോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി കോൺഷ്യസ് ആയിട്ട് കാണണം. കാരണം പൊതുവെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ കണ്ണ് ഇവിടെ വീഴണം. എന്തുകൊണ്ട്? ഇത് ഡെഫിനേഷൻ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് മാത്രം എലിമിനേറ്റ് ചെയ്യരുത്, അതിനകത്ത് എന്താണ് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന കാര്യം കൂടി ആലോചിക്കുക. അത് ഡിഫിക്കൽട്ട് ആയ സാധനമാണോ ഡിഫൈൻ ചെയ്യാൻ? ഫോർ എക്സാമ്പിൾ, ദ ടേം മൈനോറിറ്റി ഈസ് ഡിഫൈൻഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ. മൈനോറിറ്റി എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? കാരണം ഇന്ത്യയിൽ എല്ലാവരും മൈനോറിറ്റി. ഇന്ത്യയിൽ മജോറിറ്റി ഉണ്ടോ? If I wanted to argue, I can tell you that everybody in India is minority. There is no majority in India. അല്ലേ? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മജോറിറ്റി ഇൻ ഇന്ത്യയിൽ പറഞ്ഞു തരാൻ പറ്റുമോ? ഒരിക്കലും മജോറിറ്റി ഇന്ത്യയിൽ ഇല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കാസ്റ്റ് ബ്രാഹ്മൺ ആണെന്ന് വിചാരിക്കുക, ബ്രാഹ്മൺ മൈനോറിറ്റി ആയി. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബ്രാഹ്മൺ മൈനോറിറ്റി, ഒന്നുകിൽ നിങ്ങൾ റിലീജിയസ്ലി മൈനോറിറ്റി ആയിരിക്കും, എത്നിക്കലി മൈനോറിറ്റി ആയിരിക്കും, ജോഗ്രഫിക്കലി മൈനോറിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ, കാസ്റ്റ് പ്രകാരം മൈനോറിറ്റി ആയിരിക്കും, നിങ്ങളെ റേസ് പ്രകാരം മൈനോറിറ്റി ആയിരിക്കും. ഏതെങ്കിലും ഒരു റീസണിൽ നിങ്ങൾ മൈനോറിറ്റി ആയിരിക്കും. അപ്പൊ ഇന്ത്യയിൽ മൈനോറിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 29 മജോറിറ്റിക്കും ആപ്ലിക്കബിൾ ആവുന്നത്. എല്ലാ കമ്മ്യൂണിറ്റിക്കും ആർട്ടിക്കിൾ 29 ആപ്ലിക്കബിൾ ആവാൻ കാരണം എന്താണ്? കാരണം അത് റിലീജിയസ് മൈനോറിറ്റി അല്ല, ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലീജിയസ് എന്നാ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ മൈനോറിറ്റിയും വരും. ബ്രാഹ്മിൺസ് സാൻസ്കൃത് പ്രകാരം നോക്കുവാണെങ്കിൽ മൈനോറിറ്റി. അപ്പം
ഇങ്ങനെയുള്ള ടേമുകൾ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൂടി നോക്കണം. ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെ റെഡ് ഫ്ലാഗ് ആണ്. സ്വാഭാവികമായിട്ടും ആ ടേമുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം എഫിഷ്യൻസി അത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ടേം ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. അപ്പൊ എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു ടേം അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് എടുക്കാൻ പറ്റും അല്ലേ. ഇത് തെറ്റായി എടുക്കാൻ പറ്റാത്ത തോന്നാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ റീസൺ ഇനി ഇത് പോരാ റീസൺ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് തന്നെ. അപ്പൊ ഞാൻ പറയാം. മതി, സ്വാഭാവികമായിട്ട് ഇത് മതി അല്ലേ. പറ്റുന്നില്ല അല്ലെ? നിഖില പറഞ്ഞോ. സാർ ഒരു ക്ലാരിറ്റി കുറവുണ്ട്, ഒന്നുകൂടെ ഒന്ന് പറയുമോ? ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് പറഞ്ഞത് ആർട്ടിക്കിൾ 335 എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ പൊതുവെ ഒരു റൂൾ എന്താ, കോൺസ്റ്റിറ്റ്യൂഷണൽ കൺസെൻസസിന് സാറ് മുൻപ് 2 സ്റ്റേറ്റ്മെന്റ് ഒന്നിച്ച് തെറ്റില്ല എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. അതായത് ഫോർ എക്സാമ്പിൾ 2 സ്റ്റേറ്റ്മെന്റ് ഒന്നിച്ച് തെറ്റില്ല എന്ന് പറയാൻ കാരണം ഓപ്ഷൻ സിയും ഡിയും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി എന്താ പറയുന്നത്, ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. ഇവിടെ എവിടെയെങ്കിലും 2 സ്റ്റേറ്റ്മെന്റും റോങ് ആണെന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. സ്വാഭാവികമായിട്ടും 2 സ്റ്റേറ്റ്മെന്റും റോങ് ആണെന്നുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് 2 സ്റ്റേറ്റ്മെന്റ് ഒന്നിച്ചൊരിക്കലും തെറ്റില്ല. അപ്പൊ ആദ്യം നമുക്ക് എപ്പോഴും അറിയുന്ന ഒരു കാര്യം, ഇതിൽ ഒരു തെറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റുള്ളൂ, തെറ്റില്ല എന്നുണ്ടെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റും തെറ്റില്ല. അതായത് 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആവും. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റും, അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആവും. രണ്ടും തെറ്റുന്നു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അസർഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻ, 2 സ്റ്റേറ്റ്മെന്റുള്ള അസർഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യനിൽ ഒരിക്കലും 2 സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള ഓപ്ഷൻ ഇല്ല. അതങ്ങ് അവോയ്ഡ് ചെയ്യുക, ആ ടെൻഷൻ ആദ്യം കളയാം. ഇത് രണ്ടും തെറ്റാണോ നിങ്ങൾ വായിക്കണ്ട. അതുകൊണ്ടാണ് ആദ്യം വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് വായിക്കുമ്പം നിങ്ങൾ തെറ്റാണെന്ന് എടുത്ത് ജമ്പ് ചെയ്യരുത്, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ജമ്പ് ചെയ്യരുത്. 2 സ്റ്റേറ്റ്മെന്റ് വായിച്ചതിന് ശേഷം മാത്രമേ തീരുമാനം എടുത്ത് തുടങ്ങാവുള്ളൂ. ആദ്യം വെറുതെ വായിക്കുക. ഇത് നിങ്ങൾ ഇങ്ങനെ വായിച്ചു, എനിക്കറിയില്ല 335 എന്താണെന്നുള്ളത്. അപ്പം മെയിൻറ്റെയിനിങ് എഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞോന്ന് എനിക്കറിയില്ല. ആർട്ടിക്കിൾ 16 പബ്ലിക് എംപ്ലോയ്മെന്റ് ആണെന്ന് എനിക്കറിയാം. ഇനി അതും അറിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, ഒഴിവാക്കി. ആർട്ടിക്കിൾ 335 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻ ദ ടേം എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നാ പറഞ്ഞത്. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇത് തമ്മിൽ ഒരു റിലേഷൻ ഇല്ല നമുക്ക് വേണേൽ പറയാം, അതുകൊണ്ടായിരിക്കില്ല വേണേൽ പറയാം, അത് നമുക്കറിയില്ല. പക്ഷെ ഇത് നോക്കി, ആർട്ടിക്കിൾ 330 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ടേം എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നാ പറയുന്നത്. ഡിഫൈൻ ദ ടേം എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഞാൻ വേർത്ത് കുളിച്ച്. ഡിഫൈൻ ദ ടേം എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഡിഫൈൻ ദ ടേം എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. എഫിഷ്യൻസി എന്ന് പറഞ്ഞ സാധനം, ഒരു അഡ്മിനിസ്ട്രേഷന്റെ എഫിഷ്യൻസി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അപ്പൊ എന്തോരം കാര്യം ഡിഫൈൻ ചെയ്യണം, നിങ്ങൾ പറഞ്ഞ എല്ലാം വെക്കണം. ട്രാൻസ്പെറൻസി ആണ് അഡ്മിനിസ്ട്രേഷൻ. ഒരു അഡ്മിനിസ്ട്രേഷന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിരിക്കണം, നോൺ കറപ്റ്റ് ആയിരിക്കണം, ഡെവലപ്ഡ് ആയിരിക്കണം. അപ്പം ചിലപ്പം വേറൊരാൾക്ക് തോന്നിക്കൂടെ എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റും ഡെവലപ്ഡും അല്ല, കറപ്റ്റഡ് ആയതാണെന്ന് തോന്നിയാലും തെറ്റ് പറയാൻ പറ്റില്ല. അപ്പം ഇത് ഡിഫിനിഷനിൽ ബിയോണ്ട് സബ്ജക്റ്റീവ് ആയ സാധനമാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇഫ് ഇറ്റ് ഈസ് ഹൈലി സബ്ജക്റ്റീവ് ഇൻ നേച്ചർ, കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്യില്ല. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ കൺസെൻസസ്. നിങ്ങൾ ഓർക്കുക, എപ്പോഴെങ്കിലും ഡെഫിനിഷൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഹൈലി സബ്ജക്റ്റീവ് ആയ ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ഡിഫൈൻ ചെയ്യില്ല. സബ്ജക്റ്റീവ് അല്ല, ഭയങ്കര സ്പെസിഫിക് ആണ് എന്നുണ്ടെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ടാവാം. But the term cabinet is defined. അവിടെ തട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പം ബേസിക്കലി എന്ത് ചെയ്യണം, നിങ്ങൾ സബ്ജക്റ്റീവ് ആണോ ഒബ്ജക്റ്റീവ് ആണോ എന്ന് നോക്കുക. ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ പറയാം. രണ്ടാമത്തെ ഓപ്ഷനിൽ ആർട്ടിക്കിൾ 335 ഓഫ് ദ ഇന്ത്യൻ ഡിഫൈൻ ദ ടേം എഫിഷ്യൻസി ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ. അതാ ഞാൻ ഇത്രയും പറഞ്ഞത്. ഡിഫൈൻ ദ ടേം എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തു എന്നാണ് രണ്ടാമത്തെ ടേം പറയുന്നത്. രണ്ടും ഒന്നിച്ച് തെറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് ശരിയാക്കി ഞാൻ അങ്ങ് എടുക്കുന്നത്. 35 എഫിഷ്യൻസി ആണോ പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു വേർഡ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, സബ്ജക്റ്റീവ് ആണ്. ഓക്കെ, ക്ലിയർ. ഓക്കെ, ഞാൻ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾക്ക് പോവാം. ഇത് നോക്കിയേ, കുറച്ച് നേരമല്ലേ പൊളിറ്റി ഹിസ്റ്ററി നോക്കട്ടെ. There is no parables in Upanishads. First statement. Upanishads were composed earlier than Puranas. ഇനി നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് നമ്മൾ എവിടെ കണ്ടു? There is no parables in Upanishads എന്നുള്ള ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടു. ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യണം, അവിടെ വെച്ചേക്കാം. നമുക്ക് അത് നോട്ട് ചെയ്യണം നിങ്ങൾ ആദ്യം തന്നെ. അപ്പൊ കിട്ടി, നോ പാരൽസ്, എക്സ്ട്രീം ആണ്. നോ വേർഡ് നോ, എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ, ഒരു പാരബിൾസ് വന്നു കഴിഞ്ഞാൽ അതെന്തായി സ്റ്റേറ്റ്മെന്റ് ശരിയായി. അപ്പം മീൻസ് സ്റ്റേറ്റ്മെന്റ് തെറ്റി. ഓക്കെ,
അപ്പം ഒരെണ്ണം പോലും പാരബിൾസ് ഇല്ലാതിരിക്കണം ഉപനിഷത്തിൽ, അവിടെ കിടക്കട്ടെ. രണ്ടാമത് ഉപനിഷത്ത് വേർ കമ്പോസ്ഡ് ഏർലിയർ ദാൻ പുരാണാസ്. അപ്പൊ ഉപനിഷത്താണോ പുരാണയാണോ ഏറ്റവും ആദ്യം എഴുതിയത് എന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ, പുരാണം എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കലി? നമ്മൾ ജനറലി കോമൺ സെൻസിൽ പറയുന്നതാണ് പുരാണം എന്ന് പറയുന്നത് കഥകളാണ്, അല്ലെ, സ്റ്റോറീസ് ആണ്, മിത്താണ്. നീ വെറുതെ ഇരുന്ന് പുരാണം പറയല്ലേ എന്ന് നമ്മൾ പറയും. സോ പുരാണം ഈസ് ആക്ച്വലി എങ്ങനെയാണ് ഇങ്ങനെ മുന്നോട്ട് പോവുക? പുരാണം മുന്നോട്ട് പോകുന്നത് ഓറലിയാണ്, പറഞ്ഞിട്ടാണ്. നിങ്ങളുടെ അമ്മൂമ്മയാണ് നിങ്ങൾക്ക് പുരാണം പറഞ്ഞു തന്നിട്ടുണ്ടാവുക. നിങ്ങൾ പുരാണം വായിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ കേട്ടായിരിക്കും എന്ത് ചെയ്യുക, പുരാണം പഠിച്ചിട്ടുണ്ടാവുക. അപ്പം പുരാണം ഓറലി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്, കഥകളാണ്. അപ്പൊ എന്തിന്റെ കഥകളായിരിക്കണം? വേറെ എവിടെയോ എഴുതി വെച്ചതിനെ എന്ത് ചെയ്യണം? എഴുത്ത് എല്ലാവർക്കും അറിയില്ല, എവിടെയോ എഴുതി വെച്ചു. ആ കഥകൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലാണ്, ബേസിക്കലി അത് സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഥകൾ വേണം. ആ കഥകളായിരിക്കും ആദ്യം വരിക, അതോ റിട്ടേൺ കോൺസെപ്റ്റ് ആയിരിക്കും ആദ്യം വരിക? കാരണം ഇത് എല്ലായിടത്തും ഒരേപോലെ വരികയും വേണം. ഫോർ എക്സാമ്പിൾ, ഒരു റീജിയനിൽ ഒരേപോലെ, ഇപ്പൊ നിങ്ങളുടെ അമ്മൂമ്മ പറയുന്ന കഥ വേറെ അപ്പുറത്തെ വീട്ടിലെ അമ്മൂമ്മ അതേ കഥ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിനൊരു സോഴ്സ്, സിംഗിൾ സോഴ്സ് വരണ്ടേ? സോ പുരാണം ഈസ് എ കഥ, നമുക്ക് മനസ്സിലായി. കുറെ ആളുകൾ കഥ പറയുന്നു. സോ ഇവരൊക്കെ പക്ഷേ സെയിം കഥ വേണം പറയാൻ, അല്ലെങ്കിൽ ഒരു സിമിലർ നേച്ചർ ഓഫ് കഥ. സെയിം കഥ പറയണമെന്നില്ല, സിമിലർ നേച്ചർ ഓ കഥ വേണം പറയാൻ. അപ്പൊ ഇതിനൊരു സോഴ്സ് ഉണ്ടാവണം. ഈ സോഴ്സ് സ്വാഭാവികമായിട്ടും റിട്ടേൺ ആവാതെ ഇതുണ്ടാവാൻ പറ്റുമോ? ഇല്ലല്ലോ. ആദ്യം മോറൽ സോഴ്സ് ആണോ റിട്ടേൺ സോഴ്സ് ഉണ്ടാവുന്നു ആദ്യം, അല്ലെ? ബേസിക്കലി ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ പുരാണയാണോ ഉപനിഷത്താണോ ആദ്യം ഉണ്ടാവുക? ക്രോണോളജിക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും ആദ്യം ഏതായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? ഫസ്റ്റ് സാൻസ്കൃത ലിറ്ററേച്ചർ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം, ഉപനിഷത്തിനെ പറ്റിയല്ല ചോദിക്കുന്നത്, ജനറലി ഏറ്റവും ആദ്യം ഏതായിരിക്കും ഉണ്ടായിട്ട്? ഫസ്റ്റ് വേദാസ്. എക്സാക്ട്ലി, ഫസ്റ്റ് വേദാസ് ഉണ്ടായിട്ടുണ്ടാവും. വേദാസ് സാൻസ്കൃതാണ്, കോൺഫ്ലിക്റ്റ് ആണ്, ഭയങ്കര സ്ട്രക്ചേർഡ് ആണ്, ഭയങ്കര എന്ത് ചെയ്യണം, അല്ലെ? വേദാസിൽ കൃത്യമായ റൂൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഋഗ്വേദ റൂൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാവാത്തത് കൊണ്ടല്ലേ ബേസിക്കലി ഇത് എന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഉപനിഷത്ത്, അല്ലേ? അപ്പം ഇത് സ്ട്രിക്റ്റ് റൂൾസ് ആണ്. സ്വാഭാവികമായിട്ട് ഉപനിഷത്തിൽ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അവിടെ കഥ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, സ്റ്റോറീസ് ഉണ്ടാവണം, കഥ ഉണ്ടാവണം. പാരബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്റ്റോറീസ് എന്നാണ് അതിന്റെ വേർഡിന്റെ മീനിങ്. അപ്പം ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഉപനിഷത്ത്. ഉപനിഷത്തിലും വേദയിലും പറഞ്ഞ സാധനങ്ങൾ പോപ്പുലർ ആവണം എന്നുണ്ടെങ്കിൽ, എല്ലാവരിലേക്കും എത്തണം എന്നുണ്ടെങ്കിൽ, വായിക്കാൻ അറിയുന്ന ആളുകൾക്ക് മാത്രമേ ഇത് വായിക്കാൻ പറ്റുള്ളൂ. ഉപനിഷത്ത് വായിക്കാൻ അറിയുന്ന ആൾക്കേ പറ്റുള്ളൂ. സാൻസ്കൃത് വായിക്കാൻ അറിയുന്ന ഒരാൾക്ക് ഇപ്പം ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആണ്. പക്ഷെ സാൻസ്കൃത് വായിക്കാൻ അറിയുന്ന ഒരാൾക്ക് ഉപനിഷത്ത് വായിക്കാൻ പറ്റുള്ളൂ. വേദം വായിക്കണം എന്നുണ്ടെങ്കിലും ഉപനിഷത്ത് അറിയുന്ന ഒരാൾക്ക്, സാൻസ്കൃത് അറിയുന്ന ഒരാൾക്ക് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹിന്ദുയിസം എങ്ങനെ സ്പ്രെഡ് ആവും? സ്വാഭാവികമായിട്ടും പറയാൻ പറ്റുന്ന ഒരു സാധനം കൂടി വേണ്ടേ? അപ്പൊ എന്തെടുക്കണം? ഇതിന്റെ സ്റ്റോറീസ് എടുക്കണം, ദാറ്റ് ഈസ് പുരാണാസ്. ഓക്കെ, ഇനി അതൊന്നും അല്ലെങ്കിലും ഒരു സ്റ്റോറി പോലും ഉപനിഷത്തിൽ ഇല്ല എന്ന് പറയുന്നത് തെറ്റായിരിക്കില്ലേ? സ്റ്റേറ്റ്മെന്റ് ഒരു സ്റ്റോറി പോലും ഇല്ല, തെറ്റായിരിക്കും, അല്ലേ? ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ദർ ഇസ് നോ പാരബിൾസ് ഇൻ ഉപനിഷത്ത്. ഉപനിഷത്തിൽ ഒരു കഥയൊന്നും പറഞ്ഞിട്ടില്ല. ഫുള്ള് കണക്കും അല്ലെങ്കിൽ ഒരു കഥയൊന്നും പറയാതെ, സ്റ്റോറി ഒന്നും പറയാതെയാണ് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ദർ ഇസ് നോ പാരബിൾസ് ഇൻ ഉപനിഷത്ത്. ശരിയാന്ന് പറയുന്ന ആളൊന്ന് തംസപ്പെടുമോ? ശരിയാണെന്ന് പറയുന്ന ആള്. ഇല്ല. ഉപനിഷത്ത് വേർ കമ്പോസ്ഡ് ഏർലിയർ ദാൻ പുരാണാസ്. അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? നമ്മൾ നോക്കുക, ഏറ്റവും ഹയർ അതിന്റെ ഓർഡർ നോക്കുക. പുരാണാസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന സാധനം. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ വീട്ടിലെ അമ്മൂമ്മയ്ക്കും പുരാണം അറിയാം. പുരാണസ് എല്ലാവരും ഉപയോഗിക്കുന്ന വാമൊഴിയായിട്ട് ഉപയോഗിക്കുന്ന സാധനം. അപ്പൊ അതിന്റെ മുകളിലേക്ക്, ഹയറിലേക്കല്ലേ വലിയ വലിയ സാധനങ്ങൾ വരേണ്ടത്. അപ്പൊ ഉപനിഷത്തായിരിക്കും എന്തുകൊണ്ടും എന്ത് ചെയ്യുന്നത്, ആദ്യം കമ്പോസ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. അതിന്റെ കഥകളാണ് പുരാണത്തിലൂടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഥ വായിച്ചതിന് ശേഷമല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുരാണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മീൻസ് അപ്പൊ ഉപനിഷത്ത് വായിച്ചതിന് ശേഷമേ ബേസിക്കലി പുരാണാസ് വരുള്ളൂ. അപ്പം ഓർഡർ എന്താ? വേദാസ്, ഉപനിഷത്ത്, പുരാണാസ്. ബേസിക്കലി കോമൺ സെൻസ് ആയിട്ട് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ പുരാണം എപ്പോഴും നമ്മൾ പുരാണം പറയില്ലേ, പുരാണിച്ചോണ്ടിരിക്കില്ല, അങ്ങനെ പറഞ്ഞു. പുരാണമാണ് എപ്പോഴും ഭയങ്കര എല്ലാവരും അറിയുന്ന സാധനം എഴുത്തിലുള്ള സാധനം ആയിരിക്കില്ല, വാമൊഴി ആയിരിക്കും. പുരാണം എന്താണ്, കൂടുതലും ആളുകൾ പറയുന്ന സാധനങ്ങളായിരിക്കും. ഇപ്പൊക്കെ എഴുത്തുണ്ട്, ഒരുപാട് പുരാണങ്ങളുണ്ട്, പക്ഷെ ഇപ്പൊ എഴുത്തുമുണ്ട്. പക്ഷെ പണ്ടെന്താണ്, കൂടുതലും പറഞ്ഞിട്ടാണ്. അപ്പൊ ഉപനിഷത്തായിരിക്കും ആദ്യം ഉണ്ടാവും. സ്റ്റേറ്റ്മെന്റ് ആൻസർ ഏതായിരിക്കും? ബി ആയിരിക്കും ഉത്തരം വരിക. ഫസ്റ്റ് എന്തായാലും എന്തായിരിക്കും? റോങ് ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ ഇവിടെ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് മാത്രം. ഓക്കെ, വൺ ഡൗട്ട് ചോദിച്ചോ.
സാർ ഇപ്പൊ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റിനെ ആ. അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാണെങ്കിൽ അത് അതിനകത്ത് ഐഡിയ ഇല്ലാത്ത ഒരാളെന്നുണ്ടെങ്കിൽ ഒരു സാധനം ഇവിടെ ചെയ്യാൻ പറ്റുന്നത്, ഫസ്റ്റ് നിങ്ങൾക്ക് ഇത് എലിമിനേറ്റ് ചെയ്യാൻ ഐഡിയ വേണോ? സിമ്പിൾ അല്ലേ? ഉപദേശത്തിൽ ഒരു കഥ പോലും ഇല്ല. പാരബിൾസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വേർഡാണ്, അതിന്റെ മീനിങ് അറിയണം. ഓക്കെ, ഇനി അത് അറിയില്ലെങ്കിലും ബേസിക്കലി ഒരു പാരബിൾസും ഇല്ല എന്നൊക്കെ പറയുന്ന സാധനം എന്ന് പറയുന്നത് അങ്ങനെ വെറുതെ. പക്ഷെ പാരബിൾസിന്റെ മീനിങ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റോറി ആണെന്ന് മനസ്സിലാവും. സ്റ്റോറി ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് വെട്ടിക്കളയാൻ പറ്റും. ഉപദേശത്തിൽ കഥയില്ലാതിരിക്കുവോ? ഭയങ്കര ഭയങ്കര നോക്കി എത്ര ഉപനിഷത്തുണ്ട്, ഒരുപാട് 16 ഉപനിഷത്ത് എന്തോ ഉണ്ട്. മീൻസ് എക്സാക്ട്ലി എനിക്കറിയില്ല, 16 to 20 അങ്ങനെ എന്തോ ആണ് ഉപനിഷത്തുകളുണ്ട്. അപ്പൊ ഇത്രയും ഉപനിഷത്തുകൾ ഉണ്ടാവുമ്പം അതിൽ ഒരു ഉപനിഷത്തിൽ പോലും കഥയില്ല എന്നാ ഞാൻ പറയുന്നത്. അപ്പം അത് ഭയങ്കര എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതുകൊണ്ട് ഇത് സ്റ്റേറ്റ്മെന്റിന് എന്ത് ചെയ്യാം, നമുക്ക് കട്ട് ചെയ്യാം. ഇനി ഇതില് ബേസിക്കലി കട്ട് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആലോചിക്കേണ്ട ചിന്താഗതി ഇപ്പൊ മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതാണ് വേണ്ടത്. എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്ന് ആലോചിക്കുക. ഇപ്പൊ ഇവിടെ പുരാണം എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ കോമൺ ആയിട്ട് അറിയുന്ന സാധനമാണ്. കോമൺ ആയിട്ട് അറിയുന്ന സാധനമായിരിക്കും ലേറ്റസ്റ്റ് പീരീഡിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവുക, എപ്പോഴും ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക. കാരണം വേദാസ് ആരും പറഞ്ഞു നടക്കില്ല, ഡിഫിക്കൽട്ടാണ്. പുരാണസ് ആണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു നടക്കുന്നത്. കഥകൾ പറഞ്ഞു നടക്കണം എന്നുണ്ടെങ്കിൽ ആ കഥകൾക്ക് ഒരു കോമൺ സോഴ്സ് ഉണ്ടാവണം. ആ കോമൺ സോഴ്സ് ആണ് റിട്ടേൺ ഫോർമാറ്റ്. ഇപ്പം നമ്മളൊരു കൾച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹിന്ദു കൾച്ചർ നോക്കുകയാണെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും? റിട്ടേൺ കൾച്ചറും ഉണ്ട്, ഓറൽ കൾച്ചറും ഉണ്ട്. ഹിന്ദു കൾച്ചറിൽ ഓറൽ കൾച്ചറാണ് നമ്മൾ വാമൊഴിയായിട്ട് പറയുന്നത്. ഇതാണ് ലോക്കൽസ് ഉപയോഗിക്കുന്ന സാധനം. കൂടുതൽ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ആളുകൾ ഇത് എലീറ്റ് പീപ്പിൾ ആണ്. കാരണം സുപ്പീരിയർ കൾച്ചറാണ്, എലീറ്റ്, ഓൺലി എലീറ്റ്സ് യൂസിങ് ഇറ്റ്. പക്ഷെ ഇവിടെ എന്താണ്, ഓറൽസ്, കൂടുതൽ ആളുകൾ പറയുന്ന സാധനം. ഓക്കെ, അപ്പൊ അത് പുരാണ ലേറ്റർ ആയിട്ട് വരും കേട്ടോ. നോക്കാം നമുക്ക്, മീൻസ് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്താൽ മതി, വരും. ഇതൊന്ന് നോക്കിയേ, ഇന്റർനാഷണൽ ബാങ്ക് ഓഫ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാം ഫസ്റ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു. ആദ്യം 3 ഒന്ന് വായിച്ചതിന് ശേഷം എലിമിനേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓപ്ഷൻസും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. എന്നതിന് ശേഷം ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി എലിമിനേറ്റ് ചെയ്യാൻ ഒന്നും ഇല്ലെങ്കിൽ 0 എന്ന് ടൈപ്പ് ചെയ്താണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് 1, 2, 3. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നു ഒരാള് നോയില്. വേറെ ആരെങ്കിലും? സെക്കൻഡ് 1 റിസ്വാനും കിട്ടുന്നു. സെക്കൻഡ് 1 ആക്ച്വലി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് 1 ബാക്കി എല്ലാവരും, ബാക്കിയുള്ളവർക്കോ വേറെ ആരും കിട്ടാത്തവരുണ്ടെങ്കിലും ഒന്ന് തംസപ്പ് ഇട്ടെ. ഇതുവരെ ഒന്നും കിട്ടില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിഖിലിന് കിട്ടിയിട്ടില്ല. റിപ്പീറ്റഡ് ആയിട്ട് വായിക്കേ. ബ്രെയിൻ നിങ്ങൾ ഓർത്ത് വായിക്കേ. ഇനി ഞാൻ പറയാം, ഇതുവരെ കിട്ടാത്ത ആളെടുത്ത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് എലിമിനേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ കിട്ടാത്ത ആളുകൾ എന്തുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. അത് വീണ്ടും വായിക്കുക. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഏത് വേർഡ് ആയിരിക്കും അവിടെ പ്രോബ്ലം, എന്താണ് അവിടുത്തെ പ്രോബ്ലം എന്ന് വയ്ക്കാം. ഒന്ന് ഫസ്റ്റ് എന്താണെന്ന് നോക്കിക്കോ. IBRD എന്താണെന്ന് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. ഒന്നും അറിയില്ല. IBRD ഒന്നും അറിയില്ല. എന്തോ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അയ്യോ അറിയില്ല, മാറ്റി വെച്ചു. അറിയുന്നുള്ളവർക്ക് കുറച്ചുകൂടി ഈസി ആവട്ടോ. സിംഗിൾ ഹാൻഡഡ്ലി. എക്സാക്ട്ലി. എന്താണ് അവിടുത്തെ പ്രശ്നം? ഫസ്റ്റ് ഇനി മൊത്തത്തിൽ ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു സ്റ്റേറ്റ്മെന്റ്. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യന്റെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ഓപ്ഷൻ ഒന്ന് ആദ്യം തന്നെ നോക്കണം. എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് നോക്കണം. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് കുറച്ചുകൂടി ക്ലിയർ ആവും. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഇവിടുത്തെ ഓപ്ഷൻസ് കണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇങ്ങനെയാണ് ഓപ്ഷൻസ്. അപ്പൊ ഇങ്ങനെ ഓപ്ഷൻസ് 1 only 2 only അല്ലെങ്കിൽ both 1 neither 2. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരെണ്ണം അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 50-50 എത്തും. രണ്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ കോൺട്രാഡിക്ഷറി സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ കൂടുതലായിട്ട് നിങ്ങൾ കണ്ടെത്തുന്നത്. ഞാൻ അത് പഠിപ്പിക്കുമ്പോൾ ഞാൻ അതിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ തൽക്കാലം ഇനി ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റാ പറയുന്നത്. ഇതിങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ആദ്യം നിങ്ങൾ എടുക്കുന്ന ഇൻഫറൻസ് എന്താണ്? ഫസ്റ്റ് ഇൻഫറൻസ് എന്തായിരിക്കണം? ഇങ്ങനെയാണ് ഈ ഓപ്ഷൻ കാണുന്നത്. 1 and 2 only, 2 and 3 only, 1 and 3 only, 1, 2, 3. ഇതാണ് ഓപ്ഷൻ എങ്കിൽ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്ന ഒരു ഓപ്ഷൻ എങ്കിൽ, കുറെ ഓപ്ഷൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണാം. ഇതാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? എലിമിനേഷൻ ഒക്കെ പിന്നെ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? അറ്റ്ലീസ്റ്റ്
0 അല്ല, അതിനെക്കാട്ടും കുറച്ചുകൂടി മിനിമം 2 ആർ കറക്റ്റ്. എക്സാക്ട്ലി, അറ്റ്ലീസ്റ്റ് 2 എണ്ണം കറക്റ്റ് ആണ്. അപ്പൊ 3 തെറ്റുന്ന ഒരു ഓപ്ഷൻ ഇല്ല. മിനിമം 2 എണ്ണം ഇതിനകത്ത് ശരിയാണ്. ഭയങ്കര ഈസി ആയില്ല. ഇനി മിനിമം 2, അത് നിങ്ങൾ വായിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ മാക്സിമം മജോറിറ്റി മിനിമം 2 എണ്ണം ശരിയാണ്. ഇനി നിങ്ങൾക്ക് ആകെ അപ്പം എന്ത് ചെയ്താൽ മതി, 3 എണ്ണം ശരിയാണോ എന്നുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ ഒരെണ്ണത്തിനോ കണ്ടെത്തി കഴിഞ്ഞാൽ പരിപാടി തീർന്നു. അപ്പം എല്ലാ സ്റ്റേറ്റ്മെന്റും തെറ്റാണെന്ന് വാദിക്കാൻ പറ്റുന്ന എന്തെങ്കിലും റീസൺസ് നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി. മിനിമം 2 എണ്ണം എന്തായാലും ശരിയാണ്. അപ്പൊ തന്നെ നമ്മളെ പരിപാടി പകുതി തീർന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മളെ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ റിയലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ മെന്റലി സ്ട്രെസ് ഫ്രീ ആവും. അപ്പൊ കുറച്ചുകൂടി പെട്ടെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഗുണം. ഇത് നോക്കിയേ, ഫസ്റ്റ് ഈ പ്രൊവൈഡ്സ് ഇത് ഇതിനകത്ത് ഇന്റർനാഷണൽ, ഇനി ഇത് റീകൺസ്ട്രക്ട് ചെയ്ത് നോക്കിക്കേ, ഈ വേർഡ് റീകൺസ്ട്രക്ട് ചെയ്ത് നോക്കിക്കേ. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, അതായത് ഒരു റീകൺസ്ട്രക്ഷൻ, എന്തോ തകർന്നു അതെന്ത് ചെയ്യുന്നു, റീകൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പൊ തകർന്നതിന് ശേഷം റീകൺസ്ട്രക്ട് ചെയ്യുന്നു, പിന്നെ അതിനുശേഷം ഡെവലപ്പും ചെയ്യുന്നുണ്ട്. അപ്പം ഓൾറെഡി ആരോ തകർത്തു, അതിനുശേഷം റീകൺസ്ട്രക്ട് ചെയ്തു. ഇതെന്തിനാണ് ഇങ്ങനെ, ഇത് നിങ്ങൾക്ക് അല്ലാതെ തന്നെ അറിയാം, വേൾഡ് ബാങ്കിന്റെയാണ്. ഇനി അറിയാത്തവർക്ക് നമുക്ക് പല ക്വസ്റ്റ്യൻസിൽ ഈ റീകൺസ്ട്രക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇത് റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. ഇന്റർനാഷണൽ ബാങ്ക് ആണ്. റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഏതോ സാധനം തകർത്തു, ആരോ തകർത്തു, അതിനുശേഷമാണ് ഇത് റീബിൽഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനുശേഷം ഇതിന്റെ ഡെവലപ്മെന്റുകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ ഡെവലപ്മെന്റ് നോക്കുന്ന എന്തോ ഒരു ഓർഗനൈസേഷൻ. ലോൺസ് ആൻഡ് ഗ്യാരണ്ടി ടു മിഡിൽ ഇൻകം കൺട്രി, ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് ലോൺസ് ആൻഡ് ഗ്യാരണ്ടി ടു മിഡിൽ ഇൻകം കൺട്രീസ്. ഇത് തെറ്റാണെന്ന് വാദിക്കാൻ ഒരാൾക്കും പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്, ഇനി ഒന്നും അറിയില്ല തെറ്റാന്ന് വാദിക്കാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് മാറ്റിയിട്ട് വേറൊരു ബാങ്കിന്റെ പേരിട്ടിട്ട് അവർ മിഡിൽ ഇൻകം കൺട്രിക്ക് ലോൺ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് തെറ്റാന്ന് വാദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു ലോൺ കൊടുത്താൽ പോലും മിഡിൽ ഇൻകം കൺട്രി വളരെ ജനറൽ ആണ്, വളരെ സ്പെസിഫിക് ആയുള്ള ഒരു സ്റ്റേറ്റ്മെന്റും ഇതിനകത്തില്ല. മൂന്നാമത്തെ നോക്കിയിട്ട് വാസ് എസ്റ്റാബ്ലിഷ് ടു ഹെൽപ്പ് യൂറോപ്പ് റീബിൽഡിംഗ് വേൾഡ് വാർ സെക്കൻഡ്. റീബിൽഡിംഗ്, റീകൺസ്ട്രക്ഷൻ, റീബിൽഡിംഗ്. സോ ഓട്ടോമാറ്റിക്കലി എന്തോ തകർത്തതിന് ശേഷമാണ് റീബിൽഡ് ചെയ്യാന്നുള്ളത് നമുക്ക് മനസ്സിലായി. അവിടെ കിടക്കട്ടെ. ഇനി അതും നമുക്ക് അറിയില്ലെങ്കിൽ നോക്ക്, നിങ്ങൾ ക്ലിയർ ആയി വെച്ചേ. സിംഗിൾ ഹാൻഡ്ലി ഇവര് മാത്രം ഫണ്ട് ചെയ്യും ഡെവലപ്പിംഗ് കൺട്രി, വേറെ ഒരുത്തനെയും കൊണ്ട് ഫണ്ട് ചെയ്യാൻ അനുവദിക്കില്ല. ഇതെന്ത് വൃത്തിയുടെ സ്വഭാവമാണ്. സ്വാഭാവികമായിട്ട് ആലോചിച്ച് നോക്കിയേ, ഒരാള് മാത്രമാണോ ഫണ്ട് ചെയ്യുക, പല ഓർഗനൈസേഷൻ ഫണ്ട് ചെയ്യില്ലേ. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്, ഇറ്റ് വർക്ക് സിംഗിൾ ഹാൻഡ്ലി ടു ഹെൽപ്പ് ഡിവോട്ടിംഗ് കൺട്രീസ് ടു റെഡ്യൂസ് പോവർട്ടി. അതും ഡെവലപ്മെന്റ് അല്ല, പോവർട്ടി കുറയ്ക്കാൻ വേണ്ടി ഇവര് മാത്രം ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും വേറെ ആളുകളും വർക്ക് ചെയ്യും. വളരെ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സിംഗിൾ ഹാൻഡ്ലി എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ആണ്. ക്വസ്റ്റ്യൻ വളരെ ജനറൽ ആണ്. പോവർട്ടി റിഡക്ഷൻ ആരൊക്കെ ഫണ്ട് ചെയ്യാം, വേൾഡ് ബാങ്കിലെ IMFന്റെ IBRDക്ക് ഫണ്ട് ചെയ്യാം. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, IBRD എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിന്റെ അണ്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ബാക്കിയുള്ള വേൾഡ് ബാങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവർക്ക് ഫണ്ട് ചെയ്യാം. IMFന് ഫണ്ട് ചെയ്യാം. ബാക്കിയുള്ള ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന് ഫണ്ട് ചെയ്യാം. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബാങ്കിന് ഫണ്ട് ചെയ്യാം. അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വലി ഫണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവരെന്താ പറഞ്ഞത്, ഫണ്ട് IBRDക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വേർഡ്സ് കൃത്യമായിട്ട് നിങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. ഈ സാധനം തെറ്റാന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഉത്തരത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. ഓക്കെ, ഇന്ന് നമുക്ക് ഇത് ലാസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട്, ബാക്കി ഇത് കുറെ സാധനങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇന്ന് ഇത് ബാക്കി ഇത് ലാസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് ചെയ്യാം. ഇതൊന്ന് നോക്കിയേ. ലാസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഏതാണ്? സി രണ്ടാം സ്റ്റേറ്റ്മെന്റ് തെറ്റാക്കി എടുത്തല്ലോ. കാരണം അറ്റ്ലീസ്റ്റ് 2 എണ്ണം ശരി, ഏതെങ്കിലും ഒന്ന് തെറ്റാന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പരിപാടി തീർന്നു. അത് പക്ഷെ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പോയിട്ട് ഇത് തെറ്റാന്ന് എടുക്കരുത്, 3 വായിച്ചതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലാണ് നമുക്ക് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ബയാസ്നെസ്സിൽ ഉത്തരം തെറ്റിപ്പോയ. എങ്ങനത്തെ ബയാസ്നെസ്സിൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വായിച്ചു, എനിക്കിത് എന്തായെന്ന് തോന്നി, തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കൊരു ഫീൽ തോന്നി. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നത്, ആദ്യം തന്നെ പോയി ഓപ്ഷൻ അങ്ങ് മാർക്ക് ചെയ്തോളെ. അങ്ങനെ മാർക്ക് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ വായിക്കുകയാണ്, ഇറ്റ് പ്രൊവൈഡ്സ് ലോൺസ് ടു ഗ്യാരണ്ടി ഇൻകം, ഇത് തെറ്റാന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഓട്ടോമാറ്റിക്കലി ആദ്യം തന്നെ വന്ന ഓപ്ഷൻ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം ഇത് കിട്ടും, ബി കിട്ടും. എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നീട് ഞാൻ ഈ ഓപ്ഷൻ വായിച്ചാലും നിങ്ങൾക്ക് ഒരിക്കലും ഈ സിംഗിൾ ഹാൻഡിൽ കാണാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബയാസ്ഡ് ആണ്. നിങ്ങൾ ഈ ഉത്തരം ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും ആദ്യം തന്നെ പോയിട്ട് മാർക്ക് ചെയ്യരുത്. എന്ത് ചെയ്യുക, ഒരു തവണ വായിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, എന്ത് ചെയ്യുക, ഫുൾ വായിച്ചതിന് ശേഷം മാത്രമേ എലിമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, തെറ്റായ ഉത്തരത്തിലേക്ക് പോകും. ഇവിടെ നമ്മൾ ഇതിനെ എലിമിനേറ്റ് ചെയ്തു. സോ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ C ആണ് ഉത്തരം വരിക, 1 and 3. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിക്കേ. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തേ, ഉത്തരത്തിലേക്ക് ഒന്ന് വന്നേ. സാർ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നല്ലേ ചോദിച്ചത്? ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഞാൻ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കി, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കി, ഇത് ഒഴിവാക്കിയില്ലേ? തേർഡും തെറ്റല്ലേ? ഇറ്റ്സ് എസ്റ്റാബ്ലിഷ് ടു ഹെൽപ്പ് യൂറോപ്പ് ബിൽഡ് ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ്. വേൾഡ് ബാങ്ക് IBRD എന്തിനാ ഉണ്ടാക്കിയ, ബാങ്ക് ഓഫ് റീകൺസ്ട്രക്ഷൻ. സെക്കൻഡ് ഈ IBRD 44-ലല്ലേ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? സെക്കൻഡ് വേൾഡ് വാർ എപ്പോഴാണ് തീരുന്നത്? 45-ലല്ലേ? 45 വുഡൻ ബ്രിക്സ് വുഡന്റെ ഭാഗമായിട്ട് 45-ലാണ് ബേസിക്കലി വുഡൻ ബ്രിക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത്. അതിനുശേഷമാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. വേൾഡ് വാറിന് ശേഷം റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് IBRD വരുന്നത്.
അതുകൊണ്ടാണ് ആ ബാങ്കിന്റെ പേര് റീകൺസ്ട്രക്ഷൻ എന്ന് പറയാൻ കാരണം ഫോർ എക്സാമ്പിൾ വേൾഡ് വാർ അല്ലെങ്കിൽ ഇതെന്തിനാ ഞാൻ റീകൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഇട്ടാ പോരെ? മനസ്സിലായോ? ഒരു ഡൗട്ട്. അതല്ല ഞാൻ പറയാം. റീകൺസ്ട്രക്ഷൻ എന്ന് പേര് വരാൻ കാരണം എന്തോന്നിനെ ഡിസ്ട്രക്ട് ചെയ്തു അവിടെ. അപ്പം ബേസിക്കലി വേൾഡ് ബാങ്കും IMF ഒക്കെ വേൾഡ് വാർ സെക്കൻഡിന് ശേഷം വന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓൾ ബ്രിട്ടൻ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആർ ദ റിസൾട്ട് ഓഫ് വേൾഡ് വാർ സെക്കൻഡ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് വേൾഡ് വാർ സെക്കൻഡ് അതൊരു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ബട്ട് ഹൗവർ എന്താണ് ഇനി അത് അറിയില്ലെങ്കിലും ഈ വേർഡ് റീകൺസ്ട്രക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇത് ലിങ്ക് ചെയ്യാം. ഇനി അങ്ങനെ നീ തെറ്റാക്കി എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും നിങ്ങൾക്ക് തെറ്റായിട്ട് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് 2 സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റുന്ന ഓപ്ഷൻ ഇല്ല. ദാറ്റ് ഈസ് ഫസ്റ്റ് അവിടെ നമ്മുടെ ഇൻഫറൻസ് ഇതാണ്. അറ്റ്ലീസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അറ്റ്ലീസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. അപ്പൊ ഒരിക്കലും 3rd സ്റ്റേറ്റ്മെന്റ് തെറ്റാക്കി എടുക്കരുത് കേട്ടോ. ഇറ്റ് ഈസ് ക്ലിയർ. ഇതൊന്ന് നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയുന്നത് എത്ര പേരുണ്ട്? ക്ലിയർ ആയിട്ട് വായിച്ചോ. ആദ്യം മൊത്തം വായിച്ചോ. ഓൺലൈൻ ഗെയിമിംഗ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് is applicable to all online games. Foreign direct investment is not allowed under the automatic route for any form of online game. MeitY act as a nodal agency for online games. ഭയങ്കര ഫാക്ച്വൽ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമ്മൾ എവിടെ നോക്കണം? ഓപ്ഷനിൽ നോക്കണം. ആദ്യം ഓപ്ഷനിൽ ഒന്ന് പോയി നോക്കിക്കേ. മനസ്സിലായി? ഓപ്ഷൻ എന്താണ്? ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആണ്. ഓട്ടോമാറ്റിക്കലി അറ്റ്ലീസ്റ്റ് എന്ത് കറക്റ്റ് ആണ്? 2 കറക്റ്റ് ആണ്. അപ്പം ഇത് 3 നമ്മൾ സസ്പീഷ്യസ് ആയി കാണണ്ട. ഭയങ്കര ഫാക്ച്വൽ ആയിട്ട് ഒന്നും മാറ്റാൻ പറ്റാത്ത സാധനം അവിടെ കിടക്കട്ടെ. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് എത്ര പേരുണ്ട്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്തവര് എനിക്കറിയില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്തവര് ഒരാള്, നിഖിലും എലിമിനേറ്റ് ചെയ്തു 2 പേര്, 3 പേര്, 4 പേര്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊരു ടെസ്റ്റ് ആണ് ബേസിക്കലി. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൾസ് ആർ നോട്ട് ഓൾ ആവില്ല. എന്തല്ല, എക്സ്ട്രീം അല്ല. കോണ്ടെക്സ്റ്റ് നോക്കണം. ഓൺലൈൻ ഗെയിം എന്ന് പറയുന്നതിന് ഓൾ GST ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ഓൺലൈൻ ഗെയിംസ് എന്നാണ് പറഞ്ഞത്. ഇനി ഓൺലൈൻ ഗെയിം എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ഗുഡ് ആണോ? ഓൺലൈൻ ഗെയിം എന്ന് പറയുന്നത് കഴിച്ചില്ലെങ്കിൽ പട്ടിണിയാവുന്ന എന്തെങ്കിലും ആണോ? എസെൻഷ്യൽ ഗുഡ് ആണോ? അല്ല. എന്റർടൈൻമെന്റ് അല്ലേ, ലക്ഷറി അല്ലേ, സർവീസ് അല്ലേ? സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഓൺലൈൻ ഗെയിമിന് ഒരു ഗവൺമെന്റ് എക്സെപ്ഷൻ കൊടുക്കും. ഒന്ന് ഓൺലൈൻ ഗെയിമിനോട് ആർക്കും താല്പര്യമില്ല. ഇവര് പഴയ ജനറേഷനാണ് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും സീതാറാം ജീവിതമൊക്കെ പഴയ ജനറേഷൻ ഗെയിം കളിക്കാറില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവര് താല്പര്യമില്ല ഇവർക്ക്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഓൺലൈൻ ഗെയിമിന് എക്സെപ്ഷൻ കൊടുക്കാൻ ഓൺലൈൻ പട്ടിണി പാവങ്ങൾ കളിക്കുന്ന സാധനമല്ല അല്ലെ? നമ്മളെ പോലെയുള്ള ആളുകൾ കളിക്കുന്ന സാധനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ഓളും റോങ് ആവില്ല. ഫസ്റ്റ് പോയിന്റ്, നോട്ട് ഓൾ എക്സെപ്ഷൻസ് എന്ത് ചെയ്യില്ല, എക്സെപ്ഷൻ ആവില്ല. കോണ്ടസ്റ്റ് നോക്കണം. ഇവിടുത്തെ ഓൾ എന്തുമായിട്ടാണ് വന്നത്? ഓൺലൈൻ ഗെയിമുമായിട്ടാണ് വന്നത്. ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് നോട്ട് അലൗഡ് അണ്ടർ ദി ഓട്ടോമാറ്റിക് റൂട്ട് ഫോർ എനി ഫോം ഓഫ് ഓൺലൈൻ ഗെയിം. ഇവിടെ 2 സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾക്ക് ഈ ഓൾ എല്ലാം തെറ്റാവാതെ എടുക്കാൻ വേണ്ടിയുള്ള നിങ്ങളൊന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടി അവെയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തന്നിരിക്കുന്നത്. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഈസ് നോട്ട് അലൗഡ് അണ്ടർ ദി ഓട്ടോമാറ്റിക് റൂട്ട് ഫോർ എനി ഫോം ഓഫ് ഗവൺമെന്റ്. ഒന്ന് FDI വന്നു, നോട്ട് അലൗഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് തന്നെ. അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ പോസിബിലിറ്റി കുറഞ്ഞു, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കി. അണ്ടർ ദി ഓട്ടോമാറ്റിക് റൂട്ട് ഫോർ എനി ഫോം, വീണ്ടും എക്സ്ട്രീം ആക്കി. 2 എക്സ്ട്രീം ഫോം, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, രണ്ടും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബേസിക്കലി എന്താണ്, എല്ലാ ഓൺലൈൻ ഫോമിനും എല്ലാ ടൈപ്പ് ഓഫ് ഓൺലൈൻ ഗെയിമിങ്ങും മോശമാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രോബ്ലം കണ്ടെത്താൻ പറ്റും? നിങ്ങൾ പഠിച്ച ഭാഗമായിട്ടോ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇനി ഓൺലൈൻ ഗെയിമിങ്, ഞാൻ വേറൊരു ചോദ്യം, നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ എത്രത്തോളം നിങ്ങൾക്ക് അറിയാൻ നോക്കട്ടെ. ഓൺലൈൻ ഗെയിമിംഗ് ഈസ് കംസ് അണ്ടർ ആർട്ടിക്കിൾ 19 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ ഞാൻ പറയാണ്, സം ഓൺലൈൻ ഗെയിമിംഗ്, ഞാൻ ഒന്നുകൂടി വ്യത്യാസമാക്കണേ. സം ഓൺലൈൻ ഗെയിമിംഗ് ആർ കംസ് അണ്ടർ ആർട്ടിക്കിൾ 19 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ അണ്ടർ ദി ആർട്ടിക്കിൾ 19 ക്ലോസ് 1A റൈറ്റ് ടു എക്സ്പ്രഷൻ. ശരിയാണോ തെറ്റാണോ? ശരിയാണെന്ന് പറയുന്ന ഒരു തംസപ്പ് ഇടുക, തെറ്റാന്ന് പറയുന്ന ഒരു മറ്റേ താഴോട്ടുള്ള തംസപ്പ്, മറ്റേ ഈ തംസപ്പ് ഇടുക. ക്വസ്റ്റ്യൻ ഒന്നുകൂടി. സം ഓൺലൈൻ ഗെയിംസ് ആർ
comes under Article 19 of the Constitution. Article 19 എന്താണ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ശരിയാണെന്ന് ജിഷ്ണു പറയുന്നു. ഓക്കെ, ഒരാൾ ശരി, നിഖിൽ ശരി, ആകാശ് ശരി, ഷൈജ ശരി. ഓക്കെ, അതെന്തുകൊണ്ടാണ് പറയാൻ കാരണം ശരിയെന്ന്? റീസൺ വേണം. ഞാൻ ഇവിടെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നോക്കിയ ലോജിക് അല്ല, സം എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കരുത്. സം ഇതാരാ സം തന്നെ പറയുന്നത്? ഓക്കെ, സോഷ്യോളജിസ്റ്റ് തന്നെ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫൈൻ. സം ഓൺലൈൻ ഗെയിംസ് ആർ കംസ് അണ്ടർ ആർട്ടിക്കിൾ 19. സം ഉള്ളത് കൊണ്ട് പറയണ്ട. ഞാൻ ഇവിടെ ജനറൽ സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അറിയുന്നതാണ് നന്ദ തെറ്റാന്നത്. ഈ സം അല്ലാതെ വേറെ എന്തെങ്കിലും റീസൺ പറയാനുണ്ടോ നിങ്ങൾക്ക്? കാരണം ഇത് റീസെന്റ് കറണ്ട് അഫയേഴ്സ്, അത് നിങ്ങൾക്ക് അവെയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. റീസെന്റ് മീൻസ് ലാസ്റ്റ് 2-3 years. സം അല്ലാതെ ഏതെങ്കിലും റീസൺ ഇല്ല അല്ലെ? ബേസിക്കലി ഓൺലൈൻ ഗെയിമിനെ എത്രയായിട്ട് തരംതിരിക്കാം? ഓൺലൈൻ ഗെയിമിംഗ്സ് ആർ 2 types: ഗെയിം ഓഫ് സ്കിൽ ആൻഡ് ഗെയിം ഓഫ് ചാൻസ്. എന്താണ് ഗെയിം ഓഫ് ചാൻസ്? ബൈ ലക്ക്. ഫോർ എക്സാമ്പിൾ റമ്മി. ഓക്കെ, റമ്മി കളിക്കൂ, പൈസ നേടൂ, ഞാൻ ഇടുക്കിയിൽ പോയി റമ്മി കളിച്ച് 1000, അങ്ങനെ പരസ്യം കണ്ടല്ലേ? വിച്ച് ഈസ് എ ഗെയിം ഓഫ് ചാൻസ്, വിച്ച് ഈസ് ഗാംബ്ലിംഗ്, which is actually now prohibited by Supreme Court, saying that this is game of chance. Unlucky പ്രകാരം എന്നാണ് prohibited. അതുകൊണ്ടാണ് കുറെ ഗെയിമിംഗ് ആപ്പ് പോയത്. But there is another part, ഗെയിം ഓഫ് സ്കിൽ. ഫോർ എക്സാമ്പിൾ പബ്ജി വെറുതെ പോയിട്ട് കളിക്കാൻ പറ്റില്ല. ഇത് ഷൂട്ടൊക്കെ ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാട്, പുറകിൽ ആൾ വരും, തിരിച്ചാൾ വരും, വിളിച്ചു പറയണം, അതുപോലെ സ്കില്ല് വേണം. ഓക്കെ, ഗെയിം ഓഫ് സ്കിൽ, കഴിവുള്ള സ്കില്ലിന്റെ എക്സ്പ്രഷൻ ഉള്ള ഗെയിംസ് കംസ് അണ്ടർ ആർട്ടിക്കിൾ 19 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓൾസോ ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് അണ്ടർ റൈറ്റ് ടു എക്സ്പ്രഷൻ. ഗെയിമിംഗ് ഈസ് എ റൈറ്റ് ടു എക്സ്പ്രഷൻ. ജെൻസി വിഭാഗത്തിൽ അല്ലെ ഞങ്ങളെ പോലെയുള്ള വിഭാഗത്തിന്റെ റൈറ്റ് ടു എക്സ്പ്രഷൻ ആണ് ബേസിക്കലി ഗെയിമിംഗ്. സ്കിൽ ബേസ്ഡ് ആയ ഗെയിമിംഗ്. ഇപ്പം ഷൂട്ട് ചെയ്യുക, കാർ ഓടിക്കുക എന്നൊക്കെ ഭയങ്കര സ്കില്ല് വേണം. ഇത് ഇടിക്കാൻ പാടില്ല, അങ്ങനെ വേണം. പിന്നെ ബേസിക്കലി ഗെയിമിംഗ് ഈസ് ഓൾസോ പാർട്ട് അണ്ടർ ഒളിമ്പിക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ഗെയിമിങ്സ് വരുന്നുണ്ട്. അപ്പം എല്ലാ ഗെയിമിങ്ങും മോശമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എനി ഫോം ഓഫ് ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ എന്ത് വന്ന്, ഫോർ എക്സാമ്പിൾ ഗെയിം ഓഫ് സ്കില്ലിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രി. നിങ്ങൾ ഈ അടുത്ത് ബജറ്റ് വായിച്ചാൽ പോലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കില്ലായിരുന്നു. കാരണം ബജറ്റിൽ ഗെയിമിംഗ് ഇൻഡസ്ട്രി വളർത്താൻ വേണ്ടിയിട്ട് ദർ ഈസ് ലൈക്ക് ഓറഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല, നമുക്ക് ബജറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓറഞ്ച് റവല്യൂഷനിൽ എന്താണ്, മേക്ക് ഇന്ത്യ ഈസ് എ ഗെയിമിംഗ് ഹബ് ഒക്കെ ആക്കാൻ വേണ്ടി AI ഗെയിമിംഗ് ഹബ് ആക്കാനുള്ള ഒരു സ്കീമാണ് ഓറഞ്ച് ഇൻഡസ്ട്രി, ഓറഞ്ച് റവല്യൂഷൻ. സോ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഗെയിം ഓഫ് സ്കിൽ അലോഡ് ആണ് കേട്ടോ. അപ്പൊ എനി ഫോം ഇവിടെ എന്താണ്, എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അത് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അറിയില്ല, നമുക്ക് പഠിക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ എന്താണ് ഞാൻ ശ്രദ്ധിക്കാൻ ഇവിടെ ഉദ്ദേശിച്ചത്, എവറി ടൈം ഓള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചാടിക്കേറി എലിമിനേറ്റ് ചെയ്ത് തെറ്റിക്കരുത്. ഓൾ എപ്പോഴും ഓളല്ല, ഓളിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കണം എപ്പോഴും കേട്ടോ. ആ കോണ്ടെക്സ്റ്റ് ചിന്തിച്ചതിന് ശേഷം മാത്രം എലിമിനേറ്റ് ചെയ്യുക. ഇനി ഗെയിമിംഗിൽ എന്താണ് 2 ടൈപ്പ് സ്കീമുണ്ട്. ഇത് എന്തുകൊണ്ട് ഇത് തെറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നോട്ട് അലോഡ് എന്ന് പറഞ്ഞു ഓട്ടോമാറ്റിക് റൂട്ടിൽ. അപ്പൊ നോട്ട് അലോഡ് എന്ന് പറയുമ്പോൾ തന്നെ കുറെ ഗെയിമിങ്ങൾ കുറെ ഗെയിം ഔട്ടായി. അപ്പൊ കുറച്ച് ഗെയിമിലേക്ക് വന്നു. ആ കുറച്ച് ഗെയിമിങ്ങിനെയും എന്ത് ചെയ്തു, എനി ഫോം എന്ന് പറഞ്ഞപ്പം ഫുള്ള് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. പക്ഷെ നല്ല ഗെയിംസ് ഉണ്ടാവില്ലേ? അതിനാണ് ഞാൻ ഇന്ന് അറിയാൻ പറഞ്ഞത്. ബേസിക് കറണ്ട് അഫയേഴ്സ്, സ്കില്ലും, സുപ്രീം കോടതി ജഡ്ജ്മെന്റ്, റീസെന്റ് ബജറ്റ്, ഇതൊക്കെ വായിച്ചു പോയിട്ടായിരിക്കും നിങ്ങൾ എക്സാം എഴുതുക. നിങ്ങൾ ജസ്റ്റ് ഇത് അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ അറിഞ്ഞില്ലെങ്കിലും ഭയങ്കര എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഉത്തരം 1 and 3 ആയിരിക്കും. ഓക്കെ, മൂന്നാം സ്റ്റേറ്റ്മെന്റ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയാൻ ഒരു വഴിയുമില്ല. നമുക്ക് അറിയുന്നവർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് അറിയില്ലായിരിക്കും. നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ? ഇതോടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 32 ചെയ്തിട്ട് പോയിക്കേ. ഇത് ചെയ്ത് ഐശ്വര്യമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങി. നാളെ നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ബാക്കി ക്വസ്റ്റ്യൻസ് നാളെ ഡിസ്കസ് ചെയ്യാം. ബാക്കി ഇതിന്റെ ബാക്കി തന്നെ നാളെ ഡിസ്കസ് ചെയ്യണം. അതോ നമുക്ക് പുതിയ ടെക്നിക്ക് എടുത്തിട്ട് ഇത് പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യണം? അങ്ങനെ ചെയ്യണം, പുതിയ ടെക്നിക്ക് എടുക്കാം അല്ലെ? ഇത് പക്ഷെ അത് തറ ആയതുമില്ലല്ലോ, വരുന്നല്ലേ ഉള്ളൂ, സമയം കുറച്ചല്ലേ കിട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല അല്ലെ? ഓക്കെ, 32 പറയൂ. 32 വായിച്ചു നോക്കൂ. നിങ്ങൾ വായിക്കുന്ന തിരക്കിലായിരിക്കും. ഇവിടെ റെക്കോർഡ് ക്ലാസ്സസ് ആണ് അവൈലബിൾ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ കയറ്റി വിടാം. അപ്പൊ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഒന്നും മറന്നു പോയില്ല. ശരിയാ, നാളെ വേറെ എടുക്കാം. ഇനി ഇത് 3 റീസൺ അസർഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ഈ ക്വസ്റ്റ്യന് വേറൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ ഓപ്ഷൻ ഒന്ന് പോയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെ ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ ഓപ്ഷനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യില്ല, അവിടെയൊക്കെ നമുക്ക് സമയം ലാഭിക്കാം.
ഇനി ഇതിലെ ഓപ്ഷൻ നോക്കി, ഇവിടെ 3 സ്റ്റേറ്റ്മെന്റുകളാണ് ഉള്ളത്. ഈ 3 സ്റ്റേറ്റ്മെന്റുകളാണ് ഉള്ളത്. ഈ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും? ഈ 3 ഓപ്ഷൻ, ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഓപ്ഷൻസ് മാത്രം നോക്കിയിട്ട് എന്തൊക്കെ ഇൻഫറൻസ് നിങ്ങൾക്ക് എടുക്കാം? ബൈ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ഓപ്ഷൻസ്, വാട്ട് ആർ ദ ഇൻഫറൻസ് യു ക്യാൻ ടേക്ക്? മൂന്ന് ഒന്നിച്ച് തെറ്റൂലെന്നായിരിക്കുമല്ലോ. 3 ഒന്നിച്ച് തെറ്റില്ല എന്ന് തെറ്റാവൂലെന്നായിരിക്കും. അതിലും ഉറപ്പെന്താണ്? അത് അങ്ങനെയല്ല, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കും 3 ഒരിക്കലും തെറ്റില്ല. 3 ഈസ് അബ്സല്യൂട്ട്ലി ട്രൂ. കാരണം 3 തെറ്റാന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. അപ്പം 3 എന്ന് പറയുന്നതിനെ ഇനി നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണണ്ട, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മെറ്റീരിയൽ ആയിട്ട് കാണുക. നിങ്ങൾ അപ്രോച്ച് മാറ്റുക. ഇത് നിങ്ങളുടെ ഒരു മെറ്റീരിയലാണ്. 3 സ്റ്റേറ്റ്മെന്റ് വന്നോ, അതിൽ ഫസ്റ്റ് 3 അസർഷൻ റീസൺ ക്വസ്റ്റിൽ 3 സ്റ്റേറ്റ്മെന്റ് വന്നാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്യുവർലി യുവർ മെറ്റീരിയൽ. ഇത് പ്യുവർലി നിങ്ങളുടെ മെറ്റീരിയൽ ആണെങ്കിൽ എന്ത് ഇതിൽ നിന്ന് വായിക്കുന്നു ഇതൊക്കെ ട്രൂ ആയിട്ട് നിങ്ങൾ എടുക്കാം. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇത് ചിലപ്പോൾ ഇവിടെ ഹെൽപ്പ് ചെയ്യില്ലായിരിക്കും, പക്ഷെ പല ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ഈ ഒറ്റ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇനി ഒന്ന് നോക്കിക്കേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ ഓപ്ഷൻ, ഇതും തെറ്റാവാം ഇതും തെറ്റാവാം, രണ്ടും ഒന്നിച്ചും തെറ്റാവാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, ഇവിടെ മറ്റേതുപോലെയല്ല, രണ്ട് ഒന്നിച്ച് തെറ്റാവാനുള്ള ചാൻസ് ഉണ്ട്. നൈദർ സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ്, നോൺ സ്റ്റേറ്റ്മെന്റ് തേർഡ് ഈസ് എന്താണ് കറക്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അല്ലെങ്കിൽ എന്താ, ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ only one of the statement second and 3 is correct and that explains statement 1. ഓക്കെ, അതായത് ഏതെങ്കിലും ഒന്ന്, പിന്നെ അതുപോലെ സ്റ്റേറ്റ്മെന്റ് 2 and 3 are correct but only one of them explain എന്താണ് സ്റ്റേറ്റ്മെന്റ് 1. അതായത് ഇവിടെ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അത് ഉറപ്പാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ദിസ് ഇസ് അബ്സല്യൂട്ട്ലി ട്രൂ ആൻഡ് ഐദർ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്, ഇത് രണ്ടും ട്രൂ ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, രണ്ടും ട്രൂ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, അതെന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കാരണം എക്സ്പ്ലെയിൻ രണ്ടും ചെയ്യുന്നില്ല എന്നുള്ളതുണ്ടോ നോക്കിക്കഴിയില്ല. ബോത്ത് ഓഫ് ദം എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് 1. അത് രണ്ടും കറക്റ്റ് ആണ്, രണ്ടും സ്റ്റേറ്റ്മെന്റ് 1 എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതോ സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് ആൻഡ് 3 ആർ കറക്റ്റ് ബട്ട് ഓൺലി വൺ ഓഫ് ദം, രണ്ടും കറക്റ്റ് ആണ് പക്ഷെ എന്ത് ചെയ്യുന്നു? ഒന്ന് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഇനി ഓൺലി വൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്, അതായത് ഇതിൽ ഏതോ ഒന്ന് തെറ്റും ഒന്ന് ശരിയാണ്, അതിൽ ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒന്ന് ശരിയായി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഭയങ്കര വറീഡ് ആവണ്ട. മറ്റേടത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആലോചിക്കണം. ഇവിടെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് അധികം ആലോചിക്കാനുണ്ട്. രണ്ടും ശരിയാണോ തെറ്റാണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരെണ്ണം എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യും. രണ്ടും ശരിയാണെങ്കിൽ, രണ്ടും തെറ്റാണെങ്കിൽ ഓക്കെ ഫൈൻ. ഇനി ഇതിൽ ഏതാ തെറ്റെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ട, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഏതാ തെറ്റെന്ന് കൃത്യം അറിയണ്ട. മറ്റേടത്ത് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റെന്നൊക്കെ അറിയണമായിരുന്നു. ഇത് ഏതിലൊന്ന് ഏതാ തെറ്റെന്നുള്ളത് രണ്ടും തെറ്റാണെന്ന് അറിയണമെങ്കിൽ അറിയണം. അതല്ലാതെ എന്ത് ചെയ്യണമെന്നില്ല. കുറെ സ്ഥലത്ത് എന്ത് ചെയ്യേണ്ട, ശരിക്കും ഏതാ തെറ്റെന്ന് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഇനി ഒന്ന് വായിച്ചേ, ഇത് നോളജാന്ന് ഞാൻ പറഞ്ഞു. At the 20th United Nations Climate Change Conference, India refrained from signing the Declaration on Climate and Health. ഓക്കെ, നമുക്കത് മനസ്സിലായി, നോളജ് ആണ്, കൃത്യമാണ്. 20th യുണൈറ്റഡ് നാഷണൽ ക്ലൈമറ്റ്, അതായത് COP അതെന്ന് പറയുന്നത് എന്താണ്? UNFCCന്റെ അണ്ടറിലുള്ളതെന്നൊക്കെ നമുക്കറിയാം. ഒക്കെ പോട്ടെ, ഇന്ത്യ റിഫൈൻഡ് ഫ്രം സൈനിങ്, ഇന്ത്യ സൈൻ ചെയ്തില്ല ഡിക്ലറേഷൻ ഓൺ ക്ലൈമറ്റ് ആൻഡ് ഹെൽത്ത്. ഓക്കെ ഫൈൻ. അതിൽ നിന്ന് മാക്സിമം നിങ്ങൾ ഇൻഫ്ലുവൻസ് എടുക്കുക, അത് മാക്സിമം പഠിക്കുക, 2 തവണ അത് പഠിക്കുക, വായിക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, കാരണം അത് പഠിക്കാന്ന് ഞാൻ പറയാൻ കാരണം അത് ട്രൂ ആണ്, അബ്സല്യൂട്ട്ലി ട്രൂ ആണ്. അത് നമുക്ക് തന്ന ഒരു ഇൻഫർമേഷൻ ആണ്. ഇനി ആ ഇൻഫർമേഷൻ വെച്ചിട്ട് രണ്ടാമത്തെ നോക്കിക്കേ, COP 28 ഡിക്ലറേഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹെൽത്ത് ഈസ് ബൈൻഡിംഗ് ഡിക്ലറേഷൻ ആൻഡ് ഇഫ് സൈൻഡ് ഇറ്റ് ബിക്കം എ മാൻഡേറ്ററി ടു ഡീകാർബണൈസ് ഹെൽത്ത് സെക്ടർ. ഇവിടെ ഇരിക്കട്ടെ, നമ്മൾ ആദ്യം തന്നെ വെറുതെ ചാടിക്കറണ്ട. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, if India's health sector is decarbonized, the resilience of its healthcare system may be compromised. Again, ഇവിടെ എന്താണ്? ഇപ്പൊ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും വീക്ക് ഓപ്ഷൻ ഏതാ? വീക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും ശരിയാവാൻ കൂടുതൽ ചാൻസ് ഉള്ള ഓപ്ഷൻ ഏതാ? സെക്കൻഡ് ആണോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ? സോറി, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണോ? എന്തായാലും ശരിയാവാൻ ചാൻസ് കൂടുതൽ തേർഡ് സ്റ്റേറ്റ്മെന്റ്. കാരണം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫ്യൂച്ചറിനെ പറ്റിയാ പറയുന്നത്. ഇഫ് ഇന്ത്യാസ് ഹെൽത്ത് സെക്ടർ ഈസ് ഡീകാർബണൈസ്ഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ദ റെസിലിയൻസ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം മേ ബി കോംപ്രമൈസ്ഡ്. ഒരു ഐഡിയ ഒന്നുമില്ല, മേ ബി കോംപ്രമൈസ്ഡ്. അപ്പം ചെയ്യാം, ചെയ്യാതിരിക്കാം, പോസിബിലിറ്റി കൂടുതലാണ്. ഇഫ് ഇന്ത്യാസ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈഫ് ആണ്, പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. രണ്ടാമത് വന്ന് നോക്കുമ്പോൾ കൺസിസ്റ്റൻസി ഞാൻ നോക്കുമ്പോൾ, സ്റ്റേറ്റ്മെന്റിന്റെ കൺസിസ്റ്റൻസി നോക്കുമ്പോൾ ഡീകാർബണൈസ്ഡ് ആൻഡ് റെസിലിയൻസ് ഓഫ് ഇറ്റ്സ് ഹെൽത്ത് കെയർ സിസ്റ്റം മേ ബി ഡീകാർബണൈസ്ഡ് എന്ന് പറഞ്ഞുള്ളൂ. ചെയ്യാം, ചെയ്യാതിരിക്കാം. ഇതൊരുമാതിരി മഴ പെയ്യാം, പെയ്യാതിരിക്കാം. അതുകൊണ്ട് എന്തായാലും അത് ശരിയായിരിക്കും. കാലാവസ്ഥ നിരീക്ഷകരുടെ റിപ്പോർട്ട് ഒരിക്കലും തെറ്റില്ല, കാരണം അവർ എപ്പോഴും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ രണ്ടായാലും അവർ രക്ഷപ്പെടും.
ഇതാണ് ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ്. ഇനി രണ്ടാം സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. അപ്പൊ അത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. COP28 declaration on climate and health is binding declaration and if signed it become mandatory to decarbonize health sector എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൊതുവേ നമ്മൾ ബൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറയും. പക്ഷെ അങ്ങനെ നമുക്ക് വെറുതെ ചിലപ്പോൾ ചില സമയത്ത് ചില സാധനങ്ങൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബൈൻഡിങ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എലിമിനേറ്റ്, അതൊരു റീസൺ ആണ്. അതല്ലാതെ ഇവിടെ ഒരു റീസൺ കൂടി നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമോ? ചിലപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് കണ്ടറിയുന്നവർക്കൊക്കെ അറിയായിരിക്കും അല്ലെ. എന്താണ്? ഡിക്ലറേഷൻ ആണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡിക്ലറേഷൻ, ഇതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിക്ലറേഷൻ എന്നാ പറഞ്ഞിട്ടുള്ള വേർഡ്. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് സ്റ്റേറ്റ് ഇത് ട്രൂ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതെന്താന്ന് എനിക്കറിയാം, ഇതൊരു ഡിക്ലറേഷൻ ആണെന്ന് എനിക്കറിയാം. ഡിക്ലറേഷൻ എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും അത് ലീഗലി ബൈൻഡിങ് ആയിരിക്കില്ല. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടുപേര് പറയുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പൊ ജിഷ്ണുവിന്റെ ഗേൾ ഫ്രണ്ടും വന്നിട്ട് പറയുന്നു വി ഡിക്ലെയർ അവർ ലവ്. അതിനർത്ഥം ലീഗലി ബൈൻഡിങ് ആണെന്നാണോ? അല്ല, ഇറ്റ് ഈസ് ജസ്റ്റ് എ ഡിക്ലറേഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും സബ്മിറ്റ് നടക്കുന്നു, 3 സ്റ്റേറ്റ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 3 പേരും പറയുന്നു നാളെ തൊട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും. ഇറ്റ് ഈസ് എ ഡിക്ലറേഷൻ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലീഗലി ബൈൻഡിങ്. ഇഫ് ഇറ്റ് ഈസ് എ കൺവെൻഷൻ ലീഗലി ബൈൻഡിങ് ആവാം. പക്ഷേ ഡിക്ലറേഷൻ ആണെങ്കിൽ ലീഗലി ബൈൻഡിങ് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഈവൻ കൺവെൻഷനും എല്ലാ കൺവെൻഷനും ലീഗലി ബൈൻഡിങ് അല്ല. ഇപ്പം UNCP പാരീസ് ക്ലൈമറ്റ് കൺവെൻഷൻ എന്തല്ല, ലീഗലി ബൈൻഡിങ് അല്ല. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ COP ബേസിക്കലി നിങ്ങൾ ഒരു ബേസിക് നോളജിൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞുതരാവേ. പണ്ട് നമ്മൾ എല്ലാ സ്കീമും ബൈൻഡിങ് ആയിരുന്നു കൂടുതൽ നിർത്തിയത് പണ്ട്, അതായത് ഒരു 1990s മുമ്പ് പണ്ട്. ഇനി ക്ലൈമറ്റുമായി റിലേറ്റ്, ഇവിടെ ഡീകാർബണൈസേഷൻ അല്ലേ, ഈ ക്ലൈമറ്റുമായി റിലേറ്റ് ചെയ്യുന്ന സ്കീമിൽ നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ക്യോട്ടോ പ്രോട്ടോകോൾ ഈസ് ലീഗലി ബൈൻഡിങ് ആണ്. പക്ഷെ അതിന്റെ പ്രോബ്ലം എന്താണ്? ഇറ്റ് ഈസ് നോട്ട് സക്സസ്ഫുൾ. കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ക്യോട്ടോ പ്രോട്ടോകോൾ തന്നെയല്ലേ ബൈൻഡിങ് ആവുന്നില്ല. കാരണം എന്താണ്? അതിനുശേഷമാണ് നമ്മൾ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ് കൊണ്ടുവന്നത്. അത് ലീഗലി ബൈൻഡിങ് അല്ല, അത് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പം അതിനുശേഷം COP15 ശേഷമാണ് ബേസിക്കലി ബാക്കി വരുന്ന എല്ലാ എഗ്രിമെന്റിലും പൊതുവെ നമ്മൾ ബൈൻഡിങ് ആക്കാറില്ല. കാരണം ബൈൻഡിങ് ആകുന്നത് ഇന്നത്തെ പ്രസന്റ് വേൾഡിൽ സക്സസ്ഫുൾ ആവുന്നില്ല. നിങ്ങൾ ജനറൽ ആയിട്ട് ആലോചിക്കുക, ഇന്നത്തെ സൊസൈറ്റി വെച്ച് നോക്കുമ്പോൾ പ്രസന്റ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ബൈൻഡിങ് എഗ്രിമെന്റ് സക്സസ് ആവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ടസിലാണ്, ആരും ജോയിൻ ചെയ്യില്ല. ബൈൻഡിങ് ആണെങ്കിൽ ആരും ജോയിൻ ചെയ്യുന്നില്ല. കാരണം കൺട്രീസ് വാണ്ട് സ്ട്രാറ്റജിക്കൽ ഓട്ടോണമി ആൻഡ് സോവറിനിറ്റി. അതുകൊണ്ട് ഇപ്പൊ ഒരു മിക്ക എഗ്രിമെന്റും, ഞാൻ പറയുന്നത് ജനറൽ ആയിട്ട് എടുക്കരുത്, പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യുക, മോസ്റ്റ് പ്രോബബിളി എഗ്രിമെന്റുകൾ ബൈൻഡിങ് ആയിരിക്കില്ല ഈ പുതിയ എഗ്രിമെന്റുകൾ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബിളി കേട്ടോ, ശ്രദ്ധിക്കണം, ബ്ലൈൻഡ് ആവരുത്. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ചായിട്ട് കാർബൺ COP15 അണ്ടറിലൊക്കെ വരുന്ന മിക്ക എഗ്രിമെന്റുകളും മജോറിറ്റി 99% ബൈൻഡിങ് അല്ല. ചിലപ്പോൾ വന്നേക്കാം, പക്ഷെ 99% ബൈൻഡിങ് അല്ല. കാരണം ബൈൻഡിങ് സക്സസ്ഫുൾ ആയിരുന്നില്ല ക്ലൈമറ്റ് ചേഞ്ചിൽ. COP15 പാരീസ് ക്ലൈമറ്റ് നമ്മൾ എന്താ പറയുന്നത്, നാഷണലി ഡിറ്റർമൈൻഡ് ഗോൾ. എനിക്ക് തീരുമാനിക്കാം എന്റെ ഗോൾ എന്താണെന്ന്. വേണമെങ്കിൽ അച്ചീവ് ചെയ്താൽ മതി, വേണമെങ്കിൽ അച്ചീവ് ചെയ്യേണ്ട, ഒരു പ്രശ്നവുമില്ല. ദർ ഇസ് നോ പണിഷ്മെന്റ്, നോ ലീഗൽ ബൗണ്ട്. ഞാൻ ഡിറ്റർമൈൻ ചെയ്യുന്നു, ഞാൻ അംഗീകരിക്കുന്നു, സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കുന്നു, എനിക്ക് തോന്നുന്നു ചെയ്യുന്നു. സോ സ്വാഭാവികമായിട്ടും ഡിക്ലറേഷൻസ് എന്ന് പറഞ്ഞ വേർഡ്, ഒരു കാര്യം, ഡിക്ലറേഷൻ എന്ന വേർഡ് ഉണ്ടെങ്കിൽ അത് ബൈൻഡിങ് ആയിരിക്കില്ല. രണ്ടാമത്തെ കാര്യം, അത് നമുക്ക് ഇവിടുന്ന് കിട്ടി, ഇത് ഡിക്ലറേഷൻ ആണ്, നമുക്ക് ഇവിടുന്ന് മനസ്സിലായി, അപ്പൊ ഇത് ബൈൻഡിങ് ആയിരിക്കില്ല, അപ്പൊ അത് തെറ്റാം. രണ്ടാമത്തെ കാര്യം, COP15 ശേഷം വരുന്ന മിക്ക എഗ്രിമെന്റും COP അണ്ടറിലാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി അത് ബൈൻഡിങ് അല്ല. അതൊരു ജനറൽ കൺവെൻഷൻ ആയിട്ട് നിങ്ങൾ എടുക്കാം. ഒരു ക്വസ്റ്റിനോട് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതൊന്ന് തറവാക്കി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്ത്, ഇത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറെ പേർക്ക് അറിയായിരിക്കും. പക്ഷെ ജസ്റ്റ് നിങ്ങൾ അതേപോലെ തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. എന്തിനാന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? നോളജ് ആണ്. ഞാനിവിടെ ഓപ്ഷൻസ് കാണിക്കുന്നില്ല, കാരണം ഓപ്ഷൻസ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ, നേരത്തെ അതേ ഓപ്ഷൻസ്. ഒറ്റ മിനിറ്റ്, നേരത്തെ തന്നെ അപ്പൊ ഉത്തരം എന്താ? ഇനിയിപ്പോ അത് ചിലപ്പം ചിലർക്ക് മനസ്സിലായി. ഇപ്പൊ ഇത് തെറ്റാന്ന് മനസ്സിലായി അല്ലേ? ഇത് തെറ്റാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഓൺലി വൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് 2 and 3 is കറക്റ്റ്. ഇതിലേതോ ഒന്ന് കറക്റ്റ്, അതായത് ഇത് കറക്റ്റ്. ആൻഡ് ദാറ്റ് എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് 1. ഓക്കെ, ഇതാണ് ഉത്തരം കേട്ടോ. ഇനി ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. വിൽ ബി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നോളജ് ആണ്. അപ്പൊ അത് റിപ്പീറ്റ് ആയിട്ട് വായിക്കാം, 2 തവണ വായിക്കാം നോളജ് പാർട്ട്. നാളെ തൊട്ട് നമുക്ക് ഇത്ര നേരം പോകുന്ന ഒഴിവാക്കാം. ഇന്ന് ഫസ്റ്റ് ദിവസമായിട്ട് കുറെ ഇനിഷ്യലി കുറെ പറയേണ്ട ഒന്നല്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കറണ്ട് ഓടി പോയപ്പോ ഞാനും ആക്ച്വലി ടയർഡ്, ഭയങ്കര ചൂടായിരുന്നു അവിടെ. കിട്ടിയോ? ഫസ്റ്റ് പാർട്ടി പറയുന്നുണ്ട് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിനകത്ത് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഏത് ഒഴിവാക്കാൻ പറ്റാം? ഏത് സ്റ്റേറ്റ്മെന്റാ? സെക്കൻഡ് ആണോ തേർഡ് ആണോ? ഫസ്റ്റ് നമുക്ക് റെഡ് ഫ്ലാഗ് അടിക്കേണ്ടത് ഏതിനാണ്? തേർഡിന് അല്ലേ? കാരണം എന്താണ്? നോട്ട് കണ്ടതുകൊണ്ട് റെഡ് ഫ്ലാഗ് അടിച്ചു.
അപ്പൊ ഇത് കുറച്ച് കോൺഷ്യസ് ആയി ചെക്ക് ചെയ്യണം നമുക്ക് മനസ്സിലായി. ഇത് 2 തവണ വായിച്ചു. ഞാൻ റെഡ് ഫ്ലാഗ് അടിച്ചതുകൊണ്ട് ഇത് ഇച്ചിരി കോൺഷ്യസ് ആയിട്ട് വായിച്ചു. ഇനി ഇതിൽ ഇൻഫർമേഷൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാവേ നമുക്ക്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എഫക്ട് ഓഫ് വാട്ടർ ഓൺ റോക്സ്, ചോക്ക് ഈസ് നോൺ ആസ് വെരി പെർമിയബിൾ റോക്ക്. അപ്പൊ ചോക്ക് പെർമിയബിൾ റോക്ക് ആണ് എന്നുള്ളത് ആര് പറഞ്ഞു? UPSC എന്നോട് പറഞ്ഞു തന്നു. അത് ശരിയാണെന്ന് പറഞ്ഞു. ഞാനത് ശരിയാക്കി എടുത്തു. ക്ലേ ഈസ് നോൺ ആസ് ക്വയറ്റ് ആൻഡ് ഇൻപെർമിയബിൾ. ക്ലേ എന്ന് പറയുന്നത് ക്വയറ്റ് UPSC നോളജും ചെക്ക് ചെയ്യുന്നില്ല, ഒരു കുന്തവും ചെക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ ഇത് വായിക്കുന്നുണ്ടെന്ന് മാത്രമേ ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റും. ക്വയറ്റ് ഇൻപെർമിയബിൾ. ക്വയറ്റ് ഇൻപെർമിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ഇൻപെർമിയബിൾ എന്ന് പറഞ്ഞാൽ വെള്ളം കിടത്തി വിടില്ല. അപ്പൊ ക്വയറ്റ് ഇൻപെർമിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഇൻപെർമിയബിൾ അല്ല, പക്ഷെ 99% എന്താണ്? ഇൻപെർമിയബിൾ ആണ്. പക്ഷെ 1% വെള്ളം കിടത്തി വിട്ടേക്കാം ക്ലേയിൽ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? ക്വയറ്റ് ഒഴിവാക്കിയിട്ട് ആണ് ഇൻപെർമിയബിൾ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് എന്തായാലും 100% ഇൻപെർമിയബിൾ ആണ് എടുത്തേനെ. ഇവിടെ ഞാൻ എന്താ വെരി പെർമിയബിൾ, ഇവിടെ എന്താ പറയുന്നത്? വെരി പെർമിയബിൾ. അതിന്റെ അർത്ഥം 100% പെർമിയബിൾ ആണോ? അല്ല. എന്താ പറയുന്നുള്ളൂ? മാക്സിമം, ഏറ്റവും കൂടുതൽ പെർമിയബിൾ ആണ്. അതുകൊണ്ട് ഇത് പെർമിയബിൾ ആണ്. ക്ലേ നോക്കിക്കേ, കംപ്ലീറ്റ്ലി പെർമിയബിൾ ഇൻപെർമിയബിൾ എന്നല്ല പറയുന്നത്, വെള്ളം കിടത്തി വിടാത്തതല്ല, പക്ഷെ മാക്സിമം വെള്ളം കിടത്തി വിടാത്തൊരു, ഏറ്റവും കൂടുതൽ വെള്ളം കിടത്തി വിടാത്തത് ആയുള്ള ഒരു സാധനമാണ്. ഇനി UPSC ഇത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോ വിചാരിച്ചു മക്കള് ഒരു വർഷമായിട്ട് പഠിക്കുന്നല്ലേ, ഇവര് പാസ്സായില്ലേ, ഈ അച്ഛനമ്മയ്ക്ക് വിഷമിക്കില്ലേ, അപ്പൊ ഇവർക്ക് ഒന്നുകൂടി ക്ലിയർ ആക്കി കൊടുക്കാം. ഓർ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോക്കിന് എന്ത് ചെയ്തിട്ടില്ല? ഓർ ഇല്ല. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഒരു ഓർ ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ അതിനെ ലീസ്റ്റ് പെർമിയബിൾ റോക്കും എന്ന് വിളിക്കാം. ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏറ്റവും കുറവ് വെള്ളം കയറുന്നത്. രണ്ടും ഒരേ സാധനം തന്നെയാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെങ്കിലും ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് UPSC എന്ത് ചെയ്തു? 2 തവണ അത് പറഞ്ഞു. ഒന്ന്, വെള്ളം വളരെ കുറച്ചേ കിടത്തി വിടാത്ത, ഏറ്റവും കുറച്ച് വെള്ളം കിടത്തി വിടുന്ന റോക്ക്, ഏറ്റവും വളരെ കുറച്ച് മാത്രം വെള്ളം കിടത്തി വിടുന്ന റോക്കാണെന്നും പറഞ്ഞു ഫസ്റ്റ്. ഓർ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വെള്ളം കിടത്തി വിടുന്ന റോക്കാണെന്നും പറഞ്ഞു. രണ്ടിന്റെ അർത്ഥം എന്താണ്? വെള്ളം അധികം കിടത്തി വിടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ക്ലേ ഈസ് നോട്ട് അറ്റ് ഓൾ പോറസ് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കുമ്പോൾ റോങ് അല്ലേ? കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നതിൽ നമുക്ക് എന്താണെന്ന് മനസ്സിലായി, കുറച്ച് വെള്ളം കിടത്തി വിടും. അപ്പൊ നോട്ട് അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ 100% വെള്ളം കിടത്തി വിടില്ല. സ്വാഭാവികമായിട്ടും ലാസ്റ്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. അത് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? സി, ഓൺലി വൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ പോറസ് ആൻഡ് ഹെൻസ് ക്യാൻ ബി അബ്സോർവ് വാട്ടർ. യെസ്, വെരി പെർമിയബിൾ. പോറസ് ആയിരിക്കും, അതുകൊണ്ട് വെള്ളം അബ്സോർവ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നെ ഉത്തരവുണ്ട്. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ കൃത്യമായി വായിച്ചാൽ മതി. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇത് ബേസിക്കലി ആർ വി ഗോയിങ് ടു പർട്ടിക്കുലർ ഡയറക്ഷൻ? ആ ഡയറക്ഷൻ വിഷൻ എന്റെ ഉള്ളിലാണുള്ളത്. ബേസിക്കലി അത് നിങ്ങളിലേക്ക് പതുക്കെ എത്തുള്ളൂ. പക്ഷെ ആർ യു ഏബിൾ ടു ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ദ സംതിങ് ഡയറക്ഷൻ? സി, ബേസിക്കലി വെറുതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമുക്ക് വെറുതെ PYQ എടുത്ത് ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് ആൻസർ അറിയുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല നിങ്ങൾക്ക്. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദീസ് തിങ്സ് ആർ ഇംപ്ലിമെന്റഡ്, ഹൗ നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യണം. അതുകൊണ്ടാണ് എല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മളത് ഡിഫറെന്റ് ആയി ചെയ്യാൻ കാരണം ആക്ച്വലി വാണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ആക്ച്വലി ഗെറ്റിംഗ് ഇറ്റ്. വെറുതെ ഞങ്ങൾ ചെയ്യല്ല, നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സമയം എടുക്കുന്നത്. ബട്ട് സമയം എടുത്തു കഴിഞ്ഞാലും വി ആർ ആക്ച്വലി ട്രൈ ടു കവർ, എൻലൈറ്റ് ചെയ്യുക, നിങ്ങൾ തിങ്കിങ് എന്ത് ചെയ്യുക, കോൺഷ്യസ് ആക്കുക എന്നുള്ളതാണ് മേജർ ആയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത്. ഓവറാക്കണ്ട. അപ്പൊ ബേസിക്കലി എന്ത് ചെയ്യുന്നു, ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. അപ്പൊ ബേസിക്കലി എന്ത് ചെയ്യുന്നു, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം നാളെയും 7 മണിക്കാണ് അടുത്ത സെഷൻ ഉണ്ടാവുക. ഓക്കെ, ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണ്ട. ഓക്കെ, ബേസിക്കലി 249 rupees ഉള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നിങ്ങളെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അയക്കേണ്ട, മെസ്സേജ് അയച്ച് അറിയിക്കുക. അപ്പൊ മീൻസ് ഇഫ് യു വാണ്ടഡ് ടു. സ്പീഡിന്റെ കാര്യത്തിൽ വൺ തിങ് ഈസ് ദാറ്റ് നമ്മൾ വെറുതെ സ്പീഡിൽ പോയിട്ട് ഓടിച്ചു തീർത്തിട്ട് ഒരു ഗുണമില്ല. വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, നമുക്കത് മനസ്സിലാക്കി എടുക്കണം. വെറുതെ എനിക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഞാൻ എലിമിനേറ്റ് പോകാം, നിങ്ങൾക്ക് ഇങ്ങനെ കാഴ്ച കണ്ടിരിക്കാം, അതിലൊന്നും അർത്ഥമില്ല. നിങ്ങൾ കൂടുതൽ ബ്രെയിൻ ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അത് സാർ ഈ എയർ എക്സാക്ട് ഇനി ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കും, അതൊന്നും പറയില്ല, പ്രൈവസി. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതുകൊണ്ടാണ് ഒന്നാമത് ഫാസ്റ്റ് ആയി പോവാത്തത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് കുറെ ഇൻട്രഡക്ഷൻ ഉണ്ടായിരുന്നു, നാളെ തൊട്ട് അത്ര ഇൻട്രഡക്ഷൻ കുറവായിരിക്കും. അപ്പൊ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഐ ഡോണ്ട് വാണ്ട് ടു ഗോ വെരി ഫാസ്റ്റ്, ബിക്കോസ് ഞാനിത് ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല, ഇത് നിങ്ങൾക്ക് ആൻസർ അറിഞ്ഞുകൊണ്ടും കാര്യമില്ല. നിങ്ങൾ ഇത് തിങ്കിങ് പ്രോസസ് എന്തുകൊണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഉത്തരം അറിയാം, അതുകൊണ്ട് നമ്മൾ ഉത്തരം ഡിസ്കസ് ചെയ്യാത്തത്. പക്ഷെ
എന്തുകൊണ്ട് ഇത് തെറ്റിക്കുന്നു എന്നുള്ളത് കണ്ടെത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ഉദ്ദേശം. അത് ഇനി എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങാം. സോ ഐ വിൽ ബി സെൻഡിങ് എ 1 set of question paper ടുഡേ. ഐ ഫോർഗോട്ട് ടു ടെൽ യു ദാറ്റ്. ഓക്കെ, ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ബാക്കി ഞാൻ അയക്കാം. സോ രാത്രി ഇരുന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ ചെയ്യാം. എന്നിട്ട് ആൻസർ വേണ്ട, എനിക്ക് ആൻസറിലേക്ക് നിങ്ങൾ എത്തിക്കണം. പക്ഷെ ആൻസർ ഫസ്റ്റ് തന്നെ പോയി മാർക്ക് ചെയ്യില്ല. അതിന്റെ എലിമിനേഷൻ ടെക്നിക്സ് എന്താണെന്നുള്ള സൈഡിൽ എഴുതി വെക്കുക. സോ ദാറ്റ് ബ്രെയിൻ എനിക്ക് അങ്ങനെ ട്രെയിൻ ചെയ്ത് എടുപ്പിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ബ്രെയിൻ ആ ഒരു തിങ്കിങ്ങിലേക്ക് വരണം. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിനകത്തുള്ള ഉടായ്പ എന്താണെന്ന് കണ്ടെത്തുന്ന ആളുകളായിട്ട് നിങ്ങൾ വേണം. സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഒരു സ്ട്രീറ്റ് പ്ലേ. അപ്പൊ ആ സാധനത്തിലേക്ക് നിങ്ങൾ എന്ത് എങ്ങനെ എഴുതി വെക്കുക. സോ ദാറ്റ്സ് ഹൗ വി ക്യാൻ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് തിങ്കിങ്. ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, കാരണം നിങ്ങൾ പഠിച്ച് പാസ്സാവാൻ വേണ്ടി വന്ന ആളുകളാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ബ്രെയിൻ ഉണ്ടാവും. ബട്ട് വി വിൽ ബ്രേക്ക് ദാറ്റ് റെസിസ്റ്റൻസ് ആൻഡ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ ഉത്തരം കിട്ടിയാലും ദെൻ തിങ്ക് ദാറ്റ് ഇനി എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യും. അതിനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയുന്നത്. ഓക്കെ, that's it for today. We'll see you tomorrow. When out of syllabus is doubt. എന്താ സാറേ, ചെറിയ മൈന്യൂട്ട് കൺഫ്യൂഷൻ വരുമ്പോ അതിന് എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ? എങ്ങനെ കേട്ടില്ല? അല്ല, ഇതിൽ വായിച്ചപ്പോ തോന്നിയതാ, നമുക്ക് ഒരു ഓപ്ഷൻ വായിച്ച് അടുത്ത 2 ഓപ്ഷൻ അടുപ്പിച്ച് വായിക്കുമ്പോൾ ഒരു മൈന്യൂട്ട് ഒരു കൺഫ്യൂഷൻ വരുന്നു. ആദ്യം നമുക്ക് വായിക്കുമ്പോൾ കറക്റ്റ് ആണെന്ന് തോന്നുന്നു, പക്ഷെ രണ്ടാമത്തെ ഓപ്ഷൻ വായിക്കുമ്പോൾ വീണ്ടും ഒരു കൺഫ്യൂഷൻ വരും. ഫസ്റ്റ് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ കറക്റ്റ് ആണോ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എടുക്കണ്ട. നമ്മൾ വെറുതെ അസ്യൂം ചെയ്താൽ മതി. അപ്പോൾ ഒന്നും എടുക്കണ്ട, നമ്മളത് വായിച്ചു പോവാ. വായിക്കുമ്പോൾ പക്ഷെ കെയർഫുൾ ആയിട്ട് വായിക്കുക. കാരണം ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഞാൻ നേരെ പറഞ്ഞു, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ വായിച്ച് നമ്മൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനെ ഞാൻ അതിന്റെ ബയാസ്നെസ്സിലേക്ക് കാണുള്ളൂ. എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് കാണാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പം ഞാൻ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ വായിക്കുക, മൂന്നാമത്തെ ഓപ്ഷൻ വായിക്കുക. ആൻഡ് സെക്കൻഡ് റീഡിങ്ങിലാണ് നമ്മൾ എലിമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഫസ്റ്റ് ഓപ്ഷൻ ജസ്റ്റ് എല്ലാം വായിക്കുക. അപ്പൊ കുറച്ച് നോളജ് ഓട്ടോമാറ്റിക്കലി 2-3 കാര്യങ്ങളാണ്. ഒന്ന്, വിത്തിൻ 2 hours യു നീഡ് ടു റിമെമ്പർ ലോട്ട് ഓഫ് സബ്ജക്ട് അല്ലെ? അപ്പൊ ബ്രെയിൻ ഇത് പെട്ടെന്ന് പ്രോസസ് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷെ വെൻ യു ആർ റീഡിങ് ആ ബാക്ക്ഗ്രൗണ്ടിൽ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി തിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ എത്തുമ്പോഴേക്കും കുറച്ച് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഹുക്ക് കിട്ടുമ്പോൾ ബ്രെയിന് കുറച്ചുകൂടി റിലേറ്റബിൾ ആയി തോന്നും. അപ്പൊ ബ്രെയിനിന് കുറച്ചുകൂടി പ്രോസസിങ് ഈസി ആവും. അതുകൊണ്ടാണ് ചില സമയത്ത് ഒന്നും അറിയാത്ത ക്വസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് രണ്ടാമത്തെ റൗണ്ടിലേക്കും മൂന്നാമത്തെ റൗണ്ടിലേക്കും വെക്കുന്നത്. കാരണം ഇത് നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിലും ബാക്ക് ഓഫ് ദ ഗ്രൗണ്ടിൽ ബ്രെയിനിന് അറിയാം സംതിങ് ഈസ് നോട്ട് ഗെറ്റിംഗ്, എന്തോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ രണ്ടാമത് വർഷം വന്ന് വായിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഫീൽ ചെയ്യാൻ കാരണം ബ്രെയിൻ അത്രയും പ്രോസസ്സിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ അത് തിങ്ക് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി. ഓക്കെ, കാരണം ബ്രെയിനിന് ഈഗോ ഹേർട്ട് ചെയ്തന്നെ ഭയങ്കര പ്രശ്നമാണ്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഒരു തവണ തെറ്റിച്ച ക്വസ്റ്റ്യൻ പിന്നീട് തെറ്റിക്കാത്തത്. കാരണം ഒരു തവണ നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിന് ഈഗോ ഹേർട്ട് ചെയ്യും. യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഭയങ്കര കെയർഫുൾ ആയിട്ട് പഠിക്കും. പക്ഷെ ഒരു തവണ ശരിയായ ക്വസ്റ്റ്യൻ വീണ്ടും തെറ്റാനുള്ള ചാൻസ് വൈ? ബിക്കോസ് അപ്പൊ നിങ്ങൾ പാസീവ് ആയിട്ടാണ് വായിച്ചത്, മറ്റടുത്ത് ആക്റ്റീവ് ആയിട്ടാണ് വായിച്ചത്. സോ ഹാക്ക് യുവർ ബ്രെയിൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേസിക്കലി ആദ്യം ബയാസ്ഡ് ആവാതെ വായിക്കുക, എന്നിട്ട് എലിമിനേറ്റ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അവിടെ തന്നെ നിർത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരിക. അപ്പോൾ ഒരു ക്ലാരിറ്റി വരും. ഇനി മൈന്യൂട്ട് ആയിട്ട് മിസ്റ്റേക്സ് വരാൻ വേറെ റീസൺ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എലിമിനേഷന്റെ മാത്രമല്ല, ചില സമയത്ത് നമ്മൾ ബുക്കിൽ റീകളക്ട് ചെയ്യാൻ പോകും. ഫോർ എക്സാമ്പിൾ, ഞാൻ വായിച്ചത് ഓക്കെ ലക്ഷ്മികാന്തിന്റെ 15ാം പേജിൽ ഇവിടെയാണ് അത് എഴുതിയെന്ന് റീകളക്ട് ചെയ്യും. വെൻ യു ആർ ട്രൈങ് ടു റീകളക്ട് സംതിങ് ലൈക്ക് ദാറ്റ്, യു വോണ്ട് ബി ലുക്കിംഗ് അറ്റ് ദ ക്വസ്റ്റ്യൻ സ്പെല്ലിംഗ്, അതിന്റെ വേർഡ്സ്, ലാംഗ്വേജ് നോക്കില്ല. നേരെ നമ്മൾ ക്വസ്റ്റ്യന്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റീകളക്ട് ചെയ്യും, അല്ലെങ്കിൽ ആ ബുക്ക് റീകളക്ട് ചെയ്യും. അവിടെ തെറ്റാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ റീകളക്ട് ചെയ്യരുത്. ഇൻഫർമേഷനും ആൻസറും എല്ലാം ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ അത് പിന്നെ ഒരു ഏരിയയിൽ നിന്ന് കൂടുതൽ തെറ്റുന്നുണ്ടെങ്കിൽ അത് പോയി വായിക്കണം. കാരണം ഫൗണ്ടേഷൻ നോളജ് ആസ് ഐ സെഡ് ദാറ്റ് ഇതിനനുസരിച്ച് നോളജ് വേണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. നോളജ് വേണം, ഫൗണ്ടേഷൻ നോളജ്. ശരിയാക്കി എടുക്കാം. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.